ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും 2-3 ദിവസമായിട്ട് ലൈവിൽ വന്നില്ല അല്ലേ? ഞാൻ 2 ദിവസമാണോ? എത്രയോ ഞാൻ ലൈവിൽ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നത്തെ കാര്യം, ഇപ്പോൾ അന്തരീക്ഷം ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇങ്ങനെ തുടർമാനം പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൂഡില്ല വന്നിരുന്ന് ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈവിലേക്ക് വരാതിരുന്നത് തന്നെ. കാരണം ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും മഴയത്താണ് പോകുന്നത്, വരുമ്പോഴും മഴയത്താണ് വരുന്നത്. ആകെ മൊത്തത്തിൽ ഒരു എന്താ പറയുന്നത്, മഴയുടെ അസ്വസ്ഥതയിൽ നിൽക്കുന്നപ്പോൾ ലൈവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പുറത്തേക്കൊക്കെ ഇറങ്ങി നിന്ന് ലൈവ് ചെയ്യണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. മഴയായതുകൊണ്ട് ഒട്ടും പുറത്തേക്ക് ഇറങ്ങി നിന്ന് ലൈവ് ചെയ്യാൻ പറ്റാത്തത് സാഹചര്യമാണ്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് അന്തരീക്ഷമൊക്കെ ക്ലിയറായി തണുപ്പൊക്കെ മാറി ഒന്ന് റെഡിയായിക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും പുറത്ത് നിന്ന് ലൈവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവകൃപയാൽ ഞാനും സന്തോഷമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? നമ്മുടെ കോട്ടുമുക്രി എന്താ പറയുന്നത്, മുഹമ്മദ് ബിൻ പിണറായി ഹുസൈൻ 2024 എന്താ പറയുന്നത്, ഇമാമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് ബിൻ പിണറായി ഹുസൈനെ കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ള വിഷയമില്ല. അപ്പോൾ പലരുടെയും കമന്റുകളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കുറച്ച് പേരൊക്കെ വന്നിട്ട്, സഹോദരി ഇങ്ങനെയൊക്കെ ഇത് കൊള്ളാവോ സഹോദരി, ദൈവസ്നേഹം പറയുന്ന സഹോദരിക്ക് ഇതെല്ലാം തെറ്റല്ലേ സഹോദരി എന്നൊക്കെ ചോദിക്കുന്നു എന്നോട് കുറേ പേരൊക്കെ വന്നിട്ട്. അവരോടെല്ലാം ഞാൻ പറയുകയാണ്, ഇത് തെറ്റല്ല കേട്ടോ. അതായത് പരിഹാസത്തിന് അർഹനായവനെ പരിഹസിക്കുക തന്നെ വേണം. കാരണം നാട് മുടിച്ച് കുട്ടിച്ചോറാക്കി ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ തീരെഴുതി കൊടുക്കാൻ വേണ്ടി കാലമാടനായിട്ട് എഴുന്നള്ളിയിരിക്കുന്നവനെയൊന്നും തലയിൽ തൂക്കി വെച്ച് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് തോളത്തിരുത്തി താലോലിക്കാനായിട്ട് വിവരദോഷികൾക്കേ പറ്റൂ, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് തന്നെയാണ് ആ കോട്ടുമുക്രിയെ ഞാൻ അങ്ങനെ തന്നെ ട്രോൾ ചെയ്തത്, ആ പോസ്റ്റ് അപ്ലോഡ് ചെയ്തത്. കാരണം അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. കാരണം ഇസ്ലാമിക ഖാലിഫേറ്റിന് വേണ്ടിയിട്ട് ഒരു ഇമാമിനെ പോലെ പ്രവർത്തിക്കുകയാണ്. അല്ലാതെ എന്ത് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടല്ല പിണറായി ബിൻ ഹുസൈൻ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. മുഹമ്മദ് ബിൻ പിണറായി ഹുസൈൻ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക ഖാലിഫേറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇമാമായിട്ട് തന്നെയാണ്, ഇസ്ലാമിസ്റ്റിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ തലയെ തൂക്കി താലോലിച്ച് നാട്ടിലെ ഭരണാധികാരികൾ ദൈവമാണ് തിരഞ്ഞെടുത്തത്. ദൈവമൊന്നും തിരഞ്ഞെടുത്തിട്ടില്ല ഭരണാധികാരികളെ, നിങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുത്ത ദൈവമില്ല. നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് പല ഡയലോഗുകളാണ്, നാട്ടിലെ ഭരണാധികാരികൾ ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്, ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ കയ്യിൽ കൊണ്ടുപോയി നിങ്ങളിട്ട് വോട്ടുകളെല്ലാം കർത്താവ് വന്ന കുത്തി കൊടുത്തത് ഓരോരുത്തരും. വിവരക്കേടും വിഡ്ഢികളുമായിട്ട് ക്രിസ്ത്യാനികളെ കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം ഇനി ഇല്ലെന്ന് വേണം പറയുവാനായിട്ട്. കുറെ മണ്ടത്തരം, കുറെ പാച്ചർമാർ എന്ത് തലയിൽ കെട്ടിക്കൊടുക്കും. ഈ മണ്ടത്തരവും തലയിൽ വാങ്ങിച്ച് വിഴുങ്ങി വെച്ചിട്ട് അത് എന്ത് ചെയ്യും, ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും ഈ വർഗ്ഗങ്ങൾ. അല്ലാതെ ഇതുങ്ങൾക്കൊന്നും സ്വയം ചിന്തിച്ച് ബോധം ഉദിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടും അതൊന്നും ഇവന്മാരെന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല എന്ന് വേണം പറയുവാനായിട്ട്. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴും ദൈവമാണ് സഹോദരി കൂട്ടി യോജിപ്പിച്ചത് എന്നൊക്കെയാ പറയുന്നത്. ദൈവമാണ് അങ്ങ് കൂട്ടി യോജിപ്പിച്ചത് വിവാഹത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമൊക്കെ എടുത്തുകൊണ്ട് വരും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കാതിരിക്കട്ടെ എന്നുള്ള വചനവുമായിട്ട് വന്നിട്ട് പറയും, ദൈവമാണ് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചത്, ഇന്നവന് നിനക്ക് വേണ്ട തക്ക തുണയാരെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന തുണയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം അങ്ങ് കൂട്ടി യോജിപ്പിച്ചെന്നായിരിക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, ഈ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത് മുഴുവനും പാപമാണെന്നാണ് ഇവന്മാർ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് ഇന്നയാളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ജനിക്കുമ്പോഴേ ഇന്നയാളുണ്ടെന്നൊക്കെ പറഞ്ഞ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നിരിക്കട്ടെ, അത് ദൈവം പർട്ടിക്കുലറായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് വേണ്ടി ദൈവം അത് ചെയ്യുമായിരിക്കും. അല്ലാതെ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഇന്നവൻ ഇന്നവളെ കെട്ടണം, ഇന്നവൾ ഇന്നവനെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവർക്കും വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്താറില്ല. പിന്നെയോ പർട്ടിക്കുലർ ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ദൈവം ചിലരെ തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അല്ലാതെ എല്ലാ നാട്ടിലുള്ളവർക്കും പെണ്ണ് നോക്കി കൊടുക്കുന്നതും പുരുഷനെ നോക്കി കൊടുക്കുന്ന മാട്രിമോണി നടത്തുന്ന ആളല്ല സ്വർഗത്തിലെ ദൈവം എന്നുള്ളത് ഇനിയെങ്കിലും പൊട്ട വിശ്വാസികളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ല കാര്യം തന്നെയാണെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒളിച്ചോടിപ്പോയി കർത്താവ് ജനിച്ചപ്പോഴേ ഇന്ന വീട്ടിലെ ചെറുക്കൻ ഇന്ന പെണ്ണിനെയാണ് ഞാൻ കൊടുക്കാനിരിക്കുന്നതെന്ന് കർത്താവ് ജനിച്ചപ്പോഴേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ട്
വന്നിട്ട് വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവ് നിശ്ചയിച്ചു വെച്ച ആ പെണ്ണിന് ഏത് ചെറുക്കനെ അപ്പൊ കൊടുക്കും? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഈ ഒരു ചെറുക്കന്, കർത്താവ് ഒരു പെണ്ണിന് ഒരു ചെറുക്കനെ അങ്ങ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് തന്നെ ഇരിക്കട്ടെ. ഈ ജനിച്ചപ്പോഴേ ഇന്ന വീട്ടിൽ ജനിച്ച പിറക്കന് ഇത് ഇന്ന വീട്ടിലുള്ള പെങ്കൊച്ചിനെയാണ് കർത്താവ് ചേർത്ത് വെച്ചിരിക്കാൻ വേണ്ടി ജനിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ജനിപ്പിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ ആ പെങ്കൊച്ചി വേറൊരുത്തിന്റെ കൂടെ ഓടിപ്പോയെങ്കിൽ ആ അന്ന് ജനിപ്പിച്ച് ഓർപ്പിച്ച പെണ്ണല്ലേ ഓടിപ്പോയത്? അപ്പൊ അവന് ഏത് പെണ്ണിനെ കർത്താവ് കൊടുക്കും? ആ സമയത്ത് എക്സ്ചേഞ്ച് വല്ലതും കർത്താവ് പണി വല്ലതും നടത്തുന്നുണ്ടോ? അപ്പൊ പൊട്ട വിശ്വാസികളെ, നിങ്ങളുടെയൊക്കെ തലച്ചോറിനകത്ത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ ധാരണകളൊക്കെ എടുത്തങ്ങ് നിങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആപത്ത് വലുതാണെന്ന് തിരിച്ചറി. നിങ്ങൾ ബോധമില്ലാത്ത മാക്രികളെ പോലെ ജീവിക്കാതെ, പൊട്ടക്കണത്തിലെ തവളകളെ പോലെ നിങ്ങളൊക്കെ ആകാതെ, അവിടെ കിടന്നിട്ട് ആ ഇച്ഛാവട്ടത്തിനകത്ത് മാത്രം പഠിച്ചു വെച്ചത് മാത്രം ആമേൻ 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 എന്ന് പറഞ്ഞ് ജീവിക്കാതെ ലോകത്തിൽ നടക്കുന്നതും കൂടി മനസ്സിലാക്കുക. പിണറായി വിജയനെ അങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും ആളുകൾക്കെല്ലാം അങ്ങ് വിഷമമായി പോയി. കുഞ്ഞുങ്ങൾക്ക് ഒരുത്തം വന്നൊരു അന്തം കമ്മി വന്നൊരു കമന്റ് ഇട്ടായിരുന്നു എനിക്ക്. ആ അന്തം കമ്മി പോസ്റ്റ് മുക്കിക്കൊണ്ട് പോയി. ആ കമന്റ് മുക്കിക്കൊണ്ട് അവൻ ഓടിക്കളഞ്ഞു. ആ അന്തം കമ്മി അവൻ കമന്റ് ഇട്ടത്, അവന്റെ പേരെന്തോ ബെന്നി ജോസഫാ എന്നോ പറഞ്ഞിട്ടൊരു അന്തം കമ്മിയാണ്. അവന്റെ കമന്റ് മുക്കിക്കൊണ്ട് അവൻ ഓടിയത്. അവസാനം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയാറുള്ളത്, ലൈവിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കാവുന്നു, എന്നെ ആഭാസം പറയാവുന്നു, വേറെ എന്തെങ്കിലും ഉദ്ദേശം, ഞാൻ ലൈവിൽ നിൽക്കുന്ന സമയത്ത്, എൻ്റെ ലൈവ് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ട് ഞാൻ പോകും. ആ സമയത്ത് പിന്നെ കയറി വന്ന് ഏതവനെങ്കിലുമൊക്കെ ലൈവ് കണ്ടിട്ട് വച്ചയ്ക്ക് തെറി വിളിക്കുകയോ ആഭാസം പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്താലും സൂര്യനെ നോക്കി പട്ടി കുരച്ചാൽ ആർക്ക് ചെയ്തം? പട്ടിയുടെ തൊണ്ടയ്ക്ക് വേദന ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ ലൈവിൽ എൻ്റെ ഫേസ് ടു ഫേസ് വന്ന് ഒരുത്തൻ എന്നെ തെറി വിളിച്ചിട്ടും എന്നെ ആഭാസം പറഞ്ഞിട്ടും പോകാമെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ നടക്കത്തില്ല മക്കളെ, നടക്കത്തില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ സമയത്ത് നിങ്ങൾ വിശുദ്ധിയുടെ വേഷം കെട്ടലൊന്നും എന്നോട് കൊണ്ടുവരരുത് ഇങ്ങോട്ട്. ദൈവ പൈതലല്ലേ സഹോദരേ, ദൈവ പൈതലല്ലേ. ഞാൻ ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി കൊടുക്കും. വാങ്ങിക്കാൻ സ്വന്തം അമ്മയും സഹോദരനും സഹോദരിയും ഭാര്യയും മക്കളും ഒക്കെ വെച്ചിട്ടാണല്ലോ ഇവന്മാർ അടുത്തവന്റെ പെണ്ണുങ്ങളെ കയറി ചൊറിയാൻ വരുന്നത്. അപ്പം സ്വന്തം അമ്മയ്ക്ക് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അവന് മനസ്സിലാകണ്ടേ? സ്വന്തം ഭാര്യയെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അവൻ അറിയണ്ടേ? സ്വന്തം മകളെ പറഞ്ഞാലും അവന്റെ ഫീലിങ്സ് അറിയണ്ടേ എന്താന്ന് പറഞ്ഞിട്ട് അത് അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പോൾ അവന് ബോധം തെളിയും. അവനെ ബോധം വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചു മറുപടി കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിൽ ആർക്കെങ്കിലും വല്ല വേദനയും വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർക്ക് നിങ്ങൾ പോയിട്ട് വീശറി എടുത്ത് വീശി കൊടുത്തിട്ട് അവർക്ക് പാട്ടും പാടി നല്ല വായിൽ ആഹാരം വെച്ച് ഉറക്ക് പോയി. മനസ്സിലാവുന്നുണ്ടോ? അർഹതപ്പെട്ടവന് മാത്രമേ ബഹുമാനം കൊടുക്കാവൂ. അത് ഏതവനാണെങ്കിലും ബഹുമാനം അർഹതപ്പെട്ടവന് കൊടുക്കാനുള്ള, അല്ല കണ്ടവനെല്ലാം ഒരുത്തൻ മന്ത്രിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെമ്മാടിയായിരിക്കുന്ന മന്ത്രിക്ക് കയറി ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? തീവ്രവാദിയായിരിക്കുന്നവന് ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല. അർഹതപ്പെട്ടവൻ ആരാണോ അവന് മാത്രം ബഹുമാനം കൊടുക്കുവാനുള്ളതാണ്. അവന്റെ മുമ്പിൽ മാത്രമേ ബഹുമാനം കൊണ്ട് എത്തിക്കാവൂ. അല്ലാതെ പന്നികളുടെ മുമ്പിൽ മുത്തുവാരി ഇടുന്ന കണക്കൊന്നും എന്ത് ചെയ്യണ്ട. ആരുടെയും മുമ്പിൽ കൊണ്ടുപോയി നമ്മുടെ ബഹുമാനത്തെ ഒന്നും വലിച്ചു വാരി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ഞാൻ ലൈവിൽ ഈ പോസ്റ്റ് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഒരു അന്തം കമ്മിയാണ് അവൻ്റെ FB പോസ്റ്റ് കയറി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവനൊരു അന്തം കമ്മി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പോസ്റ്റിനകത്ത് അവൻ നമ്മുടെ മറിയക്കുട്ടി അമ്മച്ചിക്ക് കോൺഗ്രസ്സുകാർ പണിത് കൊടുക്കുന്ന വീടെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രായം ചെന്ന സ്ത്രീക്ക് ആ സ്ത്രീക്ക് 90 വയസ്സുണ്ട്. ആ സ്ത്രീയെ പോലും പരിഹസിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഒരു 2 ബ്രാ എടുത്തു വെച്ചിട്ട് ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണ് മറിയക്കുട്ടി അമ്മച്ചിരിക്കുന്നത്. ഒരു പ്രായം ചെയ്ത പെറ്റ തള്ളയേക്കാളും വയസ്സ് മൂത്ത ഒരു പ്രായം ചെന്ന സ്ത്രീയെപ്പോലും ഇവന്മാരെ അപമാനിക്കാനും പരിഹസിക്കാനും ഇങ്ങനെയൊക്കെ ഉള്ള വൃത്തികെട്ടവന്മാരെ പിന്നെ വെറുതെ വിടണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ അടുത്ത് വന്ന് പോസ്റ്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ കൊടുക്കേണ്ടതാണ്, കൊടുക്കും. അവൻ വന്ന് എനിക്ക് പോസ്റ്റ് ഇട്ടത് എടി ഡാഷ് മോളെ, ഞാൻ ആ തെറി പറയുന്നില്ല, കാരണം എനിക്ക് അങ്ങനത്തെ തെറിയൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ എനിക്ക് പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ്: എടി ഡാഷ് മോളെ, നിന്റെ കുറേ വീഡിയോകൾ ഞാൻ കാണുന്നുണ്ട്, ലൈവും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നീ ഒരു മതത്തെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നീ നടത്തുന്ന ഈ ലൈവുകൾ എന്ന് പറയുന്നത് നീ സൂക്ഷിച്ചിരുന്നോടി, നിനക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നീ രണ്ടും കൽപ്പിച്ചിരുന്നോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അന്തം കമ്മിക്ക് ഈ സുഡാപ്പികളോട് ഒരു പ്രത്യേക സ്നേഹം അവന്. അങ്ങനെയാണ് അവൻ എന്നെ പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് ഒരു പോസ്റ്റ്, എനിക്ക് ഒരു കമന്റ് വന്നങ്ങ് ഇട്ടത്.
ഞാനൊന്നും ചെയ്തില്ല, അധികപ്പറ്റായിട്ടൊന്നും ഞാൻ ചെയ്യാൻ പോയില്ല. ഞാൻ ഒറ്റ കാര്യം, എൻ്റെ താഴെ പോയിട്ട് ഞാൻ അങ്ങനെ ആർക്കും കമന്റിന് മറുപടി കൊടുക്കുന്നതുമില്ല. കാരണം എൻ്റെ ലൈവിൽ വന്ന് സംസാരിക്കുന്നവന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് കമന്റിൽ. പക്ഷേ ഇതൊരു പോസ്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത പോസ്റ്റാണ്. അപ്പോൾ ആളുകൾ കയറി നോക്കും, ആ കമന്റ് ശ്രദ്ധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ കമന്റ് ബോക്സ് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിന് വന്ന് ഇങ്ങനെ പച്ചയ്ക്ക് ആൾ കളിച്ചിട്ട് റീനടുത്ത് ഷൈൻ ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പിലും ഞാൻ റീനയെ 10 തെറി വിളിച്ചേ എന്നൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്തിട്ട് പോകാമെങ്കിൽ ഞാൻ അതിന് ഒറ്റ മറുപടിയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അവൻ്റെ പേജിൽ കയറി അവൻ ഫേക്ക് ആണെങ്കിൽ ഞാൻ തിരിച്ച് മറുപടി ഒന്നും കൊടുക്കാനേ പോകത്തില്ല, അത് ബ്ലോക്ക് ചെയ്ത് കളയും, ഞാൻ അത്രേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഭാര്യയുമായിട്ട് നല്ല ചേർന്ന് നിന്ന് നല്ല അടിപൊളി സെൽഫിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭാര്യ ഒരു വട്ടത്തിലൊരു വരയങ്ങ് വരച്ചിട്ട് അതുകൊണ്ട് അങ്ങ് പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇവളെവിടെയും കണ്ടവന്റെ കൂടെ ഏതെങ്കിലും കോട്ടുമുക്രി മാക്രി ഉസ്താദിന്റെ കൂടെ ഓടിപ്പോയതിന് അത് കരഞ്ഞ് നീ ഇങ്ങോട്ട് മെഴുകി വന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? മനസ്സിലായോ? നീ ഇങ്ങോട്ട് മെഴുകി വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നീ ആണായിരുന്നെങ്കിൽ നിന്റെ സുന്ന പോയ കോയ, അതായത് നിന്റെ ഭാര്യ സുന്ന പോയ കോയമാരെ തിരക്കി പോയതിന്റെ വേദനയാണ് നീ വന്ന് എന്ത് ചെയ്തത്, എന്റെ കമന്റ് ബോക്സിൽ വന്ന് എഴുതി തള്ളിക്കൊണ്ട് പോയത്. അപ്പോൾ നിന്റെ സുന്നയ്ക്ക് ബലമില്ലാത്തത് കൊണ്ടാണ് നിന്റെ ഭാര്യ എന്ത് ചെയ്തത്, സുന്ന പോയ കോയമാരെ തിരക്കി അങ്ങ് പോയത്. കുറെ അന്തം കമ്മി, നീ കുറെ സുടാപ്പികളെ വീട്ടിൽ നീ അന്തം കമ്മി ആയതുകൊണ്ടാണ് കുറെ സുടാപ്പികളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ കുറെ എന്ത് ചെയ്യുന്നത്, മുലകുടി സഹോദരന്മാരെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ മുലമുടി സഹോദരന്മാരെ കൊണ്ട് മോന് പൊറുതിമുട്ടിയിരിക്കും ാണല്ലേ. അങ്ങനെയാണെങ്കിൽ ആ വിഷമം പോയി മുലകടി സഹോദരന്മാരോട് പോയി എന്നോടല്ല തീർക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവന് തിരിച്ച് ഞാൻ നല്ലൊരു മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, കുറച്ചൊരു 5 മിനിറ്റ് പോലും നിന്നില്ല, പോസ്റ്റ് മുക്കിക്കൊണ്ട് ആൾ ഓടിക്കളഞ്ഞു, കമന്റ് മുക്കിക്കൊണ്ട്. അപ്പൊ അന്തം കമ്മിയാണെങ്കിലും ഏത് കൊന്തം കമ്മിയാണെങ്കിലും സുഡാപ്പിയാണെങ്കിലും ലൈവിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് നിന്റെയൊക്കെ വേലത്തരം ഒറിജിനൽ ഐഡിയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. മനസ്സിലായോ? ഒന്നിൽ തള്ളാഹു ഏറിൽ കയറും, ഒന്നിൽ വീട്ടിലുള്ളവരാരെങ്കിലും ഏറിൽ കയറും. ഈ രണ്ടിലും നടക്കും. കാരണം നിന്റെ വീട്ടിലുള്ള കണക്കത്തെ പെണ്ണാണല്ലോ ഞാനും. മനസ്സിലായോ? നിന്റെയൊക്കെ വീട്ടിലുള്ള കണക്കത്തെ പെണ്ണാണ് ഞാനും. അപ്പൊ എന്നെ പറഞ്ഞതിൽ ആനന്ദം കണ്ടെത്തുന്ന സൈക്കോകൾക്കെല്ലാം തിരിച്ച് വീട്ടിലുള്ളവരെ പറയുമ്പോൾ എങ്ങനെ ആനന്ദം കണ്ടെത്താൻ പറ്റും? അങ്ങനെ ആനന്ദം കണ്ടെത്തുന്ന സൈക്കോൾക്കാണെങ്കിൽ പ്രശ്നമില്ല, അതങ്ങനെ തന്നെ കിടക്കും. പക്ഷെ ആനന്ദം കണ്ടെത്തുമ്പം അതിൽ സൈക്കോകളാണെന്നുള്ളത് PhD എടുക്കാൻ വേണ്ടി വല്ലതും ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതുപോലെ ആനന്ദം കണ്ടെത്തിയിട്ട് തന്നെ പോകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ക്രിസ്ത്യാനി എന്നുള്ള ലേബലിൽ നിങ്ങൾ ആരും എന്നെ വിശുദ്ധപ്പെട്ടം പ്രത്യേകിച്ച് തന്നിട്ട് ദൈവവചനം പറയുന്ന സഹോദരി, എല്ലാവരുടെയും ഒരു ഡയലോഗാണ് ഈ സഹോദരിയെക്കുറിച്ച്. പണ്ടൊക്കെ എനിക്ക് ദൈവവചനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ റീനയുടെ റൂട്ട് മാറിപ്പോകുന്നു. കുറച്ചങ്ങനെ മാറിയൊക്കെ പോകും. റൂട്ട് മാറേണ്ട സ്ഥലങ്ങളിൽ വരുമ്പോൾ മാറും. കാരണം എപ്പോഴും ഒരേ റൂട്ടിൽ ബ്രേക്ക് ഇടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഴി വരുമ്പോൾ ആ കുഴിക്കനുസരിച്ച് ബ്രേക്ക് ഇടണം. എന്നിട്ട് നോക്കണം ആ കുഴിയിൽ നിന്ന് എപ്പോഴാണ് ബ്രേക്കിൽ നിന്ന് എടുത്ത് ചാടി അപ്പുറത്ത് പോകുന്നതെന്നുള്ള നോക്കിപ്പോണം. ട്രാഫിക് വരുമ്പോൾ ട്രാഫിക്കിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ നിൽക്കണം. അങ്ങനെയൊക്കെ വേണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. അല്ലാതെ ഇങ്ങനെ എല്ലാ നേരവും ഇങ്ങനെ മീൻ ഒഴുകി പോകുന്നത് പോലെ ഒഴുക്കിനകത്ത് പോകാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എവിടെയെങ്കിലും പോയി മുട്ടി ചത്തുപോകും. എപ്പോഴും ഒഴുക്കിന് വിരോധമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഒഴുക്കിന് വിരോധമായിട്ട് എന്ത് ചെയ്യേണ്ടത്, നീന്തി പോകേണ്ടത്. പിടികിട്ടിയോ? ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഓടാൻ നിൽക്കരുത്, മീൻ ഓടുന്നത് പോലെ. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട്, റീന സഹോദരിയുടെ പണ്ടത്തെ പഠിപ്പിക്കലുകളൊക്കെ എൻ്റെ പണ്ടത്തെ പഠിപ്പിക്കൽ തന്നെയാണ് ഇപ്പോഴത്തെ പഠിപ്പിക്കലും, വലിയ മാറ്റങ്ങളൊന്നും ഇട്ടില്ല. പിന്നെ ഇടയ്ക്കൂടി എന്ത് ചെയ്തു, ഒരു കാര്യം കയറി വന്നു. എന്താ കാര്യം എന്നറിയണ്ടേ നിങ്ങൾക്ക്? എൻ്റെ സഹോദരങ്ങളാണ് യഹൂദന്മാർ. ഇപ്പം മനസ്സിലായോ? എൻ്റെ സഹോദരങ്ങളാണ് യഹൂദന്മാർ. ക്രിസ്ത്യാനികളായ ഏതെങ്കിലും വൃത്തികെട്ടവന്മാർക്ക് അങ്ങനെ എൻ്റെ സഹോദരങ്ങളോട് വെറുപ്പ് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനികൾക്കും ഇതേ മറുപടി തന്നെ ഞാൻ തരും. സുഡാപ്പികൾക്ക് എന്താണോ കൊടുക്കുന്നത് അതേ മറുപടി തന്നെ ക്രിസ്ത്യാനിക്കും തരും. അല്ലാതെ ക്രിസ്ത്യാനിയാണെന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാറില്ല, വെറുതെ വിടാറില്ല ഒരുത്തനെ. മനസ്സിലായോ? എൻ്റെ സഹോദരങ്ങളാണ് യഹൂദന്മാർ. അപ്പോൾ എൻ്റെ സഹോദരന്മാരെയും എൻ്റെ സഹോദരങ്ങളുടെ മക്കളെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും തീവ്രവാദികൾ ഒരു കുറ്റവും ചെയ്യാതെ അവരോട് മോശമായ രീതിയിൽ നരനായാട്ട് നടത്തിക്കൊണ്ട് പോവുകയും അവരെ ചൂട് മുടിക്കണമെന്ന് പ്ലാനും പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ട് വെല്ലുവിളിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കേണ്ട ഉത്തരവാദിത്വം കടമയും എനിക്കുണ്ട്.
എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും വിരോധമായിട്ട്, എൻ്റെ സഹോദരനും വിരോധമായിട്ട് തൊട്ടടുത്തുള്ള അയൽവാസി വന്നിട്ട് പച്ചയ്ക്ക് തെറി വിളിക്കുകയും ആഭാസം പറയുകയും അവരെ അധിക്ഷേപിക്കുകയും അവർക്കെതിരെ അവരെ കൊന്നൊടുക്കുവാനും അവരെ നശിപ്പിക്കുവാനും വേണ്ടി പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കണ്ടിരുന്ന് രസിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോ അല്ല ഞാൻ. ഇപ്പൊ പിടികിട്ടിയോ? അങ്ങനെ വല്ല ക്രിസ്ത്യാനി സൈക്കോകളും നാട്ടിലുണ്ടെങ്കിൽ ഈ സുഡാപ്പികൾക്ക് പോയി നിങ്ങൾ കുഴലൂതി കൊടുക്ക്. ഈ കോൺഗ്രസ്സുകാർക്കും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും പോയി നിങ്ങൾ കുഴലൂതി കൊടുക്ക്. പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല എന്ന് ഇവന്മാര് യഹൂദന്മാർക്ക് വിരോധമായിട്ട് ഒരു കുറ്റവും ചെയ്യാതെ അവരുടെ പാട് നോക്കി അവരുടെ രാജ്യത്താണ് അവർ ജീവിക്കുന്നത്. ഒരുത്തൻ്റെയും വീട്ടിനകത്ത് കയറി പോയിട്ടില്ല, ഒരുത്തൻ്റെയും രാജ്യത്തും കയറി പോയിട്ടില്ല, ഒരുത്തൻ്റെതും അവകാശം കൈയടക്കി വാഴാനും പോയിട്ടില്ല. അവർ കാലാകാലങ്ങളിൽ അവരുടെ അവകാശത്തിലേക്ക് അവർ മടങ്ങി വന്നു. അവരുടെ അവകാശത്തിൽ അവർ മടങ്ങി വന്ന് അവർ സ്വസ്ഥമായിട്ട് അവരുടെ അവകാശത്തിൽ താമസിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഈ മമ്മദ് കാമഭ്രാന്തന്റെ പറച്ചിലും കേട്ടിട്ട് ഈ തള്ളാഹു കുക്കുംബറും പറഞ്ഞു കൊടുത്തതിന്റെ തൂറാന്റെ പുസ്തകത്തിനകത്തുള്ള ആയത്തും കേട്ടിട്ട് ഇസ്രായേൽ ജനത്തെ മുഴുവനെയും കൊന്നൊടുക്കാമെന്നും ഇസ്രായേലിനെ നശിപ്പിക്കാമെന്നും ഇസ്രായേലിന്റെ പിടിച്ചെടുത്തുകൊണ്ട് ഇവിടെ പലസ്തീൻ ആധിപത്യം സ്ഥാപിക്കാമെന്നും തീവ്രവാദികൾക്ക് ഇവിടെ കയറി വളരാനുള്ള വിളനിലമാക്കാമെന്നും അല്ല ധാരണയും ഇവിടെ വെച്ചിട്ട് ചോദിക്കാനും പറയാനും ആരുമില്ല കേരളത്തിൽ. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങ് ഘോരം നിന്നുകൊണ്ട് യഹൂദന്മാരെ പച്ചയ്ക്ക് തെറിവിളിച്ചും ആഭാസം പറഞ്ഞും വൃത്തികേടുകൾ പറഞ്ഞും അവർക്കെതിരെ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയും രസിച്ചും ആനന്ദിച്ചും നിൽക്കാമെന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇനി ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. യഹൂദന്മാരെ അങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വേട്ടയാടാൻ ഇനി ക്രിസ്ത്യാനികൾ ഒരു ഭാഗം വിട്ടുതരത്തില്ല. മനസ്സിലായോ? ഇനി ക്രിസ്ത്യാനികളൊന്നുമല്ല, നിങ്ങൾ വിളിക്കുന്ന സംഘികളെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ, അവരും അതിന് സമ്മതിക്കത്തില്ല. മനസ്സിലായോ? കാരണം അവർ മനുഷ്യത്വമുള്ളവരാണ്. അവർക്കറിയാം തെറ്റേതാണ് ശരി ഏതാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും നിങ്ങൾ പറയുന്ന സംഘികളെന്ന് പറയുന്ന കൂട്ടർക്കും ഉണ്ട്. അതുകൊണ്ട് അവരും എന്ത് ചെയ്യത്തില്ല, യഹൂദന്മാരെ ചൊറിഞ്ഞു പോയാൽ അവരും കട്ടയ്ക്ക് തരും. അപ്പോൾ മാറിയും തിരിഞ്ഞും അത് വാങ്ങിക്കാൻ വേണ്ടി യഹൂദ വിരോധമുള്ള ക്രിസ്ത്യാനിയും കാത്തിരിക്കണം, ആ യഹൂദ വിരോധമുള്ള മുസൽമാനും കാത്തിരിക്കണം. അപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കും വേദനിച്ചിട്ടും വിഷമിച്ചിട്ടും ഒന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ശത്രുവിന് ശത്രു ആരാണ്? മിത്രം എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ സംഘികളെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് BJPയെ ഞാൻ അനുകൂലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശത്രു ഇസ്ലാമിക തീവ്രവാദമാണ്. പിടികിട്ടിയോ? എൻ്റെ ശത്രു ഞാൻ കുറച്ച് ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവളാണ്, മരക്കഴുതിയായിട്ട് ചിന്തിക്കുന്നവളല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ശത്രു എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ് എൻ്റെ ശത്രു. അപ്പോൾ എൻ്റെ ശത്രു ഇസ്ലാമിക തീവ്രവാദമായതുകൊണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് പാലും തേനും ഒഴുക്കി കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. കമ്മ്യൂണിസ്റ്റിൽ കിടക്കുന്ന കുറേ ക്രിസ്ത്യാനി എന്ന് പറയുന്ന അന്തംകമ്മികളും കോൺഗ്രസിൽ കിടക്കുന്ന കുറേ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കൊങ്ങികളും. മനസ്സിലായോ? പിടികിട്ടിയ ഇപ്പം കമ്മ്യൂണിസ്റ്റിൽ കിടക്കുന്ന കുറേ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അന്തംകമ്മികളും അതുപോലെ കുറേ ഹിന്ദുക്കളും പിന്നെ കോൺഗ്രസിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കുറെ കൊങ്ങികളും കുറെ ഹിന്ദുക്കളും അതിനകത്തുണ്ട്. സുഡാപ്പികൾ മൊത്തത്തിൽ എന്നും വിരോധമാണല്ലോ. ആർക്കെതിരെ? യഹൂദന്മാർക്കെതിരെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ടിരുന്നു കൊണ്ട് ഇസ്ലാം മത തീവ്രവാദികൾക്ക് പാലും തേനും മൂട്ടിക്കൊടുത്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളെ നിങ്ങൾ പോറ്റി പുലർത്താം. നിങ്ങൾക്ക് ഈ കേരളം അതിനുള്ള മണ്ണാണ്. അതുകൊണ്ട് കാലാകാലങ്ങളിൽ നമുക്ക് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾക്ക് പാലും തേനും ഒഴുക്കി കൊടുക്കുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും വന്ന് നൊന്തുപോകും. ആർക്ക് നോവും? കമ്മ്യൂണിസ്റ്റുകാർക്ക് നോവും. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിന് നോവും, അന്തംകമ്മികൾക്ക് നോവും. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്ങികൾക്ക് നോവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയ്ക്കും മാണിക്യമാണ്, മാണിക്യക്കല്ലാണ്. എന്തുകൊണ്ടാ? നമുക്ക് ഖജനാവിൽ നിന്നും കൈയിട്ട് പോരാൻ രാഷ്ട്രീയത്തിനകത്ത് നമുക്ക് പറ്റിയ ചരക്കുകളാണവര്. കാരണം മലദ്വാർ ഗോൾഡ് വഴിക്ക് ഗോൾഡുകൾ കടത്തുകയല്ലേ ഇങ്ങോട്ട്. അപ്പം നല്ല കൈയിട്ട് വരാൻ പറ്റിയ ചരക്കുകളാണ്. പിന്നെ കള്ളപ്പണം ഏതെല്ലാം വഴിയിലേക്ക് വരുത്താൻ പറ്റുമോ അതെല്ലാം ഇവിടെ വരുത്തുന്നുണ്ടല്ലോ. അപ്പോൾ പണത്തിന് പണം, മദ്യത്തിന് മദ്യം, ലഹരിക്ക് ലഹരി, എല്ലാം കൊണ്ടും കേരളത്തിലെ രാഷ്ട്രീയക്കാരെയൊക്കെ പരിപോഷിക്കാൻ പറ്റിയ മുത്തുകളാണ് ആര്?
ഈ സുടുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ പറഞ്ഞാൽ ആർക്ക് നോവുമെന്നറിയാമോ? അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമമോ വേദനയോ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വരും. ഷേവ് ഗാഷ, ഷേവ് പലസ്തീന്, ഷേവ് ലക്ഷദ്വീപ്, പിന്നെ ഷേവ് ഇസ്ലാം, ഷേവ് കുറെ ഉണ്ടല്ലോ. ഇപ്പം ഏക സിവിൽ കോഡ് വരുമ്പോഴത്തേക്കും അതിനും നമ്മൾ എണ്ണീക്കും. അവരെ നോവിച്ചുകൊണ്ട് അവരെ ഒന്നും തൊടാൻ പാടില്ല നമ്മളാരും. മനസ്സിലായോ? അന്തംഗമ്മികൾക്ക് ഇവരെന്തോ ഈ പൊക്കിൾക്കുടി ബന്ധം പോലെയാ അന്തംഗമ്മികൾക്ക്. അതുകൊണ്ടാണ് ആ കോട്ടുമാക്രിയുടെ ഫോട്ടോ ഞാൻ എന്ത് ചെയ്തത്, പോസ്റ്റ് ചെയ്തത്. മനസ്സിലായി? മുഹമ്മദ് ബിൻ പിണറായി ഹുസൈൻ എന്ന് പറഞ്ഞുകൊണ്ട്. അവന്റെ പേര് പിണറായി വിജയൻ എന്നല്ല, മുഹമ്മദ് ബിൻ പിണറായി ഹുസൈൻ എന്നാണ്. കാരണം ജീവിക്കുന്നതേ ആർക്ക് വേണ്ടിയിട്ട്? ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാ. മരുമകന് വേണ്ടിയിട്ടാ ഇപ്പൊ ജീവിതകാലം മുഴുവനും ഒഴിഞ്ഞു വെച്ചിരിക്കുക. ജീവിതം മുഴുവനും കേരളത്തിലുള്ളവർ എല്ലാവരെയും കൊണ്ടുപോയി ഇസ്ലാമിക ഖാലിഫേറ്റിന് ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിരിക്കുക. നിങ്ങൾ ആരും മതം മാറ്റിയൊന്നും കൊണ്ടുപോകണ്ട. ഞാൻ ഭരിച്ച് ഭരണാധികാരിയായിരുന്നു കൊണ്ട് ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും എല്ലാം കൊണ്ട് നിങ്ങളുടെ കൈക്കീഴിൽ കൊണ്ട് തന്നേക്കാം. അതുകൊണ്ടാണ് തെരുവിലിറങ്ങി ഇമ്മാർക്ക് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂന്നും കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നൊക്കെ പറയാനായിട്ട് തോന്നുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഷേവ് അയോധ്യയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം പിന്നെ എന്തുവാ അയോധ്യ ഇരുന്ന സ്ഥലത്ത് ബാബർ മസ്ജിദ് പൊളിച്ചിട്ട് അയോധ്യ പണിഞ്ഞത് കൊണ്ട് എന്തുവാ തിരിച്ച് ഇനി ബാബർ മസ്ജിദ് പണിഞ്ഞ സമയത്ത് മാത്രമല്ല, ഇനി കേരളത്തിൽ ഇന്ത്യക്കകത്ത് ഏതെല്ലാം ക്ഷേത്രങ്ങളും ഏതെല്ലാം ക്രിസ്തീയ പള്ളികളൊക്കെ ഇവന്മാർ പൊളിച്ച് അതിനകത്തെല്ലാം ഇവന്മാരുടെ പള്ളികൾ പണിത് വെച്ചിട്ടുണ്ടോ അതെല്ലാം തകർക്കണം, അതെല്ലാം നശിപ്പിക്കണം. നശിപ്പിച്ചിട്ട് തിരിച്ചെന്ത് ചെയ്യണം? അവരവരുടെ ആരാധനകളെ കൊണ്ടുവരണം. കാരണം ഇവന്മാരെ വളർത്തിവിട്ടതേ ഇങ്ങനെ കൊടുത്തിട്ടാണല്ലോ. അത് കണ്ടുപിടിക്കണം. സുപ്രീം കോടതിയിൽ കൊണ്ടുപോയതിന് തെളിവ് സഹിതം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹാഗിയ സോഫിയെ പിടിച്ചെടുത്തിട്ട് ഇസ്ലാമിക പള്ളിയായ ക്രിസ്ത്യാനികളുടെ ദേവാലയമായ ഹാഗിയ സോഫിയയെ നമ്മൾ പിടിച്ചെടുക്കും. ഹാഗിയ സോഫിയ പിടിച്ചെടുത്തിട്ട് അവിടെ നമ്മൾ പള്ളി വെച്ചിട്ട് തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. നമ്മന്റെ ആൾക്കാർ പറയുമ്പം ആഹാ, പിന്നെ ഇവര് ചെയ്താലോ ഓഹോ, ഇങ്ങനെയാണ് ട്യൂണ് മാറും. അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ട്രൗസറും അവരിട്ടാൽ വള്ളി നിക്കറും. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊന്നും അറിയാത്ത കുറെ പൊട്ട ക്രിസ്ത്യാനിയും കുറെ പൊട്ട ഹിന്ദുക്കളും ഈ തീവ്രവാദികൾക്ക് ഇന്നും കുടപിടിച്ചു കൊടുക്കുകയാണ്, അന്തംഗമ്മികളെ പോലെ. ഈ അന്തംഗമ്മികളും ഇസ്ലാമിക തീവ്രവാദികളും ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താണെന്നറിയാമോ? ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഈ മുഹമ്മദ് കാമഭ്രാന്തനെ പറഞ്ഞു കഴിഞ്ഞാൽ വെകിളിയിളകും. ഇതുപോലെ അന്തംഗമ്മികൾക്ക് പിണറായി ബിൻ ഹുസൈനെ പറഞ്ഞു കഴിഞ്ഞാൽ, മുഹമ്മദ് ബിൻ പിണറായി ഹുസൈനെ പറഞ്ഞു കഴിഞ്ഞാലും വെകിളിയിളകും. പറഞ്ഞു പിടികിട്ടിയോ നിങ്ങൾക്ക്? ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് മുഹമ്മദ് കാമഭ്രാന്തനെ പറഞ്ഞു കഴിഞ്ഞാൽ വെകിളിയിളകും. അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം അടിമകളാണ്. ഇതുപോലെ അന്തംഗമ്മികൾക്കും ഈ മുഹമ്മദ് ബിൻ പിണറായി ഹുസൈനെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്കും വെകിളിയിളകും. അവരും അതിനകത്ത് എന്ത് ചെയ്യാണ്? കമിഴ്ന്ന് കിടക്കുകയാണ്. കാരണം തലച്ചോറുണ്ട് കൊടുത്താൽ കഴിയുമോ ഇല്ല, ഞങ്ങൾ പാർട്ടി അടിമയാണ്, തലച്ചോറ് വേണ്ട എന്നങ്ങ് പറഞ്ഞു കളയും. ഈ പാർട്ടി അടിമകൾ അങ്ങനെയാണ്. അതുകൊണ്ട് ബുദ്ധിയും ബോധവും ഉദിച്ച ക്രിസ്ത്യാനിയോട് ഞാൻ പറയുക, ഹിന്ദുക്കളും വരുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിയും ബോധം വെച്ച ഹിന്ദുക്കളോടും ഞാൻ പറയുക, കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന് പറഞ്ഞതുപോലെ നീയൊക്കെ കൊണ്ടാലറിഞ്ഞേ പഠിക്കത്തുള്ളൂന്നുണ്ടെങ്കിൽ പിന്നെ കൊണ്ടാലറിഞ്ഞിട്ട് പഠിക്കാൻ സമയം കിട്ടത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ട് കിടക്കേണ്ടി വരും അവിടെ. പിടികിട്ടിയോ ഞാൻ പറഞ്ഞത്? കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്നാണ് സ്വാഭാവിക ചൊല്ല്. പക്ഷെ പിന്നീട് ഇത് ഇപ്പോൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൊണ്ട് കിടക്കത്തേ ഉള്ളൂ. കൊണ്ടറിയാനുള്ള സമയമൊന്നും കിട്ടത്തില്ല, അറിഞ്ഞൊന്നും രക്ഷപ്പെടാനുള്ള സമയമൊന്നും പിന്നെ കിട്ടത്തില്ല. മനസ്സിലായോ? കൊണ്ടവിടെ കിടക്കും നീയൊക്കെ. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ബുദ്ധിയും ബോധവും ഉദിച്ചവരായിട്ട് അങ്ങ് മാറ്. അപ്പൊ പറയുന്നതാണ്, എൻ്റെ പ്രിയ സഹോദരിക്ക് അറിയത്തില്ല, BJP രാഷ്ട്രീയം പിടിച്ചെടുത്തു കഴിഞ്ഞാലും BJPക്കാർക്കും ഒരു അജണ്ടയുണ്ട് കേട്ടോ. BJPക്കാർക്ക് ഒരു അജണ്ട ഉണ്ടല്ലോ, എനിക്കറിയാമല്ലോ BJPക്കാർക്ക് അജണ്ട ഉണ്ടെന്ന്. എന്തോരുടെ അജണ്ട എന്ന് ഞാൻ പറയട്ടെ? BJPക്കാരുടെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം. ഇതാണ് BJPക്കാരുടെ അജണ്ട. അതിനിപ്പോ വല്ല കുഴപ്പമില്ല ഉണ്ടോ? അല്ല, അറിയാണ്ട് ചോദിക്കുക, വല്ല കുഴപ്പമില്ല ഉണ്ടോ? അത് സഹോദരി, നമ്മൾ BJPക്കാർ ഇങ്ങനെ അവരാധിപത്യം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവവേല ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. എവിടെ ഇരുന്ന് ആരാധിക്കണം? നമുക്ക് എവിടെയാ ദൈവത്തെ ആരാധിക്കേണ്ടത്?
നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടി പിന്നെ സ്വാതന്ത്ര്യത്തോടു കൂടി ആരാധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നീ ഒന്നും ഒരുത്തൻ്റെയും വീട്ടാന്തോറും കയറി ഇറങ്ങി മതപരിവർത്തനം നടത്താതിരുന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി നിന്റെയൊക്കെ വീടുകളിൽ നിന്ന് ആരാധിക്കാം, നിന്റെയൊക്കെ പള്ളികളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാം. പെന്തക്കോസുകാരേ ഉള്ളു കുഴപ്പമായിട്ട്. ഈ വീട്ടാന്തോറും കയറി ഇറങ്ങിയ ചരക്കുകളേ ഉള്ളു പ്രശ്നം. ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല. അവരവരുടെ പള്ളികളിൽ അവർക്ക് പോയി പ്രാർത്ഥിക്കുന്നതിനും അവരവരുടെ പള്ളികളിൽ പോയി അവരവർ ദൈവത്തെ വിളിക്കുന്നതിനൊന്നും അവരാരെയും വിലക്കിയിട്ടൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളും എല്ലാവരും വിളിക്കുന്നത് പോലെ ഒരു ദൈവത്തെയല്ലേ വിളിക്കുന്നത്? അല്ല, നിങ്ങൾ വിളിക്കുന്ന ദൈവം അങ്ങ് ഡയറക്റ്റ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആളൊന്നുമല്ലല്ലോ. സഹോദരി ദുരുപദേശം പഠിപ്പിക്കുന്നു യേശു ക്രിസ്തു സ്വർഗത്തേക്ക്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളാരാണ്? അതും കൂടി കേട്ടാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. യേശു ക്രിസ്തു ആരാണ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി തന്ന ഒരാളുടെ പേരല്ലേ യേശു ക്രിസ്തു? ആക്ച്വലി അതാണോ ദൈവം? നിങ്ങളുടെ ദൈവം അതാണോ? നിങ്ങൾ യേശു ക്രിസ്തു എന്നും ജീസസ് എന്നൊക്കെ വിളിക്കുന്നത് ആരെയാ? എനിക്ക് മനസ്സിലാക്കാത്തോണ്ട് ചോദിക്കുക. നിന്നെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പഠിപ്പിച്ചവന് നേരാവണ്ണം ദൈവത്തിന്റെ പേരറിയത്തില്ല. നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകാനിരിക്കുന്നത്? എനിക്കതാ മനസ്സിലാകാത്ത. നിങ്ങളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിളിച്ചവന് നിങ്ങളെ വിളിച്ച ദൈവത്തിന്റെ പേര് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവത്തിങ്ങളുടെ പേര്, അവരുടെ കുറെ ദൈവങ്ങളുടെ പേരെങ്കിലും അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിന്റെ പേരറിയാവോ ഇത്രയും കാലമായിട്ടും? അല്ല അറിയാണ്ട് ചോദിക്കുക. ക്രിസ്ത്യാനിയെ മരപ്പൊട്ടന്മാരെ, നിനക്കൊക്കെ നിന്റെ ദൈവത്തിന്റെ പേരറിയാമോ ഇത്രയും കാലമായിട്ടും? അപ്പൊ പറയും, അതെന്തുവാ സഹോദരി അങ്ങനെ പറഞ്ഞു? എന്റെ കർത്താവിന്റെ ദൈവത്തിന്റെ പേരെന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്നാണ്. ആണോ? ആര് വെച്ച പേര്? അമ്മച്ചി കൊണ്ട് മടിയിൽ വെച്ചിട്ട് തന്ന പേരോ? അതോ അച്ഛൻ പള്ളിക്കകത്തിട്ട് പേരോ? കുർബാന കൊടുത്ത്? പോപ്പ് കൊടുത്ത പേരായിരിക്കും അല്ലേ? പോപ്പ് സ്നാനം മുക്കി കൊടുത്ത പേരാണോ യേശു ക്രിസ്തു? അത് ജീസസ് എന്നാണ് പേര്. ഏത് ജീസസ്? ആര് കൊടുത്ത് ജീസസ് എന്നുള്ള പേര്? പോപ്പ് കൊണ്ടുപോയി വെള്ളം സ്നാനം മുക്കി കൊടുത്ത പേരോ? അതോ പള്ളിയിൽ അച്ഛന്മാർ കൊണ്ടുപോയി മുക്കി കൊടുത്തോ? അതോ പാച്ചർ മുക്കി കൊടുത്ത പേരോ ജീസസ് എന്നുള്ള പേര്? യേശു, ഈശോ, ഉണ്ണിയേശു, കൈകെട്ടി ഈശോ, അല്ലെ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ പേര് കണ്ടുപിടിച്ച് വന്നിട്ട് പറ. നീയൊക്കെ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവന് നേരാവണ്ണം നിന്റെ ഒന്നും ദൈവത്തിന്റെ പേര് പോലും അറിയത്തില്ല. വൃത്തികെട്ട ജന്മങ്ങളെ, തലച്ചോറില്ലാത്തവന്മാരെ, വിവിടം കെട്ടവന്മാരെ, നിന്നെ പാച്ചർമാരെന്നും പുരോഹിതന്മാരെന്നും കുറച്ചു പേരെല്ലാം നിന്നെ വിളിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് നിന്നെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. നീ ആദ്യം പോയിട്ട് നിന്റെ ദൈവത്തിന്റെ പേരെങ്കിലും പഠിക്കടാ. പോയിട്ട് വിവരം കെട്ടവന്മാരെ, തോന്നുന്ന പേരുകളിലിട്ട് വിളിച്ചുകൊണ്ട് ഏത് ദൈവത്തിലെടുത്താ പോകുന്നതെന്ന് പോലും നിനക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് നിന്നോടൊക്കെ, അന്നാളിൽ നിങ്ങൾ എന്നോട് വന്നിട്ട് പറയും, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. അപ്പൊ കർത്താവ് എന്നാ പറയും? അങ്ങനെയൊക്കെ ചെയ്തായിരുന്നോ? ഞാൻ ഒരു നാളും അറിയുന്നില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു? കർത്താവ് ചോദിച്ച ചോദ്യമാ. എനിക്കറിയില്ല, ഞാനൊരു നാളും നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ഈ അത്ഭുതം ചെയ്തത് ആരുടെ പേരിലാണ് മക്കളെ? യേശു ക്രിസ്തു തൊടട്ടെ നിന്നെ, പോ സാത്താനെ, പോ യേശുവിന്റെ നാമത്തിൽ പോ. നീ അത്ഭുതം ചെയ്ത ആരുടെ പേരില? ട്വിസ്റ്റ് അല്ലേ? ട്വിസ്റ്റ് അല്ലേ? നീ ആരുടെ പേരില അത്ഭുതം ചെയ്തേ? സഹോദരി യേശു ക്രിസ്തു, ജീസസ്, ഇൻ ദ നെയിം ഓഫ് ദ ജീസസ് ഐ വിൽ ടെൽ യു, യു വിൽ ബി ഹീൽഡ്. നീ ആരുടെ പേരില? നിന്നെ അറിയത്തില്ലെന്ന് കർത്താവും പറഞ്ഞല്ലോ. അന്നാളിൽ അവർ എന്നോട് വന്ന് പറയും, ഞങ്ങൾ അത്ഭുതം ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, ഞങ്ങൾ അതും ഇതുമൊക്കെ ചെയ്തു, കർത്താവേ നിന്റെ നാമത്തിലെല്ലാം ചെയ്തു. കർത്താവ് പറഞ്ഞു, എനിക്ക് ഒരു നാളും നിങ്ങളെ അറിയില്ല. കർത്താവിന്റെ പേരിലൊക്കെ നിങ്ങൾ ചെയ്തപ്പോ കർത്താവ് കള്ളം പറയാൻ കൊള്ളാവോ? കർത്താവ് കള്ളം പറയാനായിട്ട്? ആദ്യം പോയി നീയൊക്കെ ഈ ക്രിസ്ത്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിനകത്ത് വന്നിട്ട് ഭയങ്കര ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞില്ല. ഏത് കർത്താവ് പറഞ്ഞു? ആ കർത്താവിന്റെ പേര് പോയി പഠിച്ചിട്ട് വാ. നീയൊക്കെ ആദ്യം നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്താണെന്ന് കണ്ടെത്തിയിട്ടെങ്കിലും വാ. കേരള മലയാളി നസ്രായനായ യേശു എന്നൊരു പേരില്ല. അത് നിങ്ങൾ കൊടുത്ത പേരല്ലേ? കർത്താവിന് അങ്ങനെ ഒരു പേരില്ല മക്കളെ.
മനസ്സിലായോ? കർത്താവിന് അങ്ങനെ ഒരു പേരില്ല. നിങ്ങൾ ഓരോ പേരുകൾ നിങ്ങളിട്ട്, ഇപ്പൊ ഒരു പട്ടിയെ പിടിച്ചോണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവച്ചു, അതിന് നിങ്ങൾ ഓരോരുത്തരും ഓരോ പേരിട്ട് വിളിച്ചു എന്ന് പറഞ്ഞത് കണക്ക് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ പേരുകൾ ഇടുകയാണ്. തോന്നിയ പേരുകൾ ഇടുകയാണ് നിങ്ങൾ. ഒരുത്തൻ ജീസസ് എന്നിടും, ഒരുത്തൻ യേശു എന്നിടും, ഒരുത്തൻ നസ്രായൻ യേശു എന്നിടും, ഒരുത്തൻ ഈശോ എന്നിടും. ഇങ്ങനെ ഓരോരുത്തർ ഓരോ പേരിടുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന്റെ പേര് കണ്ടെത്തണ്ടേ? നിങ്ങൾ ദൈവത്തിന്റെ പേരറിഞ്ഞിട്ടാണ് വിളിക്കുക. ക്രിസ്ത്യാനി, നാണം കെട്ടവനെ, നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ? തോന്നുന്നില്ലേടാ നിനക്കൊക്കെ? നീ വിളിക്കുന്ന ദൈവത്തിന്റെ പേരെന്തെങ്കിലും നിന്റെ പാസ്റ്റർമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നിനക്കൊക്കെ നിന്റെ ദൈവത്തിന്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിന്റെ പുരോഹിതൻ പറഞ്ഞു തന്നിട്ടുണ്ടോ നിനക്ക് പേര്? അപ്പൊ ദൈവത്തിന്റെ പേര് പോലും അറിയാതെ നീയൊക്കെ കൂടിച്ചേർന്നിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരാണ്, കർത്താവേ നിന്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു കർത്താവേ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. അപ്പം നിങ്ങൾ എവിടെയോ വീര്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്, പക്ഷെ കർത്താവിന് അറിയത്തില്ലെന്നേ ഉള്ളൂ. അപ്പം വീര്യപ്രവൃത്തി ചെയ്തത് നിന്റെ നാമത്തിൽ എന്ന് അവിടെ പറഞ്ഞപ്പോൾ ആരുടെയോ നാമത്തിൽ നിങ്ങളത് ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സാക്ട്ലി അതല്ലേ സംഭവിച്ചത്? നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തി ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, എന്തൊക്കെ ചെയ്തു എന്നറിയാമോ കർത്താവ് എവിടുത്തെ നാമത്തില്? കർത്താവ് പറഞ്ഞു എനിക്കറിയില്ല നിങ്ങളെ. അപ്പോൾ ഏതോ ഒരു നാമം അവരുപയോഗിച്ച് അങ്ങ് ചെയ്തു. ആ നാമമാണ് അവരുപയോഗിച്ച നാമമാണ് ഒരു കൂട്ടർ യേശു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്ഭുതം നടന്നു. അപ്പൊ ഇവരെല്ലാം ക്രിസ്ത്യാനിയെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു. സഹോദരി എന്തുവാ പറയുന്നത്? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു. കർത്താവ് പറഞ്ഞു എനിക്കറിയത്തില്ലെന്നാ കർത്താവ് പറഞ്ഞത്. ട്വിസ്റ്റ് വന്നല്ലേ? അപ്പൊ നീയൊക്കെ അത്ഭുതം പ്രവർത്തിക്കാൻ ഉപയോഗിച്ച നാമത്തിൽ ആര് കയറി ഇരുന്നാണ് അത് ചെയ്തേന്നുള്ളത് നീയൊക്കെ തലച്ചോറ് വെച്ച് ചിന്തിച്ചാൽ അറിയാം അവിടെ ആരാണ് നിങ്ങളെ വഴിതെറ്റി കൊണ്ടുപോയത്. ദൈവമല്ലാത്ത ഒന്നിനെ ഭജിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത പേരിനകത്ത് അവൻ കയറി ഇരുന്നു, അത്ഭുതം ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പൊ പിടികിട്ടിയോ? നിസ്സാരമാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബുദ്ധിബലം ഏതെങ്കിലും തലച്ചോറ് കത്തിയോ? ഞാനിപ്പോ പറഞ്ഞ കാര്യം കത്തിയില്ല അല്ലേ? നീ ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അറിയത്തില്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു പേര് ഒരു ദൈവത്തിന് കൊണ്ടിട്ടു. നിങ്ങൾ ആ ഒരു പേര് ആ ദൈവത്തിന് കൊണ്ടിട്ടിട്ട് നിങ്ങൾ ആ പേരിൽ ദൈവമേ ദൈവമേ യേശുവേ 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 നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ദൈവത്തിന്റെ പേരല്ലാതിരിക്കുമ്പോൾ ആ പേരിൽ അവൻ വരും. ആ പേരിൽ അവൻ കയറിയിരിക്കും. അവൻ അത്ഭുതം ചെയ്യും, അവൻ അടയാളം ചെയ്യും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ പേരിലാണ് അത്ഭുതം നടന്നതെന്നും അടയാളം നടന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പേരിൽ നടക്കുന്ന ആളെ ദൈവം എന്ന് വിശ്വസിച്ച് നിങ്ങൾ അങ്ങ് ഭജിച്ചുകൊണ്ട് നടക്കും, ആരാധിച്ചുകൊണ്ട് നടക്കും. ആക്ച്വലി അതിനകത്ത് കയറി ഇരുന്നവൻ ആരാണെന്ന് ഇന്ന് വരെ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് ഈ കാണിച്ചു തന്ന മുഴുവനും ആരെയാ? നീ ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം കുട്ടിഭൂതത്തെ കണക്ക് വിളിച്ചുകൊണ്ട് ചെയ്യിപ്പിച്ചത് മുഴുവനെ ആരെയാണ് നിനക്ക് മനസ്സിലായോ? നീ വിളിക്കുന്നിടത്ത് വന്ന് നിനക്ക് കുട്ടിഭൂതത്തെ പോലെ ചെയ്തു തരുന്ന ആളല്ല നീ പറയുന്ന എൻ്റെ കർത്താവ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാലം കർത്താവ് പറയുന്ന ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങളവിടെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, നിങ്ങളവിടെ ലോകസൗഖ്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങളവിടെ മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെയാ നിങ്ങൾ ചെയ്തതെന്നറിയാമോ? അത് ആരുടെ നാമത്തില? നിന്റെ നാമത്തിൽ നിന്ന് കർത്താവിനോട് പോയി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, നിങ്ങൾ എൻ്റെ നാമത്തിലല്ല അത് ചെയ്തത്. അയ്യോ പണി വെള്ളത്തിൽ കിട്ടിയല്ലോ മക്കളെ. അപ്പൊ ആരുടെ നാമത്തിലാണ് ഇത്രയും കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ക്രിസ്ത്യാനിക്ക് ഭയങ്കര മോഹം. ക്രിസ്ത്യാനി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വിളിക്കുന്ന ദൈവമാണ് സർവശക്തനായ ദൈവം. നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് എൻ്റെ കർത്താവിന് അറിയത്തില്ല. എക്സാക്ട്ലി നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് എൻ്റെ കർത്താവിന് അറിയത്തില്ല. നിർമ്മല സൈമൻ, ബൈബിളിൽ യേശു, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് കർത്താവിന് കുഴപ്പമുണ്ട് വല്ലതും പറയാൻ പറ്റുമോ? ഇപ്പം എൻ്റെ പേര് റീന എന്നാണ്. ഞാൻ തഹസീൽദാറിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി അപേക്ഷാ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു.
റീന എന്നുള്ള പേരിൽ. ആ തഹസിൽദാർ എഴുതി തന്നപ്പോഴത്തേക്കും റാണി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും ആ പേരും കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടുപോയി പാസ്പോർട്ട് അപേക്ഷിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ പേരിൽ എനിക്ക് പാസ്പോർട്ട് തരുമോ? റാണി എന്നുള്ള പേരിൽ ഞാനാണോ കുറ്റക്കാരൻ? തഹസിൽദാർ എനിക്ക് റാണി എന്നുള്ള പേരിൽ എഴുതി തന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ദൈവം എന്ന് വിചാരിച്ചൊരു നാമത്തിൽ നിങ്ങൾ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്. ഒരുത്തൻ യേശു എന്ന് വിളിക്കുന്നു, ഒരുത്തൻ ജീസസ് എന്ന് വിളിക്കുന്നു, ഒരുത്തൻ എന്തുവാ മസി എന്ന് വിളിക്കുന്നു, വേറൊരുത്തൻ എന്തുവാ യേശു എന്ന് വിളിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ നിങ്ങൾ ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ പേരുകളൊന്നും അല്ലെന്നേ. എടാ, നിങ്ങൾ വിളിക്കുന്ന പേരിനകത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരുന്ന വേറൊരുത്തനാണ്. നിങ്ങൾ ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് വിശ്വസിച്ച് ഭജിക്കുകയാണ് പോയിരുന്നിട്ട്. നിങ്ങളുടെ അജ്ഞതയും നിങ്ങളുടെ അന്ധതയും മറ്റുള്ളവരെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്കില്ല. പിന്നെയായിരുന്നിട്ട് ക്രിസ്ത്യാനി പറയുന്നത്, ഓ സഹോദരി, നീ ദൈവവചനത്തിലും യേശു പഠിപ്പിച്ചതാണ്. യേശു പഠിപ്പിച്ചു? ഏത് യേശു പഠിപ്പിച്ചു? യേശു എന്ന് പറയുന്ന ഒരാൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല പ്രിയ സഹോദരങ്ങളെ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യനെ നോക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ദൈവത്തിന്റെ പേരാദ്യം പഠിക്ക്. നിങ്ങളുടെ ദൈവത്തിന്റെ പേര് യേശുവാ. എന്താണ്? ക്രിസ്ത്യാനിയെ, നിന്റെ കർത്താവിന്റെ പേരെന്താണ്? യേശുവാ. അവന് യേശുവാ എന്ന് പേരിട്ടു. നിങ്ങൾക്ക് വേറൊരു രസം കേൾക്കണോ? 118 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം. നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും സന്തോഷത്തിന്റെയും ഘോഷമുണ്ട്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും സന്തോഷത്തിന്റെയും ഘോഷമുണ്ട്. സത്യത്തിൽ ഉല്ലാസത്തിന്റെയും സന്തോഷത്തിന്റെയും ഘോഷമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഉല്ലാസത്തിന്റെയും രക്ഷയുടെയും ഘോഷമുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുവാണ്? നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും രക്ഷയുടെയും ഘോഷമുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഹീബ്രു എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? കോൾ റീന യേശുവാ. എങ്ങനെയാ? കോൾ റീന യേശുവാ. കണ്ടോ? റീന ഫ്രാൻസിസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു എടുപ്പുള്ളത് പോലെ എൻ്റെ അപ്പൻ്റെ പേര്, എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പേര് എൻ്റെ പേരിൻ്റെ കൂടെ കൂട്ടിക്കെട്ടി എഴുതി വെച്ചിരിക്കുക. 118 സങ്കീർത്തനം 15 വാക്യത്തിൽ. കോൾ റീന യേശുവാ, കോൾ റീന യേശുവാ ബെഹോലെ സദിക്കീം, കോൾ റീന യേശുവാ, കോൾ റീന യേശുവാ ബെഹോലെ സദിക്കീം. യമീൻ 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 ഹശേം ഓസേഹായിൽ. 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 അങ്ങനെ ദൈവവചനത്തില് നമുക്കെല്ലാം ഭയങ്കര പ്രൗഢിയല്ലേ? നമ്മുടെ പേരിന്റെ കൂടെ നമ്മുടെ അപ്പന്റെ പേരിങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അപ്പൻ ഭയങ്കര പ്രധാനമന്ത്രിയോ വലിയ ആളൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പന്റെ പേര് നമ്മുടെ പേരിന്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രൗഢിയാണ്. ഇതുപോലെ എൻ്റെ പേരിന്റെ അപ്പന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിനകത്ത്. മനസ്സിലായോ? 118 സങ്കീർത്തനം അതിന്റെ 15 വാക്യത്തിൽ റീന യേശുവാ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആഹാ, ഇതിൽ കൂടുതൽ പ്രൗഢി എന്ത് വേണം എനിക്ക്? എന്നാലോചിച്ചേക്ക്. റീന യേശുവാ എന്ന് പറഞ്ഞു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എൻ്റെ അപ്പൻ്റെ പേര് എൻ്റെ ഒപ്പം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യാനിയെ, മൂഢജാതിയെ, ഇനിയെങ്കിലും നിന്റെ ദൈവത്തെ ഒന്ന് അന്വേഷിക്കാൻ പഠിക്ക്. നിന്റെ പാച്ചർ പഠിപ്പിച്ചതും നീ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു വീണതിൻ്റെയും പേരിൽ അതിനകത്ത് തന്നെ തത്തി പൊട്ടത്തവളെ പോലെ കിടക്കാതെ, അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നീതിമാനെന്ന് ബുദ്ധിമാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നീ ക്രിസ്ത്യാനായിട്ട് ജനിച്ചതുകൊണ്ട്, നീ കത്തോലിക്ക സഭയിൽ കടന്നതുകൊണ്ട്, അല്ലെങ്കിൽ നീ ബെന്തക്കോസിൽ ജനിച്ചതുകൊണ്ട്, ഇല്ലെങ്കിൽ ബെന്തക്കോസുകാരുടെ കയ്യിൽ പോയി നിന്നെ കിട്ടിയതുകൊണ്ട്, നീ ഓർത്തഡോക്സിൽ കിടന്നതുകൊണ്ട്, യാക്കോബറ്റിൽ പോയെത്തിയത് കൊണ്ട്, നീ ഇങ്ങനെയൊക്കെ ജനിച്ചു വളർന്നത് കൊണ്ട് അവർ പഠിപ്പിച്ചതൊന്നൊക്കെയാണ് സത്യം എന്ന് വിചാരിച്ച് നടക്കുന്ന പൊട്ടാ, നിന്നോടാ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന
ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സത്യം പറഞ്ഞ ഈ 118 സങ്കീർത്തനം 15 വാക്യം ഞാൻ വായിച്ചതിന് ശേഷം എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് വേണം പറയുവാനായിട്ട്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും രക്ഷയുടെയും ഘോഷമുണ്ട്. കോൾറീന യേശുവ, കോൾറീന യേശുവ ബെഹോൽ സദിക്കീം, കോൾറീന യേശുവ, കോൾറീന യേശുവ ബെഹോൽ സദിക്കീം. റീന എന്ന് പറയുന്ന ഈ പദം, ഈ വേർഡ് റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് എന്നാണ്, ഉല്ലാസ സന്തോഷത്തിനൊക്കെ ആർപ്പിൻ്റെയൊക്കെ എന്താ പറയുന്ന വേർഡാണ് റീന എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിളിൽ നമുക്ക് പഴയ നിയമത്തിലാണെങ്കിൽ കുറേ ഇടത്ത് റീന 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 നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സന്തോഷം, നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റി ആനന്ദ സന്തോഷം ഞാൻ നിങ്ങളെ ധരിപ്പിക്കും എന്നൊക്കെ പറയുന്നിടത്തെല്ലാം എഴുതിയിരിക്കുന്ന റീന എന്ന് തന്നെയാണ്, റീന റീന എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ അപ്പൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, റീന യേശു. വാവ്, ഇതിൽ കൂടുതൽ എന്താ പ്രിയ സഹോദരങ്ങൾ എനിക്ക് വേണ്ടത്? അത് ബൈബിളിനകത്ത് കിടക്കും, റീന യേശുവ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, എനിക്ക് വയ്യ അപ്പച്ചാ, തങ്കം. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്ക്, നിങ്ങളുടെ കർത്താവ് ആര്? നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്തെങ്കിലും പഠിക്കുക. അല്ലാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ പേര് പോലും അറിയാത്ത പൊട്ടന്മാരെ എന്നെ വന്ന് ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോകത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിന്റെ പേര് പോലും അറിയാത്തവന് എങ്ങനെ വചനത്തിന്റെ ജ്ഞാനം ഗ്രഹിക്കാൻ പറ്റും? എങ്ങനെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും? വചനത്തിന്റെ ജ്ഞാനം നിങ്ങൾക്ക് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? വചനത്തിന്റെ സത്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഇതുവരേക്കും അന്വേഷിച്ച് നിങ്ങളുടെ ദൈവത്തിന്റെ നാമം പോലും തിരക്കി പോയിട്ടില്ല. ഈ ബൈബിളിൽ മലയാള ബൈബിളിൽ എഴുതി വെച്ചു. മലയാള ബൈബിളിൽ അവനെന്ന് എഴുതി വെച്ചാൽ അവനെന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എല്ലാവനും. അപ്പൊ പോലും അവന്റെ ബുദ്ധി ചിന്തിക്കത്തില്ല, അയ്യോ അവനെന്ന് എഴുതി വെക്കുന്ന സ്ഥലത്ത് അയ്യോ അവനെന്ന് വിളിക്കാൻ കൊള്ളത്തില്ല, മര്യാദ കെട്ട വാക്കാണ്, നമ്മളതുകൊണ്ട് അവിടുന്ന് എന്ന് പറഞ്ഞ് വിളിക്കാം എന്നെങ്കിലും നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെങ്കിലുമൊക്കെ ഇല്ല. അവനെന്ന് എഴുതി വെച്ചാൽ അവനെന്ന് തന്നെ നിങ്ങൾ വായിക്കും. അവനെന്ന് വെച്ചാൽ അവനെന്ന് തന്നെ വായിക്കും. ഇവനെന്ന് പറഞ്ഞാൽ ഇവനെന്ന് തന്നെ നിങ്ങൾ എഴുതി വെച്ച് വായിക്കും. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ന് തന്നെ പറയത്തുള്ളൂ, നിങ്ങൾ വായിക്കത്തുള്ളൂ. അപ്പോഴും നിങ്ങൾ ചിന്തിക്കത്തില്ല അങ്ങയുടെ എന്ന് നമുക്ക് പറഞ്ഞേക്കാം. ഓക്കെ, ബൈബിളിൽ എന്തുവാ എഴുതി വെച്ചു, ട്രാൻസ്ലേറ്റ്. ഇതുവരെയ്ക്കും ഒരുത്തനും ചോദിക്കാനും പറയാനുമില്ല. വൃത്തികെട്ടവന്മാരെ, ക്രിസ്ത്യാനിയെ, പിണറായി എന്ന് പറയുന്ന ഈ സുഡാപ്പി നേതാവിനെ കുറിച്ച് ഒരു പുസ്തകം ഒരുത്തനെ എഴുതിയെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അവൻ എഴുതിയെന്ന് തന്നെ ഇരിക്കട്ടെ, അവൻ മലയാളത്തിൽ കൊണ്ടുപോയി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇംഗ്ലീഷിലാണ് അത് എഴുതിയത്. അതിനകത്ത് അവൻ ഇവിടെ വന്നു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഹി കെയിം ഹിയർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, അവൻ വന്നു ഇന്ന വർഷത്തിൽ ഇവിടെ പ്രസംഗിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെല്ലാം കൂടി ഇംഗ്ലീഷ് ഭാഷ മലയാളത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നല്ലേ. അപ്പോൾ പിണറായി വിജയൻ അവൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവോ? എന്തുകൊണ്ട് ചെയ്യത്തില്ല? അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്കറിയാം. ഇംഗ്ലീഷിൽ ഹി എന്ന് കൊടുത്താൽ അതിനൊരു വേർഡിന്, ആ പദത്തിന് അങ്ങനെയേ കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട്. പക്ഷെ മലയാളത്തിൽ ആള് വേറെയാണ്, ആള് മാറുകയാണ്. മലയാളത്തിൽ വരുമ്പോൾ ആള് മാറുകയാണ്. മലയാളത്തിൽ കുഞ്ഞു വാവയല്ല. മലയാളത്തിൽ വരുമ്പോഴത്തേക്കും ഈ പിണറായി എന്ന് പറയുന്ന വിജയനെ, ഈ സുഡാപ്പി നേതാവിനെ കുഞ്ഞായിട്ടല്ല അവിടെ അഭിസംബോധന ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെയോ റെസ്പെക്റ്റുള്ള ആ പദവിയിലേക്ക് വരികയാണ്. അപ്പോൾ ആളല്ല നോക്കുന്ന, പദവിയാണ് നോക്കുന്നത്. അപ്പോൾ ഹി എന്നുള്ള മലയാളത്തിലെ വേർഡിലെ അവനെന്ന് പറയാതെ അദ്ദേഹം ഇവിടേക്ക് വന്നു, അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ നീയൊക്കെ മലയാളത്തിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനിരിക്കുന്ന മരക്കോന്തന്മാര്, നീയൊക്കെ നക്കാപ്പിച്ചയ്ക്ക് കിട്ടാൻ വേണ്ടി ഒരു പുസ്തകം അടിച്ചു വിടുന്നത് പോലെ ഇന്ന് അടിച്ചു വിടുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. നിന്റെയൊക്കെ ആ ദൈവവചനത്തോടുള്ള ആ മര്യാദയും ദൈവവചനത്തെ നീയൊക്കെ കൈകാര്യം ചെയ്യുന്നതും ദൈവവചനത്തെയൊക്കെ നീയൊക്കെ കൈകാര്യം ചെയ്യുന്നതും വെറും കേവലമായിട്ട് ഇതൊന്നും ഒരുത്തനും ചോദിക്കാനും പോകത്തില്ല.
ഇതൊന്നും തിരുത്തണമെന്നോ ഇതിനെ ഒന്ന് നേരെയാക്കണമെന്നോ ഇതിനെ ഒന്ന് ഡെവലപ്മെൻറ്റ് ചെയ്ത് ഈ അച്ചടി ഭാഷയിലൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇനിയെങ്കിലും അടിക്കുന്ന ബൈബിളുകളിലെല്ലാം വ്യത്യാസം വരുത്തിക്കൊണ്ട് അവനെന്നുള്ള പദങ്ങൾക്കെല്ലാം മാറ്റം വരുത്താമെന്നൊന്നും അതിനൊന്നും നമ്മൾ പോകത്തില്ല. നമ്മൾ ആ ബൈബിളിനകത്ത് തപ്പിപ്പിറക്കും. എവിടെയാണ് ദശാംശം നമുക്ക് അടിച്ചു മാറ്റാനുള്ള, പൈസ അടിച്ചു മാറ്റാനുള്ള വചനങ്ങളൊക്കെ എവിടെ കിട്ടും? കൊടുത്തോ നിനക്ക് കിട്ടും. ഓ 100 മടങ്ങ് കൊടുക്ക്, വിധവയുടെ കാശ് കണ്ടില്ലേ, ഓ ആകാശത്തിലെ ഭണ്ഡാരങ്ങളിൽ ദൈവം നീ എന്തുവാ നിന്റെ കിളിവാതിലുകളെ തുറന്നു പോരാതെ വണ്ണം ദശാംശം കൊടുക്കുന്നവനൊക്കെ ദൈവം വാരിക്കോരി അനുഗ്രഹിക്കും. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലയോ, ഓ മെതിക്കുന്ന കാളയ്ക്കും സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണമെന്ന് ഇവൻസിൽ എതിരിക്കുന്നവൻ, ഇതെല്ലാം തപ്പി പിടിക്കും നമ്മൾ. അതിനൊക്കെയാണ് നമുക്ക് സമയമായത്. നമുക്ക് അതിനേ സമയമുള്ളൂ. നമ്മൾ അതിനെല്ലാം സമയം കണ്ടെത്തി നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ട് നമ്മൾ പോരാട്ടം കഴിക്കും. അതിനെതിരെ ആരെങ്കിലുമൊക്കെ വചനവുമായിട്ട് വന്നു നോക്കി ഘോരം വരും. കുറെ നായ്ക്കൾ, ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്മാർ പാസ്റ്റർ എന്നുള്ള ലേബലിൽ ഇറങ്ങി വരും. ഈ ദശാംശത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് നോക്കി അപ്പൊ വരും. ഓ അവൾ ദുരുപദേശത്തിന്റെ ആത്മാവ്, അങ്ങനത്തെ ആത്മാവ്, ഇങ്ങനത്തെ ആത്മാവ് എന്ന് പറഞ്ഞ കുറെ സാത്താന്മാരെന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് ഇറങ്ങും. അവന്മാർക്ക് ഇതൊക്കെയാണ് ദോഷം കൊള്ളുന്നത്. ഇതിനെതിരെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും. അല്ലാതെ ഇങ്ങനെ വചനത്തെ ഇങ്ങനെ കൂട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവത്തെ അപമാനിക്കുന്ന രീതിയിൽ സർവശക്തനായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് മര്യാദ ഇല്ലാത്ത രീതിയിലൊക്കെ അച്ചടിച്ചു വെച്ചിരിക്കുന്ന പുസ്തകമൊക്കെ കയ്യിലെടുത്ത് വെച്ചിരുന്നിട്ട് അതുപോലെ ഇരുന്ന് വായിക്കാനൊക്കെ ഒരു ഉളുപ്പുമില്ല, ഒരു കൂസലുമില്ല ഒരുത്തനും. ഇതൊക്കെ എങ്ങനെ നാവ് പൊങ്ങുന്നു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ആ ബൈബിൾ എടുത്തു വച്ചിട്ട് അവൻ പുരുഷാരത്തെ കണ്ട് 6 മലമേൽ കയറിയിരുന്ന ശേഷം ശിഷ്യന്മാരടുക്കൽ വന്ന് അവൻ തിരുമായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എഴുതി വെച്ചിരിക്കുക ഇവന്മാര്. അതൊരു ഉളുപ്പില്ലാതിരുന്നങ്ങ് വായിക്കും. ഇതിനൊക്കെ ഒരു മാറ്റം ഇവന്മാർക്ക് വരുത്തണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ വചനത്തെക്കുറിച്ച് ദശാംശം സ്തോത്ര കാഴ്ചയും കിട്ടുന്ന വല്ല വകുപ്പും ബൈബിളിലുണ്ടെങ്കിൽ ആ വാക്യം മാത്രം നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെല്ലാം പറഞ്ഞ് പറ്റിച്ച് കാശുണ്ടാക്കാൻ പറ്റുമോ, അതിനേതെല്ലാം രീതിയിൽ ചുറ്റിവളച്ച് പറ്റിക്കാൻ പറ്റുമോ, അതിനെല്ലാം നമ്മൾ കോട്ടിക്കളയുന്ന രീതിയിൽ വാക്യങ്ങളൊക്കെ തപ്പിപ്പിടിക്കും. എന്നെങ്കിലും നിന്റെയൊക്കെ മനസ്സാക്ഷിക്ക് ഉളുപ്പില്ലാതെ, ഞാനൊന്നും പറയുന്നില്ല പ്രിയ സഹോദരങ്ങൾ, പറഞ്ഞാൽ കൂടിപ്പോകും. കാരണം എൻ്റെ എനിക്ക് വായ് കൊണ്ടല്ല ഇവന്മാരോടൊക്കെ പെരുമാറേണ്ടത്, വായ് കൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരോട് നല്ല പച്ച കാളാമണ്ടം വെട്ടി മുതുക് പൊളയ്ക്കണം, അടിക്കുന്ന അടിയിൽ പൊളയണം അവന്മാര്. ഈ വചനവും വിറ്റ് നടക്കുന്ന ചെറ്റകളെല്ലാം അതാ ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് അത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ആരൊക്കെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്, നിർവൃതിയാണ്. കാരണം ദൈവം അതിന് പറ്റിയവരെയൊക്കെ ഏൽപ്പിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി ഈ പാസ്റ്റർ എന്ന് പറയുന്ന തെണ്ടികൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തെണ്ടി ജീവിക്കാൻ ദൈവം ഇനി അവസരം കൊടുക്കത്തില്ല. ഇത്രയും കാലം അവന്മാർ തെണ്ടി ജീവിച്ചു. ഇനി ദൈവം എന്ത് ചെയ്യത്തില്ല, പാസ്റ്റർ എന്ന് പറയുന്ന തെണ്ടികൾക്ക് തെണ്ടി ജീവിക്കാൻ ഇനി അവസരം കൊടുക്കത്തില്ല ദൈവം. വീട്ടാന്തോറും നടന്ന് തെണ്ടാൻ ഇനി വിടത്തില്ല. ഇനി അവിടെ ഇവിടെയൊക്കെ ഹോളുകൾ കെട്ടി എല്ലാവരും വരുവിൻ അത്ഭുത രോഗശാന്തിയും വിടുതലും സൗഖ്യവും ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെണ്ടാൻ വിടത്തില്ല. ഈ ബക്കറ്റ് തെണ്ടലുണ്ടല്ലോ, എൻ്റെ കർത്താവിനെ തെരുവിൽ നിർത്തിക്കൊണ്ട് ഇവന്മാർ ഭിക്ഷയെടുക്കുന്ന ഈ ഭിക്ഷാടന മാഫിയുടെ തെണ്ടലുണ്ടല്ലോ, ആ തെണ്ടലിന് RSS വരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഘപരിവാറിന്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവന്മാർക്ക് 4 ചാത്ത് അവരെ കൊണ്ട് പറ്റിയെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരോട് സംസാരിക്കാൻ ഏതെങ്കിലും ഒരു വഴിയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റീന ഫ്രാൻസിസ് സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവളാണ് എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ പറയുന്നവരെല്ലാം ആ സംഘപരിവാർക്കാരുടെ ഒരു ഫോൺ നമ്പറൊക്കെ കോൺടാക്ട് നമ്പരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ടേരെ. എനിക്ക് 10 കാര്യം അവരോട് പറയാനുണ്ട്. നിങ്ങളോട് പറഞ്ഞാൽ നീ നന്നാകത്തില്ല. അവരോട് പറഞ്ഞ് അവരെങ്കിലും നന്നാക്കുന്നെങ്കിൽ നന്നാക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ഇന്ത്യ വീണ്ടും മോദിയുടെ കയ്യിലേ വരത്തുള്ളൂ. നീയൊക്കെ തലകുത്തി നിന്ന് തിരിഞ്ഞും മറഞ്ഞും ഒക്കെ BJPക്കെതിരെ വോട്ടിടാമെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ധാരണയൊക്കെ നീയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും നിന്റെയൊക്കെ കയ്യിലിരിപ്പും ക്രിസ്ത്യാനി എന്ന് പറയുന്നവനും സൈലന്റ് സൈക്കോയാണെന്നുള്ളത് ഹിന്ദുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് വോട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ സൈലന്റ് സൈക്കോകൾക്കും നല്ലതുപോലെ കൊട്ട് കിട്ടും. മനസ്സിലായോ? നിന്റെ ഒന്നും മോഹം നടക്കത്തില്ല. BJP തന്നെ ജയിക്കത്തുള്ളൂ.
പുറമെ നിങ്ങളൊക്കെ അഭിനയിക്കും, നമ്മൾ BJPക്ക് വോട്ടിടും, സഹോദരൻ ഞങ്ങൾ വോട്ടിടേ സഹോദര. പക്ഷെ നിന്റെയൊക്കെ ഉള്ളുകളിയും ഉള്ളിരിപ്പും പാച്ചർമാരുടെയൊക്കെ നല്ല വൃത്തിയാണം ആർക്കറിയാം? എല്ലാവർക്കും അറിയാം. നീയൊക്കെ അന്തം കമ്മികളാണ്. ഈ പാച്ചർ വർഗമേ അന്തം കമ്മികളാണ്. കുറെ എണ്ണം കൊങ്ങികളും കുറെ എണ്ണം അന്തം കമ്മികളുമാണ്. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തു പറയുന്നത്, ദേഹം പെരുത്തു കയറുന്ന ഒരു സംഭവമാണ് സംഘപരിവാർ BJP. അവർക്ക് ദേഹം പെരുത്തു കയറുന്ന എന്തൊരു സംഭവമാണ്. കാരണം ഇവന്മാരുടെ ഉടായ്പ് നടക്കത്തില്ല. ഇവന്മാർക്ക് ആളെ പറ്റിച്ച് പണം പറ്റിച്ച് തെണ്ടി തിന്നേണ്ട തെണ്ടൽ നടക്കത്തില്ല. ഇനി സംഘപരിവാറും BJP ഒക്കെ വന്ന് ആ ഒരു വിഷമേ ഉള്ളൂ. നമുക്ക് കോൺഗ്രസും അന്തം കമ്മികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിറ്ററിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവന്മാരും നമ്മളെ എന്ത് തെണ്ടി തിന്നാൻ വിടും. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ആകുമ്പോൾ എവിടെ വേണമെങ്കിലും ഏതെടുത്ത് പോയി തെണ്ടിയാണെങ്കിലും ആൾക്കാരെ പറ്റിച്ചാണെങ്കിലും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാണെങ്കിലും നീയൊക്കെ ജീവിച്ചോ എന്ന് പറഞ്ഞു വിടും. പക്ഷെ കർത്താവിൻ്റെ പേരിൽ തെണ്ടിത്തിന്ന് ജീവിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യത്തില്ല. സംഘപരിവാർ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ, BJPക്കാർ സമ്മതിച്ചില്ലെങ്കിലോ ആ ഒരു വിഷമം മാത്രമേ ഇവന്മാർക്കുള്ളൂ. അപ്പം തെണ്ടിത്തിന്ന് ജീവിക്കുന്നവന്മാർക്ക് എന്തായാലും അതിനുള്ള പരിഹാരം വരും, ഉറപ്പാ. വന്നില്ലെങ്കിൽ ഞാൻ സംഘപരിവാറിനടുത്ത് പറയും. ഞാൻ അവരെ ആരെങ്കിലും കോണ്ടാക്ട് നമ്പർ ഒപ്പിച്ചാണെങ്കിലും ഞാൻ നടക്കുന്ന സത്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കും. നിന്റെ അടുത്തൊന്നും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട വർഗത്തിനടുത്ത് പറഞ്ഞാലൊന്നും തലയ്ക്ക് കയറില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വൃത്തികെട്ട വർഗം. നിന്റെയൊക്കെ ബൈബിളിനകത്ത് തെണ്ടി തിന്നുന്നവന്മാർക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കൊടുക്കരുതെന്ന് പറഞ്ഞാലും നീയൊക്കെ കൊടുക്കാനിരിക്കും. കാരണം ഇവന്മാരെ തെണ്ടി തിന്നുന്നവന്മാരെ വളർത്തി വലുതാക്കിയത് മുഴുവനും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗം തന്നെയാണ്. മനസ്സിലായോ? ഈ വയറ് വളർത്താനിരിക്കുന്ന ഈ പാച്ചർ എന്ന് പറയുന്ന തെണ്ടികളെല്ലാം തെണ്ടി തിന്നാൻ വേണ്ടിയിട്ടും അടുത്തവന്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരാൻ വേണ്ടിയിട്ടും അവസരം ഒരുക്കി കൊടുത്തതേ ആരാ? അവസരം ഒരുക്കി കൊടുത്തതാരാ? നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു കൂട്ടം തന്നെയാണ് ഇത് ചെയ്തു കൊടുത്തത് ഇവന്മാർക്ക്. എന്നാൽ നിന്നോടെല്ലാം ബൈബിളിൽ വെച്ചിട്ട് ബൈബിളിനകത്ത് ഇങ്ങനൊരു സംഭവം ഇല്ല, ഇവന്മാർക്ക് പണിയെടുത്ത് തിന്നാനാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാലും അതെന്താ സഹോറി, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം കൊണ്ട് തിന്നണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം വെച്ച് കാശ് സമ്പാദിക്കണമെന്നോ കാർ മേടിക്കണമെന്നോ ബംഗ്ലാവ് മേടിക്കണമെന്നൊന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലയോ, മീറ്റ് ആൻഡ് ബ്രെഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആഹാരത്തിന് യോഗ്യനാ, അല്ലാതെ വേലക്കാരൻ ഇരുന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പോലെ കർത്താവിന്റെ വചനം കൊടുത്തിരുന്നിട്ട് നല്ല മാസത്തിൽ ശമ്പളവും കിമ്പളവും കൂടി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ പ്രതിഫലം സ്വർഗത്തിലായി കിടക്കുന്നത്. നിനക്ക് തിന്നാനും കുടിക്കാനുണ്ടെങ്കിൽ അത് മതി എന്നാ വചനം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ നിന്നോട് ക്രിസ്ത്യാനിയോട് പറഞ്ഞാൽ നീയൊന്നും തലച്ചോറിനകത്ത് എടുക്കത്തില്ല. എത്ര പറഞ്ഞു തന്നാലും പാച്ചറ പറയുന്നതാണ് ശരി സഹോറാണ്, നമ്മൾ ദൈവദാസന് കൊടുക്കണം സഹോറ. ദൈവദാസന്റെ കണ്ണീർ കാണുമ്പോൾ മാത്രമേ അവർക്ക് ദുഃഖം വരത്തുള്ളൂ. തൊട്ടയൽക്കാലത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നഗ്നനായി വന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ അഗതിയായിരുന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. ഞാൻ രോഗിയെ ശുശ്രൂഷിച്ചില്ല എന്ന് കർത്താവ്. ഈ എളിയ സഹോദരൻ ഒരുവര് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. സാക്ഷാൽ ദൈവം ഈ എളിയ സഹോദരൻ ഒരുവര് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തതാണെന്ന് ദൈവ സർട്ടിഫിക്കറ്റ് കൊടുത്താലും ആ എളിയ സഹോദരൻ ആരെങ്കിലും ഒക്കെ കൊടുത്തോളും. പാസ്റ്റർക്ക് നമ്മൾ കൊടുക്കണം. ഇവിടെ ഒരിടത്തും കർത്താവ് പാസ്റ്റർക്ക് കൊടുത്താൽ നിങ്ങൾ എനിക്ക് തന്നെയാണെന്ന് കർത്താവൊന്നും ഒരിടത്തും വന്നിട്ടില്ല. നീ എളിയ സഹോദരൻ, അത് നിനക്കനുസരിക്കാൻ വയ്യ. അപ്പോഴും പാഷന്റെ കാണുമ്പോൾ മാത്രം ദുഃഖവും കരച്ചിലും വിഷമവും വരും. പാഷന്റെ സഭയ്ക്കകത്തൊരു വിശ്വാസിയുണ്ട്, പാഷനേക്കാളും തീരെ നിവൃത്തികെട്ടവനാ. അവനെ കണ്ട ദുഃഖവും വിഷമവും തോന്നത്തില്ല. ഈ ദശാംശം കൊണ്ടുപോയി അവന് കൊടുക്കണമെന്ന് തോന്നത്തില്ല. അപ്പോഴും പാച്ചറിന് കൊടുക്കണമെന്നേ തോന്നുള്ളൂ. പാച്ചർ അപ്പോഴും ബുള്ളറ്റിലും ഓടിക്കാറിലൊക്കെ കറങ്ങി നടക്കുമ്പോഴും പാച്ചറിന് കൊണ്ടുപോയി തള്ളിക്കൊടുക്കും. അതേ സഭയ്ക്കകത്ത് തീരെ നിവൃത്തികെട്ടവനായിട്ട് മക്കളെ സ്കൂളിൽ വിടാൻ പോലും നിവൃത്തികെട്ടവനായിട്ടൊരു വിശ്വാസി കിടന്നാൽ പോലും ആ ദശാംശം കൊണ്ട് അവന് കൊണ്ടു കൊടുത്ത് അവൻ്റെ കുടുംബത്തെ സഹായിക്കണമെന്ന് തോന്നത്തില്ല ഈ വൃത്തികെട്ട ജന്മങ്ങൾക്ക്. അങ്ങനെ ഇവന്മാരെ ഇങ്ങനെ നശിപ്പിച്ച് നാൾക്ക് തെണ്ടികളാക്കി മാറ്റിയത് പോലും ഈ വിശ്വാസി എന്ന് പറയുന്നൊരു സമൂഹമാണ്. നിന്നെയൊക്കെയാണ് കാളാമണ്ടത്തിനടിക്കേണ്ടത്. ഓടെ ഇട്ട് തല്ലണം. നിന്നെയൊക്കെ കർത്താവ് തല്ലുന്ന സമയമുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. നിനക്കൊക്കെ തല്ലുകൊള്ളാൻ പോന്നേ എന്ന് പറഞ്ഞിട്ട് മുന്നോടിയായിട്ട് ഞാൻ പറയാൻ വേണ്ടി വന്നേ ഉള്ളൂ. വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ മുതുകും കാണിച്ചുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ പോയി നിന്നാൽ മതി. കർത്താവ് തരേണ്ടത് തന്നോളൂ നിനക്കൊക്കെ. മനസ്സിലായോ? എത്രയെല്ലാം പറഞ്ഞാലും കേൾക്കാൻ ചെവിയില്ലാത്തവനും പൊട്ടനുമായിട്ട് ജീവിക്കുന്ന ജബ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന പൊട്ടന്മാരോട്
ഇതൊക്കെ റീന പറയുമ്പോഴത്തേക്കും കേൾക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടാ നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇന്ന് റീന പറയുമ്പോൾ ഇതെല്ലാം കേൾക്കാൻ മനസ്സ് വെക്കാതെ പോകുന്നവൻ്റെയൊക്കെ അവസ്ഥ എന്തായി തീരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. കൊണ്ടാലറിയാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെന്നേ, അതാണ് രസം. സാധാരണഗതിയിൽ പഴഞ്ചൊല്ല് കൊണ്ടാലറിയും എന്നുള്ളതാണ്. കൊണ്ടു കഴിയുമ്പോഴേ അവസരമുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അയ്യോ കൊണ്ടു കഴിയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഇങ്ങനെ വേണ്ട, നമുക്കൊന്ന് മാറി ചിന്തിക്കാം എന്ന് പറഞ്ഞൊരു അവസരമുണ്ട് സാധാരണ പഴഞ്ചൊല്ലി വെച്ചാണെങ്കിൽ. പക്ഷെ നിന്റെയൊക്കെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പഴഞ്ചൊല്ലി വെച്ച് ചിന്തിക്കാനുള്ള അവസരം പോലും ഇല്ല. പിന്നീട് ഓടെ അടിയായിരിക്കും മുതുക് നോക്കി. കാളാമുണ്ട് കർത്താവ് തന്നെ എടുക്കും. കർത്താവ് കരുതി വെച്ചിരുന്ന അന്ന് കരുതി വെച്ചിരുന്ന ചാട്ടവാറുണ്ടല്ലോ, അതൊക്കെ എടുത്ത് നിന്റെ മുതുക് കർത്താവ് പൊളിക്കും എല്ലാണത്തിൻ്റെയും. ഇത് ഞാൻ പറയുമ്പോഴേ ഭയങ്കര വിഷമമല്ലേ. നിന്റെയൊക്കെ മുതുക് പൊളിക്കേണ്ട ആൾ പൊളിക്കുമ്പോഴത്തേക്കും നീയൊക്കെ പഠിച്ചോളും. കർത്താവിൻ്റെ വചനം എടുത്തു വെച്ചുകൊണ്ട് എടാ എനിക്ക് ദേഷ്യം വരത്തില്ലേ? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇസ്രായേലിൽ കിടക്കുകയാണ്. എനിക്ക് ഇന്ത്യയിലോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇന്ത്യയിലോട്ട് വരാൻ താല്പര്യമില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. എടാ എൻ്റെ പേരും പറഞ്ഞിട്ട് എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എനിക്ക് വീട് പണിയണം, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ കഷ്ടത്തിലാണ്, എനിക്ക് സഭ പണിയണം, എനിക്ക് വീട് വെക്കണം, എനിക്ക് ചികിത്സ വെക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരും പറഞ്ഞ് വീട്ടാൻ തോറും നടന്ന് ഒരുത്തും ഭിക്ഷ എടുക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് അവൻ്റെ മുതുക് പൊളിക്കാൻ തോന്നത്തില്ലേ? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ പേരിൽ ഒരുത്തൻ, നിങ്ങൾ വല്ല രാജ്യത്തും കിടക്കുകയാണ്, പക്ഷെ നാട്ടിലൊരുത്തൻ നിങ്ങളുടെ പേരും പറഞ്ഞ് വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്ന് അയ്യോ ആ സഹോദരന് വീട് പണിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിദേശത്തൊക്കെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന നമുക്ക് വലിയ വലിയ അമേരിക്കൻ കമ്പനി തന്നെയാണ് ജോലി. പക്ഷേ ആ സഹോദരന് വീട് വെക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്താലേ വീട് വെക്കത്തുള്ളൂ. ആ സഹോദരൻ മടക്കി പലിശ അടക്കം തരുമെന്നേ, നിങ്ങൾക്ക് 100 മടങ്ങ് തിരിച്ചു തന്നോളൂ. അതുകൊണ്ട് കൊടുക്കുന്നു പറഞ്ഞ് നിങ്ങളുടെ പേരും പറഞ്ഞ് ഒരുത്തൻ തെണ്ടി നടന്ന് കാശ് മേടിച്ച് നടന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ നല്ല തെണ്ടലായിരുന്നു, അവൻ്റെ വയറ് വളർത്താൻ വേണ്ടി തെണ്ടിയതല്ലേ, ഇനിയും തെണ്ടിക്കോ, നല്ല രസമുണ്ട് തെണ്ടാൻ, എൻ്റെ പേര് പറഞ്ഞല്ലേ തെണ്ടിയത്, സാരമില്ല മകനെ, എൻ്റെ പേര് പറഞ്ഞ് എത്ര വേണമെങ്കിലും തെണ്ടിക്കോ എന്ന് നിങ്ങൾ പറയുമോ? എടാ ബുദ്ധിയുള്ള പൊട്ടന്മാരെ, നീ പറയുമോ? നിന്റെയൊക്കെ പേരിൽ ഒരുത്തൻ തെണ്ടാൻ നടന്നു കഴിഞ്ഞാൽ നീയൊക്കെ പറയുമോ എൻ്റെ പേരിലല്ലേ തെണ്ടുന്നത്, നല്ല രസമുണ്ട് തെണ്ടാനായിട്ട്, തെണ്ടി തിന്നോ നിങ്ങൾ? എനിക്ക് ട്രസ്റ്റ് പണിയണം, എനിക്ക് വീട് വെക്കണം, എൻ്റെ സഭ വളർത്തണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേരിൽ തെണ്ടാൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തെണ്ടാൻ വിടുവോ? അവൻ്റെ കാരണം അടിച്ച് പൊളിക്കത്തില്ലേ നിങ്ങൾ? പൊളിക്കത്തില്ലയോ? അപ്പം എൻ്റെ കർത്താവ് മാത്രം നിങ്ങളെ തെണ്ടാൻ വിടണം അല്ലേ? നിങ്ങളൊക്കെ കർത്താവിൻ്റെ പേരിൽ ഇങ്ങനെ നടന്ന് തെണ്ടും. ഓ സഹോദരോ, ദൈവത്തിന് കൊടു. അക്കൗണ്ട് നമ്പർ എഴുതി വെച്ചിരിക്കുക, കർത്താവിൻ്റെ അക്കൗണ്ട് നമ്പർ. കർത്താവ് പേര് മാറും അപ്പം തന്നെ. പാസ്റ്റർ എന്നുള്ള പേരിൽ വരും കർത്താവിൻ്റെ പേര്. പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? കർത്താവിന് കൊടു സഹോദര, കർത്താവിന് കൊടു സഹോദര, കർത്താവ് കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കാരണം കർത്താവ് അവിടെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ടിരിക്കുക. സ്വർഗരാജ്യത്തിലെ കർത്താവിന് സഭ പണിയാനായിട്ട് നിവൃത്തിയില്ലാതെ വിശ്വാസികളടുത്തൊക്കെ തെണ്ടുക കർത്താവ്. നിങ്ങൾ എങ്ങനെയെങ്കിലും തെണ്ടിപ്പിറക്കിയെങ്കിലും എനിക്ക് സഭ പണിഞ്ഞതാ. ഇവിടെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ടിരിക്കുക. കാരണം കേരള ഗവൺമെന്റാണ്, കേരളത്തിലെ ഖജനാവാണ് സ്വർഗത്തിലെ ഖജനാവ്. പിന്നെ വാഗ്ദാനം കൊടുക്കുമ്പോൾ നമ്മൾ കേരള സർക്കാരിനെ പോലെ തന്നെ വാഗ്ദാനം കൊടുക്കും. കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ കേരള സർക്കാർ കൊടുക്കുന്നത് പോലത്തെ വാഗ്ദാനങ്ങളൊക്കെ തള്ളി മറിച്ചങ്ങ് കൊടുക്കും നമ്മൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഉപ്പിന് വീര പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും 100 മടങ്ങ് കിട്ടും, 100 മടങ്ങ്. തള്ളലോടെ തള്ളലാ. വിശ്വാസി തള്ളിക്കൊണ്ടിരിക്കുക കർത്താവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് 100 മടങ്ങ് അങ്ങ് തള്ളിത്തരും കർത്താവ്. പിന്നെ കർത്താവും എന്തുവാ പറയുമ്പോൾ എന്തുവാ, ഓ നിനക്ക് എന്താ പറഞ്ഞ അനുഗ്രഹം പോരാതെ വണ്ണം നിന്റെ വീട് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിനക്ക് അനുഗ്രഹം പോരാതെ വണ്ണം ദൈവം കൊട്ടി അങ്ങ് തരും. നീ കർത്താവിനങ്ങ് കൊടുത്താൽ മതി. നിനക്ക് പോയിട്ട് കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ എനിക്ക് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് പൊട്ടി ഇങ്ങോട്ട് തരണേന്ന് അങ്ങ് ഡയറക്റ്റ് പറഞ്ഞാൽ കർത്താവ് തരത്തില്ലേ? അവൻ്റെ നിന്ന് പിച്ചച്ചട്ടിന്ന് കൈയിട്ട് വാരിയതിന് ശേഷം അവന് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത് ഏത് കർത്താവാണോ, അത് ഏത് ദൈവമാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന ദൈവം? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇതൊക്കെ ചോദിക്കുമ്പോൾ പിടിക്കത്തില്ലല്ലേ റീനയെ? ഓ ദുരുപദേശകി, ഇസബേലിന്റെ ആത്മാവുള്ളവൾ, ഡെവിൾ, വാവ്. പിന്നെന്തൊക്കെ വേണം നിങ്ങൾക്ക്? ഏതൊക്കെ ഭാഷയിൽ പറയണം എന്നെ? ആകാശത്തിലെ കിളിവാതിലുകൾ നീ ദൈവത്തിനങ്ങ് കൊടുക്കണം. അപ്പോഴത്തേക്കും ദൈവം ആകാശത്തിലെ കിളിവാതിലുകൾ അങ്ങ് തുറന്നങ്ങ് വാരി അങ്ങ് തട്ടും നിന്റെ വീട്ടിലോട്ട്. അതുകൊണ്ട് ഇവൻ കൊടുക്കുന്നവനൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഒരു ഓട്ടയിട്ട് വെക്കത്തില്ല. ഇപ്പം ദൈവം തട്ടിയത് വേറെ വല്ല പറമ്പിലും പോയി വീണാലോ. അതുകൊണ്ട് എല്ലാവരും കൊടുക്കുന്നവരെല്ലാം നിങ്ങൾക്ക് കിട്ടാതെ പോയതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽക്കൂരയെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു.
അവിടെയാണ് പ്രശ്നം പറ്റിയത്. കർത്താവ് തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പാസ്റ്റർമാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും കർത്താവ് ആകാശത്തിന്റെ കിളിവാതിൽ ഇങ്ങനെ തുറന്നിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വന്നിട്ട് എന്തുവാ നല്ല കാലം പിറക്കുത് ലക്ഷ്മി ഉൻ വീട്ടിലെ മഹാലക്ഷ്മി വന്നിട്ടാൾ, ഉൻ വീട്ടിലെ മഹാലക്ഷ്മി വന്നിട്ടാൾ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്കകത്ത്, ആ സിനിമയുടെ പേര് സിറുത്തൈ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ ഇവൻ പറയും, അതിന്റെ പേരെന്താ, നമ്മുടെ கார்த்திக் வந்துட்டு நல்ல காலம் பிறந்திருக்கு, அம்மா தாயி உன் வீட்டுல லட்சுமி வந்திருக்கா, மகா தாயி சீதை வந்திருக்கா தாயி, ஐயோ என்ன சொல்றீங்க, ஐயோ உன் வீட்டுல கொட்டுன்னு கொட்ட போறா தாயி, சீதேவி வந்து லட்சுமி வந்து உன் வீட்டுல கொட்டுன்னு கொட்ட போறா தாயி, ஐயோ சொல்லுங்க நான் என்ன செய்யணும், போடுங்க ஐயோ இதை வந்தா அவன் மாடி மேல வந்திருக்கா, அதை இப்பதான் வந்திருக்கா, ஐயோ இப்ப கொட்ட போறா. அவசானம் നോക്കുമ്പോഴത്തേക്ക് അനക്കമൊന്നും കാണുന്നില്ല. என்ன சாமி எங்க மகாலட்சுமி எங்க வந்திருக்கா, ஆப்பு வச்சுட்டியே உன் வீட்டுக்கு கூரை மேல വരെ വന്നിട്ടാ, എന്തും കൊണ്ട് കൊട്ടുന്ന പണവുമായിട്ട് വന്നിട്ടുണ്ട്, കൂരമേല് വരെ വന്നിട്ടുണ്ട്, പക്ഷെ താഴേക്ക് എത്തിയിട്ടില്ല. കാരണം ചോദിച്ചാൽ പറയണേ, അത് അപ്പൻ സെഞ്ച വേല. അതെന്തോ അപ്പൻ സെഞ്ച വേല? അത് നീ ചിന്ന വയസ്സായിരിക്കുമ്പോഴത്തേക്കും ഓ തലയെ മൊട്ടയടിക്കണം എന്നിട്ട് അപ്പം വേണ്ടി കിട്ടാം. அப்போ வந்து அப்ப என்ன செஞ்சான், உன் தலைய மொட்டை அடிக்காம அப்ப விட்டதுனால இன்னைக்கு அந்த நேர்ச்சை நீ செஞ்சு முடிக்காததுனால உனக்கு மகாலட்சுமி கூரை மேல வர வந்துட்டா, அதுக்கு கீழே வர முடியல, ஏன்னா നീ മൊട്ട അടിക്കല എന്ന് പറയും. ഞാൻ പറഞ്ഞ തമിഴ് വല്ല മനസ്സിലായോ? ഇനി മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഓൻ വീട്ടിൽ ചെന്നിട്ട് പറയും, ഓൻ വീട്ടില് മഹാലക്ഷ്മി വന്നിരിക്കാ, ഓൻ മഹാലക്ഷ്മി വന്ന് ഓൻ വീട്ടിലെ കൊട്ടുന്നു കൊട്ടപ്പോറാ. ஐயோ அப்போ பெண்ணும்பளை சாரி எடுத்து வச்சு, ஐயோ எங்க கொட்ட போற மகாலட்சுமி, மகாலட்சுமி வந்து கொட்டு கூரை மேல கொட்டு, தா வந்துருக்கா தாய், இதா வந்திருக்கா, ஏரோப்ளைன் കയറി വന്നിരിക്കാ, അതാ മേലെ വന്നിരിക്കാ, വീട്ടുക്ക് മേലെ വന്നിരിക്കാന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ഈ പെണ്ണ് കാത്തിരുന്ന അവസാനം കുറെ നേരം കഴിയുമ്പോൾ അനക്കും ആവിയൊന്നുമില്ല. അപ്പൊ ചോദിക്കും, എന്തേ മഹാലക്ഷ്മി പൈസ ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ മഹാലക്ഷ്മി പൈസ ഇടാത്തത് കുഞ്ഞു പ്രായത്തിൽ നിന്റെ അപ്പൻ ഒരു നേർച്ച നേർന്നു. എന്തോ നേർച്ച നേർന്നത്? നിന്റെ അപ്പൻ നേർന്നത് നിന്നെ മൊട്ടയടിക്കാൻ പറഞ്ഞു നേർന്നിട്ട് നിന്റെ അപ്പൻ ആ നേർച്ച നിറവേറ്റാത്തത് കൊണ്ട് മഹാലക്ഷ്മി നിന്റെ വീട്ടിൽ എന്ത് ചെയ്തില്ല, പൈസ തന്നില്ല. അയ്യോ അതൊക്കെ ഇപ്പൊ എന്നെ ചെയ്യണം സ്വാമി, ഒറ്റ കാര്യം മാത്രം ചെയ്യും, നീ മൊട്ടയടിച്ചാൽ മതി എന്ന് പറയും. അപ്പോഴത്തേക്ക് ആൾ പറയും, അത്ര നാ ഉണ്ടാ, മൊട്ടയടിച്ചാൽ മതിയോ? അപ്പം ഞാൻ ഒറ്റ മൊട്ടയടിച്ചാൽ മതി. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇത്രയും ഭാഗം പകുതിക്ക് വെച്ച് അങ്ങ് മുട്ടയടിക്കും. അപ്പൊ പകുതി മുടി മാത്രമേ ഉള്ളൂ, പകുതി മുട്ടയടിച്ചിട്ടില്ല. അപ്പൊ ചോദിക്കും, അതെല്ലാം പോട്ട് இந்த മഹാലക്ഷ്മി വന്ന് ഉനക്ക് കൊട്ടുന്നു പണം പോടുവാളേ, അപ്പൊ இந்த சாமிக்கு നീ എവ്വളോ തരുവേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ പറയും, അതെന്നെ സ്വാമി 1000 രൂപ ഞാൻ സ്വാമിക്ക് താറേ എന്ന് പറയും. അപ്പൊ പറയും, இந்த മഹാലക്ഷ്മി എനിക്ക് കൊട്ടുന്നു പണം പോടുമ്പോ നീ 1000 ഉളുവ എനിക്ക് തരുവിയാന്ന് പറഞ്ഞിട്ട്, 1000 ഇല്ല 101 രൂപ, 101 വെത്തലപ്പാക്കില വെച്ച് 101 രൂപ നിനക്ക് തരുമെന്ന് പറയും. അപ്പൊ അവൻ പറയും, മഹാലക്ഷ്മി 1000 രൂപ കൊട്ടുന്ന പണം വീട്ടുകളിൽ പോട്ടിട്ട് 101 രൂപ വെത്തലപ്പാക്കില വെച്ചാൽ നീ നിനക്ക് തരുവേ എന്ന് പറഞ്ഞിട്ട് മുട്ടയെ ഒരു സൈഡ് മുട്ടയെ നീതാൻ പോട്ടുക്കെന്ന് പറഞ്ഞിട്ട് അവന്റെ പാട്ടിന് പോകും. അപ്പോഴത്തേക്കും തൊട്ടു പുറകെന്ന് ഒരുത്തം വരും. ആര്? ഇവന്റെ കൂട്ടാളി തന്നെയാണ് വേറൊരുത്തം വരുന്നത്. തൊട്ടു പുറകെ വന്നിട്ട് അവൻ പറയും, ബാർബർ കട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തരെ വിളിച്ച്, കാരണം എല്ലാ വീട്ടിലും ഇറങ്ങി ഇതേ ഡയലോഗ് തന്നെ അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ വീട്ടുകാരനും ഒരു സൈഡ് മുട്ട മാത്രമേ അടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള മുട്ട അടിക്കണമെങ്കിൽ ഈ പുറകെ നിന്ന് വരുന്നവൻ ബിസിനസ് ആക്കി 1000 രൂപ വെച്ച് എന്ത് ചെയ്ത് എല്ലാവരുടെ നിന്നും മേടിച്ച്. ഇതുപോലെയാണ് വിശ്വാസികളടുത്ത് മുഴുവനും പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? വിശ്വാസികളടുത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഓ സഹോദരോ, നീ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നിന്റെ വീടിന് ഒഴുകത്തക്കവണ്ണം കൊട്ടി അങ്ങ് തരുമെന്ന് പറഞ്ഞു. കർത്താവ് നിങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആകാശത്തിന്റെ കിഴിവാലെടുത്ത് തട്ടി നോക്കിയതാ, തട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഓടിട്ട് മറച്ചു വെച്ചിരിക്കുകയല്ലേ, നല്ലതുപോലെ സിമെന്റ് ഒക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുകയല്ലേ, അത് അപ്പുറത്തെ പറമ്പിലും എല്ലാം പോയി കാണും, അതുകൊണ്ടാണ് കിട്ടാത്തത്. കർത്താവ് തന്നിട്ടുണ്ട് കേട്ടോ. പാച്ചർ പറഞ്ഞതുപോലെ പാച്ചറിന്റെ കർത്താവിന് ചിങ്കടിയായിട്ടല്ലേ പാച്ചർ വന്നത്. നിങ്ങളെയൊക്കെ മേടിച്ചിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആകാശം നിന്ന് കൊട്ടെന്ന് പറഞ്ഞ് കൊട്ടാനായിട്ട്. ഈ വിവരദോഷികളെ, മണ്ടന്മാരെ, അയ്യോ നിന്നെയൊക്കെ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയും ജീവിക്കുന്ന വിവരദോഷികളും മണ്ടന്മാരും ക്രിസ്ത്യാനി വർഗത്തിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്തുകൊണ്ടാ കയ്യിലിരിക്കുന്ന ബൈബിള് തുറന്ന് വായിക്കത്തില്ല? ഇനി ബൈബിള് തുറന്ന് വായിച്ചാലും മനസ്സിലായില്ലെങ്കിൽ ആരോടെങ്കിലും നല്ല ബുദ്ധിയുള്ളവനോട്
പാച്ചറോട് ഇനിയിപ്പോൾ ചോദിക്കാൻ പറ്റുമോ? എടാ ഒരുത്തൻ്റെ അടുത്ത് പടയെ പേടിച്ച് പന്തളത്തിൽ ചെന്നാൽ ചൂട്ടും കെട്ടി പടയെന്ന് പറഞ്ഞിടക്ക് നിന്റെ പാച്ചറ ഉപേക്ഷിച്ച് വേറൊരു പാച്ചൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ നിന്നെ ചൂട്ടും കെട്ടി പടയെ പോലെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ആടിനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവനെ നീ അപ്പം തന്നെ നിന്നെ ക്യാച്ച് ചെയ്ത് അങ്ങ് പിടിക്കും. ഇനി പുരോഹിതൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? അതൊന്നും നടക്കത്തില്ല. മുതല് പാസ്റ്റർമാരുടെ മണ്ടമേലെ കൊട്ടണം. റിജിത്ത് അതാണ് ചെയ്യേണ്ടത്. അമ്മയുടെ മണ്ടയ്ക്കകത്തിട്ട് കൊട്ടണം ആദ്യം ചെയ്യേണ്ടത്. കൊട്ടണം എന്ന് പറഞ്ഞ് കൊട്ടു എന്ന് പറഞ്ഞില്ലേ, അമ്മയുടെ മണ്ടയ്ക്കാണ് ആദ്യം കൊട്ടേണ്ടത്. അങ്ങ് കൊണ്ടങ്ങ് തള്ളാൻ പോവുകയല്ലേ. എന്തുവാ ആകാശത്തിന്റെ കിളിവാതിലങ്ങ് തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിന്നെ അനുഗ്രഹിച്ച് മാനിക്കും. ഇപ്പൊ പാച്ചന്മാർക്ക് കൊടുത്ത് വിശ്വാസികളുടെ വീട്ടിലൊക്കെ പണം അടുക്കി വെക്കാൻ സ്ഥലമില്ല. ഇപ്പം കണ്ടറില്ല. ഇപ്പൊ ഇവരെ പറഞ്ഞു വിടണം. ആരെ? ഇൻകം ടാക്സുകാരെയൊക്കെ വിശ്വാസികളുടെ വീട്ടിലാണ് പറഞ്ഞു വിടുന്നത്. ഇനി ഇൻകം ടാക്സുകാരെ ഫോൺ വിളിച്ച് പറയണം, സാറേ വിശ്വാസികളുടെ വീടുകളിലൊന്ന് കയറി ഇറങ്ങണേ. കാരണം വെച്ചാൽ അവരുടെ വീടുകളൊന്നും സ്ഥലം പോരാതെ വണ്ണം അണ്ടർഗ്രൗണ്ടിനകത്തൊക്കെയാണ് ഇപ്പൊ പൈസ ടൈൽസിനടിയിലും കട്ടലിനടിയിലും ഒക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അതെന്താ? അതങ്ങനെയാണ്. പാസ്റ്റർമാർക്ക് കൊടുപ്പലല്ലേ. പാസ്റ്റർമാർക്ക് കൊടുക്കും തോറും കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ അങ്ങ് തുറന്ന് സ്ഥലം തോരാതെ വണ്ണം അങ്ങ് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. എല്ലാ വീടിന്റെയും മേളിൽ ഇപ്പം കാറ്, ഇപ്പം നമ്മളിപ്പോൾ പുതിയ കാറ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, റൂഫ് വരുന്നൊരു കാറ്, ഇങ്ങനെ തുറന്നാൽ മതി കണ്ണാടി. പാസ്റ്റർക്ക് കൊടുക്കുന്ന അന്നത്തെ ദിവസം വിശ്വാസിയൊക്കെ തുറന്നു വെച്ചിരിക്കും ആ റൂഫ്. എന്തിനെന്നറിയാമോ? കർത്താവ് കൊട്ടുമ്പോഴത്തേക്ക് വീഴണ്ടേ കൃത്യമായിട്ട്. ഇത്രയും കാലം വീഴാതിരുന്നതെന്ന് വെച്ചാൽ എല്ലാം അപ്പുറത്തെ പറമ്പിൽ പോയി വീഴുകയായിരുന്നു. കർത്താവ് തട്ടിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം റൂഫ് ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അപ്പുറത്തെ പറമ്പിൽ പോയി വീഴുകയായിരുന്നു. അതുകൊണ്ടാണ് കിട്ടാതിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വിശ്വാസികളെല്ലാം പുതിയ മോഡൽ കാർ ഇറക്കിയതുപോലെ ഒരു റൂഫ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് വീടുകളെല്ലാം തന്നെ. കർത്താവ് കൊട്ടുന്ന പണം അതുപോലെ ചാക്കും പണവും എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് വീടിനകത്തൊന്ന് വീഴണം. അതിന് വേണ്ടിയിട്ട് റൂഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റർക്ക് കൊടുക്കുന്ന അന്ന് തന്നെ ഫുള്ളും മഴയാണെങ്കിലും വെയിലാണെങ്കിലും കതക് തുറന്നു വെച്ച് വിശ്വാസികൾ കാത്തിരിക്കുക ഇങ്ങനെ കൊട്ടുന്നതും കണ്ടുകൊണ്ട്. മന്ദബുദ്ധികളെ നിന്നെയൊക്കെ നോക്കിയിട്ടല്ലേ എൻ്റെ കർത്താവ് പറഞ്ഞ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ നിന്നെയൊക്കെ എത്രത്തോളം സഹിക്കും എന്ന് പറഞ്ഞിട്ട്. നിന്നെയൊക്കെ നോക്കിയിട്ടല്ലേ എൻ്റെ കർത്താവ് പറഞ്ഞ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ നിന്നെയൊക്കെ എത്രത്തോളം സഹിക്കും. കാരണം പറഞ്ഞു കൊടുത്താലും തലയിൽ കയറാത്ത മന്ദബുദ്ധികളോട് പിന്നെ കർത്താവ് എങ്ങനെയാ പറയേണ്ടത്? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക, കർത്താവ് നീ എങ്ങനെയാ പറഞ്ഞു തരേണ്ടത് നിനക്കൊക്കെ? തലച്ചോറ് എന്ത് ചെയ്യും? നിന്റെയൊക്കെ തലച്ചോറ് എടാ വിഡ്ഢി കഴുതകളെ, കുശുമാണ്ടങ്ങളെ, നിന്റെയൊക്കെ തലച്ചോറ് നിന്റെ പുരോഹിതന്റെ തലയ്ക്കകത്താണോ കൊണ്ടുവച്ചിരിക്കുന്നത്? നിന്റെയൊക്കെ തലച്ചോറ് നിന്റെ പാച്ചറിന്റെ തലയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അവന്റെ വായ്ക്കകത്താണോ കയറ്റി വെച്ചിരിക്കുന്നത് നിന്റെയൊക്കെ തലച്ചോറ്? വിഡ്ഢി കുശുമാണ്ടങ്ങളെ, ക്രിസ്ത്യാനി എന്ന് പേര് തുറന്നു നടക്കാൻ നിനക്ക് നാണമില്ലേടാ? നിനക്കൊക്കെ നിന്റെയൊക്കെ തലച്ചോറ് എടുക്കടാ, തുറന്ന് ചിന്തിക്ക്. ദൈവത്തെക്കുറിച്ച് എന്താണ് ഇവന്മാർ പഠിപ്പിച്ചെന്നിരിക്കുന്നത്? ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നങ്ങ് കൊട്ടാൻ തുടങ്ങിയെങ്കിൽ പാസ്റ്ററോട് നീ പറയണം. എന്നാ പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെക്കാളും വേഗത്തിൽ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടും. പാസ്റ്റർ 10 പേർക്ക് കൊടു. അങ്ങനെ പാസ്റ്ററിന്റെ വീട്ടിൽ ആകാശത്തിന്റെ കിളിവാതിൽ ദൈവം പൊട്ടെന്ന് പറഞ്ഞ് കൊട്ടിത്തരുമല്ലോ എന്നങ്ങ് പറയണം. നിന്നോടൊക്കെ വന്ന് പാച്ചൽ പറയുമല്ലോ, നീ ദൈവത്തിന് കൊടുത്താൽ 100 മടങ്ങ് തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പം പറയണം, പാച്ചല ഞങ്ങൾക്ക് ദൈവം 100 മടങ്ങ് തരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പാച്ചലപ്പ ആദ്യം കൊടുക്ക്. അങ്ങനെ പാച്ചൽ 100 മടങ്ങ് മേടിക്ക്. എന്തിനാ ഞങ്ങൾ പാച്ചർക്ക് തന്നിട്ട് ഞങ്ങൾ 100 മടങ്ങ് മേടിക്കാൻ നിൽക്കുന്നേ? ആദ്യം പാച്ചൽ ദൈവത്തിന് പാച്ചൽ ദൈവത്തിന് കൊടുക്കുന്നത് ഞങ്ങൾക്ക് കത്താ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടൊരു സഞ്ചയമായിട്ട് നിൽക്ക് അവന്റെ മുമ്പില്. എടാ മണ്ടന്മാരെ, അവന്റെ മുമ്പിൽ അവൻ നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റുമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് അവന്റെ മുമ്പിൽ ബക്കറ്റുമായിട്ട് നിൽക്കേ. പാച്ചറിന് വേണ്ടേ പാച്ചറെ 100 മടങ്ങ്? ഞങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതിയാ 100 മടങ്ങ്? ഞങ്ങൾ വരുന്ന നക്കാപ്പിച്ച് പൈസയല്ലേ പാച്ചറിന്? അത് ശരിയുള്ള കാര്യമാണോ? പാച്ചർക്ക് 100 മടങ്ങ് കിട്ടണ്ടേ? എന്നൊരു കാര്യം ചെയ്ത് ഈ ബക്കറ്റിലൊക്കെ പാച്ചറിന് ഇട്ടേക്ക് കുറച്ചിങ്ങോട്ട്. എന്നിട്ട് പാച്ചർ 100 മടങ്ങ് വാങ്ങിച്ചോ കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞ് പോയി മേടിക്കടാ. മണ്ടന്മാരെ പോയി മേടിക്കും. അങ്ങനെ നീയൊക്കെ ദശാംശം പാസ്റ്റർക്കും കൊടുക്കാനുള്ളതാണല്ലോ, നിങ്ങൾക്ക് മാത്രം കൊടുക്കാനുള്ളതല്ലോ. പാസ്റ്റർക്കും ദശാംശം കൊടുത്താൽ 100 മടങ്ങ് കിട്ടും. അപ്പൊ പാസ്റ്ററോട് പറ, പാസ്റ്ററിന്റെ ദശാംശമൊക്കെ ഇങ്ങോട്ട് താ, എന്നിട്ട് പാസ്റ്റർ 100 മടങ്ങ് വാങ്ങിക്ക്. പാസ്റ്റർ ഇതിനെ കുറച്ച് ഞങ്ങളുടെ നക്കാപ്പിച്ച് വാങ്ങിച്ച് ജീവിക്കുന്നത് നല്ലതല്ലല്ലോ. പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടട്ടെ. പാസ്റ്റർ 100 മടങ്ങിന് അനുഗ്രഹിക്കപ്പെടുന്നോറും അതുകൊണ്ട് ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റും, ഞങ്ങൾ ജീവിക്കാം എന്ന് പറഞ്ഞപ്പോ ചോദ്യടാ കഴിഞ്ഞിട്ട് അപ്പം അറിയും വിവരം. ഒലക്കയുടെ മൂടെടുത്ത് തരും അവന് നിങ്ങൾക്ക്. അവൻ ഒലക്കയുടെ മൂടെടുത്ത് നിങ്ങൾക്ക് തരും. അപ്പം അവന് വചനത്തിന് 100 മടങ്ങുന്ന അവന് വേണ്ട. അവന് 100 മടങ്ങുന്ന അപ്പം വേണ്ട. അവന് നക്കാപ്പിച്ച മതി.
അവനെ നക്കാപ്പിച്ചാൽ മതിയെങ്കിൽ പിന്നെ നീ എന്തിനാടാ 100 മടങ്ങ് പറഞ്ഞ് പറ്റിക്കപ്പെടാൻ നടക്കുന്നത്? ഈ മണ്ടന്മാരെ, നീയൊക്കെ കഴുതകളായതുകൊണ്ടല്ലേടാ നിന്നെയൊക്കെ പറ്റിക്കുന്നേ. എടാ, വിവരമുള്ളവനെ പറ്റിക്കാൻ പറ്റുമോ? കഴുതകൾക്കും അല്പമെങ്കിലും ബുദ്ധിയും ബോധമുണ്ട്. നീ അതിനേക്കാളും താഴെക്കടയിലാണെന്ന് അവന്മാർ നിന്നെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നിന്നെയൊക്കെ പറ്റിക്കുന്നേ. അവന് 100 മടങ്ങ് വേണ്ട, നിങ്ങൾക്ക് മാത്രം 100 മടങ്ങ്. അവൻ ബക്കറ്റും കൊണ്ടുവന്ന് നിങ്ങളടുത്ത് പിരിച്ച് നക്കാപ്പിച്ചുകൊണ്ട് അവൻ ജീവിക്കും. നിങ്ങളെല്ലാം കൊടുക്കുന്ന അങ്ങ് 100 മടങ്ങ് അങ്ങ് അനുഭവിക്കാം. കർത്താവിന് ആകാശത്തിന്റെ കിളിവാതിൽ അങ്ങ് കൊട്ടി അങ്ങ് തരും. ആദ്യം പോയി അവൻ മേടിക്കട്ടെ, നാട്ടുകാർക്ക് കൊടുത്ത് അവൻ ആദ്യം മേടിക്കട്ടെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തട്ടി. അപ്പോഴത്തേക്കും പിന്നെ തെണ്ടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ആകാശത്തിന്റെ കിളിവാതിലുകൾ കൊട്ടി ദൈവം കൊടുക്കുമല്ലോ. പിന്നെ ഇതിനെങ്ങനെ തെണ്ടി നടക്കുന്നതിനൊക്കെ അപ്പോഴെങ്കിലും തലച്ചോറ് ഉദിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ്, ഇത് തെണ്ടാൻ വേണ്ടി നടക്കുന്ന ഉടായ്പകളാണെന്ന് മനസ്സിലാക്കണ്ടേ ഇപ്പോഴെങ്കിലും? അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും ബോധം തെളിയണ്ടേ? ഇത് ഉടായ്പാണ്. ദൈവമൊന്നും ഇങ്ങനെ ആകാശത്തിന്റെ കിളിവാതിലൊന്നും തട്ടിയും കൊട്ടിയും വാരിയൊന്നും കൊടുക്കത്തില്ല. ദൈവം കൊടുക്കും. ആർക്കാണെന്നറിയാമോ? ഈ എളിയ സഹോദരന് ഒരുവന് കൊടുക്കുമ്പോൾ വലങ്കൈ കൊടുത്തതെന്തെന്ന് ഇടങ്കൈ അറിയാതിരിക്കട്ടെ. നീ ആർക്കും കാണിക്കാതെ, നീ ആരോടും പറയാതെ, നിന്റെ ഇല്ലായ്മയിൽ നിന്നും നീ നടന്നുപോയ വഴിക്ക് ഒരുവൻ ഒരു നേരത്തെ ആഹാരം നിന്നോട് ചോദിച്ചു. അവന് വിശന്നു വന്നപ്പോൾ നീ വാങ്ങിച്ചു കൊടുത്തു. ഇതിന് ദൈവം നിനക്ക് തന്നോളൂന്നേ. ദൈവം ഇതിനാ തരാനിരിക്കുന്നത്. അല്ലാതെ പാച്ചർ എന്ന് പറയുന്ന മരക്കഴുത നിന്നെയൊക്കെ മരക്കഴുതിയാക്കി വെച്ചിട്ട് അവൻ നിന്നെ മരപ്പൊട്ടനാക്കി വെച്ചിട്ട് അവൻ തെണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന് കൊണ്ട് തട്ടിയതിന്റെ പേരിൽ നിന്നെ അനുഗ്രഹിക്കത്തില്ല. നിന്റെ മുതുക് പൊളക്കത്തേ ഉള്ളൂ. എന്റെ പേരിൽ ഒരുത്തം വന്ന് നിന്നെ പറ്റിച്ച നീ കൊണ്ട് കൊടുക്കൂടാ കാശ്. കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് കർത്താവേ ഞാൻ ഈ പാച്ചറല്ലോ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു പാസ്റ്റർക്ക്. കർത്താവ് എന്താ കർത്താവ് ഞങ്ങളുടെ കഷ്ടം മാറാത്തത്? ആകാശത്തിന്റെ കിളിവാതികൾ കൊട്ടി കർത്താവ് തരുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഞാൻ പാച്ചർക്ക് കൊണ്ട് സ്ഥിരം കൊടുക്കുമായിരുന്നു. എൻ്റെ ദശാംശം ഞാൻ മുടക്കിയിട്ടില്ല, സ്തോത്ര കാഴ്ച മുടക്കിയിട്ടില്ല. അയ്യോ, കോട്ടേജ് മീറ്റിങ്ങിന് കൊടുക്കും, ഞാൻ എല്ലാത്തിനും കൊടുക്കും. എന്തുകൊണ്ടാ കർത്താവേ എൻ്റെ കഷ്ടത മാറാത്തേന്ന് പറഞ്ഞ് പാസ്റ്റർ ദൈവത്തോട് പോയി കരഞ്ഞാലുണ്ടല്ലോ, കർത്താവ് നിന്റെ മുതുക് പൊളിക്കും. നീ മണ്ടിയെ പോലെ പോയിട്ട് കണ്ടവൻ പറ്റിക്കാൻ വന്നപ്പോഴത്തേക്കും അവന്റെ പറ്റിക്കലിൽ പോയി വീണ് കൊടുത്തിട്ട് നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാന്ന് കർത്താവ് ചോദിക്കും. എടാ, അവൻ എൻ്റെ പേരും പറഞ്ഞ് നിന്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിന് ഞാനാണോ ഉത്തരവാദി? അവൻ എൻ്റെ പേരിൽ വന്ന്, അവൻ ദൈവത്തിന്റെ പേരിൽ വന്ന് നിന്നോട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിന് ദൈവമാണോ ഉത്തരവാദി? അയ്യേ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് ചാകാൻ നടക്കുന്ന മന്ദബുദ്ധികളെ, നീയൊക്കെ ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ള പേരിൽ കണ്ടവന്മാർക്ക് കൊടുത്ത് അവന്മാരെ വയറ് വളർത്താൻ വിട്ടിട്ട്, അവന്മാരെ പണക്കാരന്മാരാക്കി വിട്ടിട്ട്, അവന്മാരെ ഓടിക്കാറിൽ സഞ്ചരിക്കാൻ പറഞ്ഞു വിട്ടിട്ട്, നീയൊക്കെ കൂടി ഇന്നും പിച്ചച്ചട്ടി എടുത്ത് കിടന്നിട്ട് അവസാനം കർത്താവിന്റെ സന്നിധിയിലൊക്കെ പോയി കരയാൻ നിന്ന് കഴിഞ്ഞാൽ കർത്താവ് മുതുകു നോക്കി ചാമ്പ് തരും നിനക്കൊക്കെ. മനസ്സിലായോ? അല്ലാതെ കർത്താവ് ഇല്ലായ്മപ്പെട്ട് കിടക്കുന്നവനാണ് നിന്നെ തൂക്കി തോളത്ത് വെക്കത്തില്ല. മനസ്സിലായോ? ഒരുത്തന് 2 വെള്ളിക്കാശും ഒരുത്തന് 5 വെള്ളിക്കാശും ഒരുത്തന് 1 കൊടുത്തു. 5 5 നേടി, 2 2 നേടി, 1 കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ടവൻ അയ്യോ ഇല്ലായ്മപ്പെട്ട് കിടക്കുന്നവനല്ലേ, ഒന്നും ഇല്ലാത്തവനല്ലേ, ഒന്നല്ലേ ഉള്ളൂ, അവന് ഒന്നല്ലേ ഞാൻ കൊടുത്തോളൂ, അതുകൊണ്ട് അവൻ കൊണ്ട് കുഴിച്ചിട്ടത്. ഇല്ലായ്മപ്പെട്ട് കിടന്നു. മോനെ കുഴപ്പമില്ല, നീ ഒന്ന് തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് 1 കൊടുക്കുകയോ അല്ലെങ്കിൽ തലയിൽ തൂക്കി വെക്കുകയോ ചെയ്തത്. പിന്നെ അവനെ പൊക്കി ഇരുട്ടി നരകത്തിലേക്ക് കൊണ്ട് തള്ളിയിട്ടു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് പൊട്ടന്മാരായിട്ട് ജീവിക്കുന്നവന്മാരെ എല്ലാം മുതുക് ചാമ്പും കർത്താവ്. നിന്റെയൊക്കെ മുതുക് ചാമ്പിന് കർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിക്കാതിരിക്കണമെങ്കിൽ തലച്ചോറെങ്കിലും ഉപയോഗിക്ക്. പറയുന്നത് കേക്ക്. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിശ്വാസിക്ക്. കേൾക്കാൻ മനസ്സുള്ളവൻ കേട്ടാൽ മതി. അവസാനം കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും നിന്നെ ഒന്നും കേൾക്കാൻ പോലും ദൈവം സമ്മതിക്കാത്ത എന്താണെന്നറിയാമോ? സമ്മതിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് അങ്ങനെ നീ പെട്ടെന്ന് കേട്ടങ്ങ് മാനസാന്തരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? സത്യത്തെ കൈക്കൊള്ളേണ്ട സമയത്ത് കൈക്കൊള്ളാതിരുന്നിട്ട് അവസാന നിമിഷം വന്നിട്ട് കർത്താവേ അയ്യോ ജലപ്രളയം വന്നതിന് ശേഷം അവിടെ കിടന്ന് നീന്തിപ്പിളഞ്ഞു. നോഹച്ചേട്ടാ കഥക് തുറക്ക്. നോഹ 120 വർഷക്കാലം അങ്ങ് പ്രസംഗിച്ചു. ജലപ്രളയം വരാൻ പോകുന്നു, രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടുവിൻ, കർത്താവിന്റെ കോപം വരാൻ പോകുന്നു അങ്ങ് പ്രസംഗിച്ചു നോഹ. അപ്പൊ നോഹ പ്രസംഗിച്ചപ്പോഴത്തേക്കും പടവട്ട വന്നിരിക്കുന്നു പൊട്ടൻ പ്രസംഗിക്കാനായിട്ട്. പിന്നെ ജലപ്രളയം അങ്ങ് വരാൻ പോന്നു. എന്തോ ഒരു ജലപ്രളയം വരാൻ പോന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസാർത്ഥേനെ നോഹയെ പരിഹസിച്ചു വിട്ടു.
എന്നിട്ട് കുറേ കൂട്ടർ വന്നോട്ട് പറഞ്ഞു, അവിടെ നോക്കാം, വലിയൊരു പെട്ടകം പണിയുന്നു, ആർക്ക് താമസിക്കാനാണാവോ, പോട്ടൻ, അവനെന്തറിയാം പോട്ടൻ എന്ന് പറഞ്ഞു. സുരേഷ് ആർ, റീനയെ വാഴ്ത്തപ്പെടും. എന്നെ ഇവിടെ ആരും വാഴ്ത്തിയൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? അയ്യോ, റീനയെ അങ്ങ് വാഴ്ത്തപ്പെടും, എന്നെ അങ്ങനെ ആരും അങ്ങ് വാഴ്ത്തണ്ട, മനസ്സിലായോ? എന്നെ അങ്ങ് വാഴ്ത്തിയും വേണ്ട, തലയിൽ തൂക്കി അങ്ങ് വെക്കുകയും വേണ്ട. ഈ പറയുന്നത് പോലെ 10 തെറി അങ്ങ് വിളിച്ചാൽ മതി, അതാ എനിക്കും നല്ലത്. മനസ്സിലായോ? അതാണ് എനിക്കും നല്ലത്. നിങ്ങൾ ആരും തലയിൽ തൂക്കി വെച്ച് എന്നെ വാഴ്ത്തി എന്തുവാ വ്യാകുല മാതാവേ ലോകമാതാവേ എന്നൊന്നും എന്നെ ആരും ഇങ്ങോട്ട് വാഴ്ത്തി വിളിക്കണ്ട. എന്നെ 10 തെറി അങ്ങ് വിളിച്ചോ, അതാ എനിക്കും നല്ലത്. കാരണം പ്രതിഫലം അവിടെയോ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന ഓരോ തെറിക്കകത്തും ഓരോ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് ആരും എന്നെ വാഴ്ത്താൻ വരണ്ട. അപ്പൊ നോഹച്ചേട്ടൻ പെട്ടകം പണിയുന്നത് കണ്ടപ്പോഴത്തേക്കും, നോഹച്ചേട്ടൻ പണിയുന്നത് കണ്ടില്ലേ, വെട്ടി കുശുമാണ്ടൻ, വരാൻ പോകുന്നു ജലപ്രളയം പോലെ, അവനെ തോന്നലാ ജലപ്രളയം എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ കുറെ എണ്ണങ്ങളിരുന്നു. അവസാനം നോഹ പറഞ്ഞു നോക്കി. നോഹ പറഞ്ഞു നോക്കിയിട്ട് അവസാനം എന്ത് ചെയ്തു? പെട്ടകമൊക്കെ പണിതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞൊരു കാര്യം അകത്തോട്ട് എല്ലായിടത്തേയും കയറ്റി വിടാൻ പറഞ്ഞു. എല്ലാവരെയും കയറ്റി. കർത്താവ് പറഞ്ഞു, നോഹേ അകത്ത് കയറിയോ മോൻ? ആ കയറി കർത്താവേ. നിന്റെ മക്കളോ? അകത്ത് കയറിയിട്ടുണ്ട്. മരുമക്കളോ? അകത്ത് കയറിയിട്ടുണ്ട്. ഭാര്യയോ? അകത്ത് കയറി. ആ ശരി എന്നാ. എന്തോ കർത്താവേ? ഞാൻ കഥ അടച്ചോളാം. അയ്യോ വേണ്ട കർത്താവ്, ഞാൻ കഥ അടച്ചോളാം. നീ അങ്ങനെ കട അടയ്ക്കണ്ട മോനെ, ഞാനങ്ങ് അടച്ചോളാം കഥ എന്ന് പറഞ്ഞിട്ട് കർത്താവ് കുറ്റിയും കോലും ഇട്ട് കർത്താവ് ഒരു കഥ അങ്ങ് അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും ജലപ്രളയം വന്നപ്പോഴത്തേക്കും എല്ലാവരും നോഹച്ചേട്ടാ ചേട്ടാ ഒന്ന് തുറക്ക് ചേട്ടാ, അയ്യോ ചേട്ടാ ജലപ്രളയം വന്നു ചേട്ടാ ഒന്ന് തുറക്ക് ചേട്ടാ എന്ന് പറഞ്ഞു കിടന്ന് നോഹച്ചേട്ടന്റെ പെട്ടകത്തിന്റെ വാതൊക്കെ വന്നിട്ട് കിടന്ന് ചേട്ടാ എൻ്റെ അങ്ങളെ, എൻ്റെ അമ്മാവാ ഓടി വായോ, അങ്കമാലിയിൽ അമ്മാവനെ വിളിക്കുന്നത് പോലെയൊക്കെ കിടന്ന് പെട്ടകത്തിന് മുമ്പിൽ വിളിച്ചപ്പോഴത്തേക്ക് നോഹ ആ കിളിവാതിലൂടെ ഇങ്ങനെ തലയിങ്ങിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി, ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞു, അപ്പോഴൊന്നും കേട്ടില്ല നിങ്ങൾ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലെ താക്കോലൊക്കെ തന്നിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നിങ്ങളെ പതുക്കെ നൈസായിട്ട് അകത്തോട്ട് കയറ്റി വിട്ടേനെയായിരുന്നു. പക്ഷെ കർത്താവ് അറിയാം, ഇവൻ്റെ കയ്യിൽ താക്കോല് കൊടുത്ത് ഇവനെ കൊണ്ട് കഥ അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവർ വന്നിട്ട് നോഹച്ചേട്ടാ, നോഹ അങ്കിളേ, ഓ മൈ ഡിയർ അങ്കിൾ പ്ലീസ് ഓപ്പൺ ദി ഡോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ തുറന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് കർത്താവ് അങ്ങ് തുറച്ചു. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹം പോയിട്ട് എന്ത് ചെയ്തു, അങ്ങ് അടച്ചങ്ങ് കൊടുത്തു. ആരും തുറക്കത്തില്ല ഇനിയിപ്പം. എടാ പൊട്ടന്മാരെ, ഈ നോഹ വിളിച്ചു പറയുന്നത് പോലെ നിന്നോടൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഞാൻ. നിന്റെയൊക്കെ തെറിയും കേട്ട്, നിന്റെയൊക്കെ പരിഹാസവും കേട്ട്, നീയൊക്കെ പറയുന്ന തെമ്മാടിത്തരവും കേട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ പറഞ്ഞ് നീയൊക്കെ പരിഹസിച്ചും ചിന്തിക്കാതെയും പൊട്ടന്മാരെ പോലെയൊക്കെ ഇങ്ങനെ ജീവിച്ച് അവസാനം വരേണ്ടതുപോലെ അത് വരും. വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ വന്നിട്ട് കർത്താവേ എന്ന് പറഞ്ഞ് നീയൊക്കെ നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്നവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഫോഷ്ക്ക് വിശ്വസിക്കുമാർ ഒരു വ്യാപാര ശക്തി അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നീയൊക്കെ സത്യത്തെ കൈക്കൊള്ളേണ്ട സമയം കൈക്കൊണ്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും കൈക്കൊള്ളുവാൻ അവസരം തരാതെ ദൈവം നിന്റെ ഫോഷ്കിൽ അങ്ങ് പറഞ്ഞു വിടും. ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ദൈവവചനം കേൾക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പാസ്റ്റർ പറയുമ്പോൾ ചിലർക്ക് പിടിക്കത്തില്ല. അപ്പോഴത്തേക്കും റീനയുടെ കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങിപ്പോവും. അപ്പോൾ സത്യത്തെ കൈക്കൊള്ളാൻ നിൽക്കാത്തത് കൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ കർത്താവ് പറയും, ഇനി നീ ഇങ്ങോട്ട് തിരിഞ്ഞു വന്ന് കേൾക്കാൻ നിൽക്കണ്ട, നീ ആ പാസ്റ്ററിന്റെ പോഷ്കിൽ തന്നെ പോയി കിടന്നേന്നങ്ങ് പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്ക് ശിക്ഷാവിധി വരേണ്ടതിന്. റീനയുടെ പഠിപ്പിക്കലൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഇടയ്ക്ക് മദർ തെരേസയെ ഒന്ന് റീന കള്ളത്തരം പൊളിച്ചടക്കിയത്. അപ്പോഴത്തേക്കും റീനയുടെ പഠിപ്പിക്കലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതൊക്കെ കാണുന്നു. പക്ഷെ എന്ന് മദർ തെരേസയെ കുറിച്ച് പറഞ്ഞു അതോടുകൂടി അങ്ങ് നിർത്തി, അങ്ങ് പോയി. എനിക്കിനി വേണ്ട,
അപ്പോൾ കർത്താവ് പറയും ബൈ ബൈ, പോയി പുരോഹിതന്റെ കാൽ കീഴിൽ പോയിരുന്നോ മകളെ എന്ന് കർത്താവ് പറഞ്ഞു വിടും. പോഷ്ക്ക് വിശ്വസിക്കുമാർ പിന്നീട് വ്യാപാര ശക്തി അയച്ചു കൊടുക്കും. ഇങ്ങോട്ട് നീ വന്ന് കാണണ്ട നീ, കാരണം നിനക്കിനി സത്യത്തെ കൈക്കൊള്ളാനുള്ള ഇല്ല, ബുദ്ധിയും ബോധവും ഇല്ല. അപ്പൊ നീ പോഷ്കിൽ തന്നെ അങ്ങ് വിശ്വസിച്ച് നീ എന്ത് ചെയ്തോ, അതിനകത്ത് പോയി കിടന്നോ അങ്ങ് തള്ളിവിടും കർത്താവ്. എന്തിനാ? ശിക്ഷാവിധി വരേണ്ടതിന്. അയ്യോ വിവരദോഷികളെ, ഒന്ന് കണ്ണ് തുറന്ന് പറയുന്നത് ആദ്യം ഒന്ന് ശ്രദ്ധിക്ക്. ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് ന്യായമാണോ? റീന എല്ലാവരെയും പറയുന്നുണ്ടല്ലോ. റീന ക്രിസ്ത്യാനികളെ പറയുന്നുണ്ട്, റീന ഈ സുഡാപ്പികളെ പറയുന്നുണ്ട്, റീന ഈ ബന്ധക്കോസുകാരെ പറയുന്നുണ്ട്, കത്തോലിക്കരെ പറയുന്നുണ്ട്, എല്ലാവരെയും പറയുന്നുണ്ടല്ലോ. റീന എന്തുകൊണ്ട് ഹിന്ദുക്കളെ പറയുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. റീന എന്തുകൊണ്ട് ഹിന്ദുക്കളോട് സംസാരിക്കുന്നില്ല? ഹിന്ദുക്കളുടെ കുറ്റങ്ങളൊക്കെ റീനയ്ക്ക് പറയാനെന്തോ, റീനയ്ക്ക് എന്ത് നാവ് പൊങ്ങത്തില്ലേ? ഹിന്ദുക്കളുടെ സുഡാപ്പി എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാണോ? ഇല്ല, അതിനാണോ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? എടാ, ദൈവവചനം എടുത്തു വെച്ചിട്ട് അതിന് വിരോധമായി പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന്മാരെ കാളാമണ്ഡത്തിന് വെട്ടിയടിക്കാനാ എന്നെ പറഞ്ഞു വിട്ടത്. പറയാൻ വേണ്ടി കേട്ടിയോ? എന്നെ പറഞ്ഞു വിട്ട അതിനാ കർത്താവ്. ദൈവവചനം എടുത്തു വെച്ചിട്ട് അത് കച്ചവടമാക്കി കർത്താവിന്റെ പേര് കൊള്ള നടത്തുന്ന കൊള്ളക്കാരന്മാരിവിടെ കിടപ്പുണ്ട്. ആ കൊള്ളക്കാരന്മാരെ നേരിടാൻ ചെല്ലുമ്പോഴത്തേക്കും നാവ് കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല. കാരണം ഇവന്മാരെന്ത് ചെയ്യും? വചനം വേറെ കുറെ ഇണങ്ങി എടുത്തുകൊണ്ട് വന്ന് കമഴ്ത്തി വെക്കുകയല്ലേ ചെയ്യുന്നത്, പറ്റിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ. കാരണം ഇവന്മാരുടെ ഭക്തിയിൽ അങ്ങ് മുഴുകി കിടക്കുകയല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ട്രൗസർ വലിച്ചു കീറി കാണിച്ചു കൊടുക്കണം ഇവന്മാരുടെ. അവന്മാരുടെ ട്രൗസർ വലിച്ചു കീറി കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിന് ചങ്കൂറ്റമുള്ള ആരെങ്കിലും വേണം. ഇവന്മാരുടെ ട്രൗസർ വലിച്ചു കീറി കാണിച്ചു കൊടുത്താലേ ഇവന്മാരുടെ നഗ്നത മനസ്സിലാകത്തുള്ളൂ ആളുകൾക്ക്. അതിന് ചങ്കൂറ്റമുള്ള ആരെങ്കിലും നിന്ന് എന്ത് ചെയ്യണം? വലിച്ചു കീറി കാണിച്ചു കൊടുക്കാൻ നിൽക്കണം. അപ്പൊ റീന എന്ത് ചെയ്യും? കാളാമണ്ഡവുമായിട്ട് നിന്നിട്ട് വലിച്ചു കീറും. അങ്ങനെ വലിച്ചു കീറുമ്പോഴത്തേക്കും അത് കാണുമ്പോഴത്തേക്കും ആ നഗ്നത പുറത്ത് കാണുമ്പോഴത്തേക്കും അതിന് മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് കുറേ പേരിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? കുറേ പേരിങ്ങനെ ശ്രമിക്കുന്നുണ്ട് അത് മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളിനി എത്ര മൂടിക്കെട്ടിയില്ലെങ്കിലും നിങ്ങൾ കിട്ടേണ്ടത് കിട്ടും, ഉറപ്പാണ്. അത് കിട്ടേണ്ടത് അത് കിട്ടും. ഇന്നല്ലെങ്കിലും 10 ദിവസം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതിനെല്ലാം, ഈ പണിയെടുക്കാതെ ഇന്ന് ജോലിക്കും കൂലിക്കും പോകാതെ ജീവിച്ചവന്മാരെല്ലാം തന്നെ ഇനി തെണ്ടാൻ നടക്കുന്ന നാളുകൾ വിദൂരമല്ല. ഇനി തെണ്ടും. ഇനിയാണ് ഒറിജിനൽ തെണ്ടൽ നടക്കാൻ പോകുന്നത്. കാരണം വിശ്വാസികളുടെ കയ്യിൽ പൈസ വരത്തില്ലല്ലോ. യൂണിവേഴ്സൽ ബേസിക് ഇൻകം വരാൻ പോകുകയാണല്ലോ. യൂണിവേഴ്സൽ ബേസിക് ഇൻകം വന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കയ്യിലിരിക്കുന്ന കാശ് അയ്യോ ഡിജിറ്റൽ കറൻസി വരുമ്പോഴാണ് രസം. ഇപ്പൊ 2 കൈ നീട്ടി ഡിജിറ്റൽ കറൻസി എല്ലാവരും സ്വീകരിക്കാനിരിക്കുകയല്ലേ. സ്വീകരിക്കും മക്കളെ, എല്ലാവരും സ്വീകരിക്കുക. ഡിജിറ്റൽ കറൻസി നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ പാസ്റ്റർമാരെല്ലാം സ്പൈപ്പിംഗ് വിഷയം വെച്ചിരിക്കുന്നത്. ഇനി തൊട്ട് പൈസയായിട്ട് കൊടുക്കണ്ട, നിങ്ങൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് തന്നാൽ മതി. കർത്താവിന് ഇപ്പൊ പുതിയ മോഡലിലൊക്കെ ടെക്നോളജിക്ക് ഇറക്കിയിട്ടുണ്ട്. ആകാശത്തിന്റെ കിളിവാതിൽ കൊണ്ടുപോയി ആലയത്തിൽ കൊണ്ട് തട്ടുമ്പോൾ സ്പൈപ്പിംഗ് വിഷയമൊക്കെ എടുത്തുകൊണ്ട് പോയി തട്ടണം. മോഡേൺ അനുസരിച്ചൊക്കെ കർത്താവിന്റെ ദശാംശം കൊടുക്കലും അതും ഇതുമൊക്കെ മോഡേൺ അനുസരിച്ചൊക്കെ മാറും കേട്ടോ. സ്വൈപ്പിംഗ് മെഷീൻ വെച്ച് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഗൂഗിൾ പേ വെച്ച് സെൻഡ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. സ്വർഗത്തിലേക്കൊക്കെ കൊടുക്കാനുള്ള അക്കൗണ്ടിനകത്തൊക്കെ ഗൂഗിൾ പേ സെൻഡ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. അയ്യോ കർത്താവേ, എനിക്ക് വിലന്തായേ. ഈ വെണ്ടന്മാര് പറഞ്ഞു ഞാൻ മടുത്ത് കർത്താവേ. ഇവർക്ക് തലച്ചോറ് ഉദിക്കത്തില്ലപ്പ. കൃപ സഗരിക, ഡിജിറ്റൽ കറൻസി വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോകാനാണ് താല്പര്യം. അങ്ങനെയൊന്നും നടക്കത്തില്ലപ്പാ. ഡിജിറ്റൽ കറൻസി വരുന്നതിന് മുമ്പ് സ്വർഗത്തിലൊന്നും നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ കിടക്കണം. എനിക്ക് ആഗ്രഹം ഇവന്മാര് കിടക്കുന്നത് കാണുന്നതാണ്. ഈ പാച്ചറിന്റെ വാലയെ പിടിച്ച് കിടക്കുന്നവരുടെയൊക്കെ അവസ്ഥയൊക്കെ ഒന്ന് കണ്ട് രസിച്ചിട്ട് വേണം നമുക്കൊന്ന് പോകാനായിട്ട്. ഈ പാസ്റ്ററിന്റെയും പുരോഹിതന്മാരുടെയും വാലയെ പിടിച്ച് നടന്നവന്മാരെല്ലാം ഈ ഡിജിറ്റൽ കറൻസിയും എന്തു പറയുന്ന നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ വരും. ആ സമയത്ത് ഇവർ പോകുന്ന ആ പോക്ക് കാണുമ്പം അത് കണ്ടിരിക്കാൻ ഒരു സുഖമാണ്. നമുക്ക് ടൈം പാസ് പോകണ്ടേ, നമുക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. നമുക്ക് ആ സമയത്ത് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നമ്മളിരിക്കുന്ന അവസ്ഥയാണല്ലോ. കാരണം നമുക്ക് ഡിജിറ്റൽ കറൻസി ഒന്നും ഇല്ലല്ലോ. നമ്മൾ വല്ല പറമ്പിൽ വല്ലതും കിട്ടിയാ തിന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മളിരിക്കുന്ന സമയത്ത് ഇവന്മാര് ഈ പോകുന്ന പോക്ക് പാസ്റ്ററിന്റെ വാലയും പിടിച്ച് നടന്നവന്മാരുടെയൊക്കെ അവസ്ഥ ഒന്ന് കണ്ടിരിക്കാൻ നല്ല രസമാണ്.
ഈ സോംബികളായിട്ട് പുറകെ പുറകെ. ഇപ്പം സൈൻ ബോർഡ് വെച്ചിരിക്കുക ബാംഗ്ലൂരിലൊക്കെ, അറിഞ്ഞോ നിങ്ങൾ? എന്തുവാ മൈക്രോസോഫ്റ്റ് സോംബികൾ. സൈൻ ബോർഡ് വെച്ചിരിക്കുക, സൂക്ഷിക്കുക മൈക്രോസോഫ്റ്റ് സോംബികളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഡിജിറ്റൽ സോംബികളെ ഇപ്പം നടക്കുക. സത്യമായിട്ടോ, ബംഗളൂരിലൊക്കെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് സോംബികളുടെ. കാരണം അവർ ഇങ്ങനെ മൊബൈൽ ഫോണിനകത്തെ എന്തുവാ ഡിജിറ്റൽ സോംബികളാ, മൊബൈൽ ഫോണിനകത്തേക്ക് ഇറങ്ങി അവർ നടക്കത്തുള്ളൂ. അവരുടെ തല മൊത്തം ഇതിനകത്തിരിക്കുക. ഇന്നലെ എലോൺ മസ്ക് അറിഞ്ഞായിരുന്നോ? മനുഷ്യനിൽ ന്യൂറാലിങ്ക് പരീക്ഷിച്ചു. അത് കുരങ്ങിൽ പരീക്ഷിച്ച് വിജയം വരിച്ചതാണ്. ഇന്നലെ മനുഷ്യരിൽ പരീക്ഷിച്ചു, അത് പൂർണ്ണ വിജയം കൈവരിച്ചു. അത് ട്രാൻസ് ഹ്യൂമാനിസത്തിൽ, ഇത് ഞാൻ പിന്നീട് ലൈവ് വരുമ്പോൾ പറയാം. പിന്നീട് ഒരു ലൈവ് വരുമ്പോഴത്തേക്ക് പിന്നീട് ഒരു ലൈവ് വരുമ്പോഴത്തേക്ക് ഞാൻ അത് പറയാം. അപ്പോൾ ട്രാൻസ് ഹ്യൂമാനിസം ദൈവവചനത്തിൽ ദനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കളിമണ്ണും ഇരുമ്പും ചേരാത്തതുപോലെ സംഭവിക്കാൻ പോകുന്നു. അപ്പം കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്ന് പറഞ്ഞതുപോലെ അപ്പൊ എന്നെല്ലാം പഠിച്ചോളൂ നീയൊക്കെ. മനസ്സിലായോ? ദൈവവചനം പറയുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പരീക്ഷിച്ചപ്പോൾ കൈയും കാലും അനങ്ങാത്ത മനുഷ്യൻ, അവൻ യാന്ത്രികമായിട്ട് ഇപ്പോൾ നടക്കാൻ തുടങ്ങി. അവൻ കൈയും കാലും പ്രവർത്തിക്കാൻ തുടങ്ങി, അവൻ നടക്കാൻ തുടങ്ങി. ഈ ന്യൂറാലിങ്ക് ചിപ്പാണ് കടത്തിവിട്ടത്. അവന്റെ ബ്രെയിനിനെ അതെന്ത് ചെയ്തു? കൈകൾക്കും കാലുകൾക്കും ബ്രെയിൻ ബലം കൊടുക്കുകയാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തളർന്നു കിടന്ന ശരീരം എഴുന്നേറ്റവൻ നടക്കുക ഇപ്പം. അപ്പോൾ അത് വിജയകരമാക്കി പൂർത്തിയാക്കി. ഇനി ഈ എന്തിനാ ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നാനോ പാർട്ടിക്കിൾസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കൊക്കെ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്നുകൂടി റിവിഷൻ ചെയ്യാതിരുന്ന്. അതെന്തിനാ ഈ നാനോ പാർട്ടിക്കിൾസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബ്രെയിനിനെ ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഫോണിനകത്തായിരുന്നല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോണിനകത്ത് നോക്കിയിരുന്നിട്ട് ഗൂഗിൾ പറയൂ ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, എൻ്റെ സ്ഥലത്തിന് ഇവിടെ എവിടെയെങ്കിലും ഷോപ്പുകൾ അടുത്തുണ്ടോ, ഇന്ന ഷോപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പം ഗൂഗിളാണ് പറഞ്ഞു തരുന്നത് എല്ലാ അറിവുകളും നിങ്ങൾക്ക് ഇത്രയും കാലം. ഇനി ഈ ഗൂഗിളിനെ നിങ്ങളുടെ തലച്ചോറിൽ അത് കാക്കും. ഇനി അതാ സംഭവിക്കാൻ പോകുന്നത്. ഇത്രയും കാലം മൊബൈൽ ഫോണിനകത്ത് കുത്തിയാണല്ലോ അറിവ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഇനി മൊബൈൽ ഫോണിൽ കുത്തി നിങ്ങൾ അറിവ് കാണണ്ട, ഇനി നിങ്ങളുടെ തലച്ചോറിൽ തന്നെ ഈ അറിവ് ഫീഡ് ചെയ്യും. അപ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനോട് ചോദിച്ചാൽ മതി, എന്തുവാ ഇതിന്റെ ആൻസർ എന്താണ്? കാണാപ്പാടം മക്കളെയൊക്കെ ഇരുന്ന് സ്കൂളിൽ പഠിപ്പിച്ച കഥകളൊക്കെ ഇനി മാറും. ഇനി സ്കൂളും കീഴും ഒന്നും കാണത്തില്ല. മനസ്സിലായോ? നിങ്ങളുടെ തലച്ചോറിനകത്ത് ഇതൊക്കെ വീടാക്കി തന്നിട്ട് തലച്ചോറിനോട് ചോദിച്ചാൽ മതി. ഇതാണ് ഇവരുടെ ടെക്നോളജി, ഇവർ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് ട്രാൻസ് ഹ്യൂമാനിസം. പകുതി മനുഷ്യൻ പകുതി യന്ത്രം എന്നുള്ള രീതിയിൽ മനുഷ്യൻ യന്ത്രത്തോട് ചോദിച്ചിന് ജീവിക്കും. മനുഷ്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി മനുഷ്യനേ ഉള്ളൂ. മനുഷ്യനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഈ സാധനങ്ങളെ. ഈ DNA ഒക്കെ പോയതാണല്ലോ. ഈ എടുക്കാൻ പാടില്ലാത്തത് എടുത്തിട്ട് DNA ഒക്കെ പോയി കിടക്കുന്നത്, മനുഷ്യന്റെ അസ്തിത്വം തന്നെ പോയി കിടന്നതിന് പിന്നെ മനുഷ്യനൊന്നും വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ വരാൻ പോകുന്നു മക്കളെ. അയ്യോ പൊട്ടന്മാരെ, നിങ്ങളോട് ഞാൻ എത്രത്തോളം പറയും. നിങ്ങൾ ലോകത്തിലുള്ളതിന് ചിന്തിക്കുകയാണ്, ലോകത്തിൽ നടക്കുന്നതിനെ നോക്കി ജീവിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ വിശ്വാസത്തെ കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരുന്നിട്ട് പോലും ഒരുത്തനും ഒറ്റയ്ക്ക് വിശ്വാസം കണ്ട് പാച്ചറില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, ശബയില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ശഭായോഗത്തെ ഉപേക്ഷയായി കണ്ടത് എന്ത് ശഭായോഗമാ? ബൈബിളിനകത്ത് സഭായോഗം എന്ന് പറഞ്ഞിരിക്കുന്ന യഹൂദന്മാർ കൂടിവരവിനെയാണ് സഭായോഗം എന്ന് പറയുന്നത്. അതായത് പാച്ചറിന്റെ അടുത്ത് പോയി വിശ്വാസികൾ കുത്തിയിരിക്കുന്നതിനെയല്ല ബൈബിളിൽ സഭായോഗം എന്ന് പറഞ്ഞിരിക്കുന്ന പേര് കൊടുത്തിരിക്കുന്നത്. യഹൂദന്മാർ കൂടിവരവിനെയാണ് സഭായോഗം എന്ന് പറയുന്നത്. പൊട്ടവിശ്വാസിയെ സമയം അതിക്രമിച്ചിരിക്കുന്നു. തലച്ചോറ് ഉണർന്ന് നിങ്ങൾ അവനവൻ രക്ഷയെ കണ്ടെത്തേണ്ട സമയം അടുത്തിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന അജണ്ടകൾ എന്ന് പറയുന്നത് വലുതാണ്. നിങ്ങളുടെ തലച്ചോറ്, നിങ്ങൾ ഇനി മൊബൈൽ ഫോൺ എടുത്തു വെച്ച് നോക്കണ്ട. നിങ്ങൾ അതിനാണ് ഈ വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക് ഇവർ കൊണ്ടുപോകുന്നത്. അയ്യോ, ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും കർത്താവേ വ്യക്തികളോട്, ഈ മണ്ണബുദ്ധികളോടൊക്കെ. കുറച്ചു പേർക്കെങ്കിലും ദൈവം ബുദ്ധി കൊടുത്തതിനായി സ്തോത്രം. ഇത് കേട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു 180 എണ്ണത്തിനെങ്കിലും ദൈവം കൊടുത്തല്ലോ, ധാരാളം. ദൈവത്തിന് 1000 നന്ദി. അല്ലാത്ത ഈ മന്ദബുദ്ധികൾക്ക് അടി കൊണ്ട് ചാകാൻ വേണ്ടി നടക്കുകയാണ്.
നാളുകൾ അധികം ഇല്ലാതിരുന്ന് അട്ടി കൊണ്ട് ചാകാൻ നടക്കും, അട്ടി കൊണ്ട്. ഇവരുടെയൊക്കെ വിചാരം, ഞങ്ങൾ പാഷന്റെ കീഴിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പുരോഹിതർ അങ്ങ് നേരെ അങ്ങ് പറന്നങ്ങ് ചോർക്കത്തി. മന്ദബുദ്ധികളെ ആരെടുക്കും? മന്ദബുദ്ധികളെ ആരെടുക്കും? ദൈവം പോലും അന്വേഷിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെയാണ്, മന്ദബുദ്ധികളെ അല്ല. ലോകത്തിൽ എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിയാനും ലോകത്തിൽ എന്ത് നടക്കുന്നു എന്ന് തിരിച്ചറിയാതെ ഇരിക്കുന്ന മന്ദബുദ്ധികളെ ഇവിടെ ആർക്ക് വേണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയണ്ട, ചുമ്മാ പോയി ശ്രോത്രവും ശൂത്രവും കൊണ്ട് നടക്കുന്നവനെയൊക്കെ ആർക്ക് വേണം? പോടാ പൊട്ടന്മാരെ, നിന്നെയൊക്കെ ആർക്കടാ വേണം? നീയൊക്കെ പോയിരുന്നിട്ട് ശ്രോത്രവും ശൂത്രവും പറഞ്ഞ കർത്താവ് നിന്നെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ് നിന്റെയൊക്കെ വിചാരം. അത് സ്വർഗം എന്താണെന്ന് ദൈവം ആരെന്നറിയത്തില്ല, ദൈവത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒരുത്തൻ പറയും യേശു, ഒരുത്തൻ പറയും ഈശോ, ഒരുത്തൻ പറയും ഉണ്ണിയേശു, ഒരുത്തൻ പറയും യേശു, എന്തൊക്കെയാണ് ഉമ്മാര് പറയും, ജീസസ്. നേരാവണ്ണം ദൈവത്തിന്റെ പേര് പറയത്തില്ല, ദൈവത്തിന്റെ പേരറിയത്തില്ല. നീ അറിയാതിരുന്ന തന്നെ നന്നായിപ്പോയി. നിന്റെ ഉടായ്പിനൊന്നും ദൈവത്തിന് നാവ് ഉപയോഗിച്ചില്ലല്ലോ. ദൈവത്തിന്റെ പേര് അറിയാതിരുന്നത് നന്നായി. നിന്റെയൊക്കെ ഉടായ്പിന് ആലോചിക്കേ. അവന്മാർക്ക് ദൈവം മറച്ചു വെച്ചത് സത്യം നന്നായിപ്പോയി. ദൈവത്തിന്റെ നാമം ദൈവം മറച്ചു കൊടുത്തത് എന്തായാലും ഏറ്റവും നല്ലതിനായിപ്പോയി. ഇവന്റെ ഒന്നും ഉടായ്പ് കർത്താവിന്റെ നാമം ഉപയോഗിക്കേണ്ടി വന്നില്ലല്ലോ. ഏതോ യേശുവിന്റെ പേരിലല്ലേ ഉമ്മാര് ഉടായ്പ ഉണ്ടാക്കിയത്. ഏതോ യേശുവിന്റെ പേരിൽ, ഏതോ ജീസസിന്റെ പേരിൽ, ഏതോ ഒരു ദൈവം എന്ന് പറയുന്ന ഒരുത്തിന്റെ പേരിൽ ഉമ്മാർ നടത്തിയ ഉടായ്പല്ലേ. അതിന് ദൈവം ഉത്തരവാദിയല്ലല്ലോ. ദൈവം മറച്ചു വെച്ചത് നന്നായിപ്പോയി. ഇവന്റെ കർത്താവിന്റെ പേര്, നാമം ഇവന്മാർക്ക്. മനസ്സിലായോ? അതാണ് കാരണം. ദൈവത്തിന്റെ നാമം ചുമ്മാ എടുത്ത് കണ്ട തോന്നിയ വാസികൾക്കിട്ട് അലക്കാനുള്ളതല്ല. കണ്ട അണ്ടനും അടകോടനും എടുത്തിട്ട് അലക്കാനുള്ളതല്ല കർത്താവിന്റെ നാമം. നീ പട്ടിയെ പോലെ വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ വാ തൊട്ടേശുവേ, അതിന്റെ കുട്ടിഭൂതം വന്ന് തൊടും. നീ തൊടേശുവേ എന്ന് പറഞ്ഞപ്പം ആ തൊട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കുട്ടിഭൂതമാ തൊട്ടിരിക്കുന്നത്. യേശു ദൈവമല്ല തൊട്ടിരിക്കുന്നത്. നീ യേശു എന്ന് വിളിച്ച ഏതൊരു കുട്ടിഭൂതം വന്ന് തൊട്ടിട്ട് പോയി, അത്രേ ഉള്ളൂ. തൊടേശുവേ, തൊടേശുവേ, ഓ ഇറങ്ങി വരേശുവേ എന്നൊക്കെ പറഞ്ഞ് നീ വിളിച്ചില്ലേ, അത് ഏതോ ഒരു കുട്ടിഭൂതം വന്നിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അല്ല നീ വിളിക്കുന്ന വിളിക്കനുസരിച്ച്, ചൊൽപ്പടിക്കനുസരിച്ച് നിന്റെ വീട്ടുവാതൊക്കെ വന്നിട്ട് അടിയനിതാ എന്ന് പറയുന്ന ആളല്ല നീ കണ്ടുവച്ചിരിക്കുന്ന ദൈവം. ഇവന്റെയൊക്കെ ചെകിടടിച്ച് പൊളിക്കണ്ടേ ഇങ്ങനെയൊക്കെ പറയുന്നവനെ. അയ്യോ കർത്താവേ, മരിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ദൈവത്തെ വിറ്റ് കാശാക്കിയെന്നു ഒരുത്തനെ നേരിട്ട് കാണാൻ വിധി ഉണ്ടെങ്കിൽ അവൻ്റെ ഒരെണ്ണം അടിച്ച് പൊളിച്ചിട്ടേ ഞാൻ മരിക്കത്തുള്ളൂ. അങ്ങനെ ഒരുത്തനെ കാണാൻ വിധി ഉണ്ടെങ്കിൽ. മനസ്സിലായോ? ഇങ്ങനെ ദൈവത്തിന്റെ നാമത്തെ വിറ്റ് കാശാക്കുന്ന മരിക്കുന്നതിന് മുമ്പ് ഒരു സുഡാപ്പിയെ കിട്ടുകയാണെങ്കിലും അവന്റെ സുന്നാമിയെ അടിച്ചു പൊട്ടിക്കും. സ്വർഗത്തിൽ ഇനി 72 കൂറിയേയും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട്, ഓരോടത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ രണ്ടേ രണ്ട് സ്വപ്നങ്ങൾ മാത്രം എനിക്ക് സാധിച്ചു കിട്ടിയാൽ മതി. മരിക്കുന്നതിന് മുമ്പ് ധീരയായിട്ട് അങ്ങ് മരിക്കണം. ഈ കർത്താവിന്റെ നാമം വിറ്റ് കാശാക്കിയതിന്റെ കർണം അടിച്ച് പൊളിക്കുകയും ചെയ്യണം. അവന്റെ മുതുക് കാണാമണ്ണം അടിച്ച് തിരിക്കുകയും ചെയ്യണം. പിന്നെ ഈ സുഡാപ്പി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ജന്മം, ഈ തീവ്രവാദിയായ ഒരുത്തിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ചുന്നാമി വെട്ടിയെടുത്ത് വല്ല പട്ടിക്കോ വല്ല പന്നിക്കോ എറിഞ്ഞു കൊടുക്കണം. പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് സ്വർഗത്തിൽ അങ്ങ് 72 കൂറിമാരെയും തിരക്കി പിന്നെ പോകേണ്ട ആവശ്യം വരത്തില്ലല്ലോ. ഈ രണ്ടൊരു കാര്യം മാത്രം എനിക്ക് ചെയ്താൽ മതി. മരിക്കുന്നതിന് മുമ്പ് ഈ രണ്ടൊരു ആഗ്രഹങ്ങൾ മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ജീവിതത്തിൽ. കാരണം എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത വർഗങ്ങൾ എങ്ങനെയൊക്കെ പഠിപ്പിച്ച് കബളിപ്പിച്ച് വെച്ചിരിക്കുന്ന ജനത്തെ, എങ്ങനെയൊക്കെ വഞ്ചിച്ച് വെച്ചിരിക്കുന്ന ആലോചിച്ച് നോക്കിയേ. ഒരു അറിവുമില്ല, ഇവന്മാർക്ക് വയറ് വളർത്താൻ വേണ്ടി മാത്രം കുറെ വചനം കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. വയറ് വളർത്താനുള്ള വചനം മാത്രം. ശ്രോത്രക്കാഴ്ച, ദശാംശം, കൊട്, പിന്നെ അറിയാം മദ്ദനക്കാരത്തി മറിയ പിന്നെ പാപിയെ കർത്താവ് വിടിവിച്ചത്, പിന്നെ അറിയാം രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയത്, പിന്നെ അറിയാം കുറെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കർത്താവ് ചെയ്തതൊക്കെ വചനം തപ്പിയെടുത്തോണ്ട് വരും.
ഇവന്മാരുടെ വയറ് വളർത്താനും കച്ചവടത്തിനും വേണ്ടിയിട്ടുള്ള പീസുകളെല്ലാം അരിച്ചു പറക്കി അത് സൈഡായിട്ട് കട്ടാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ദൈവവചന സത്യങ്ങളെയും മർമ്മങ്ങളെയും ഒന്നും ഈ വിഡ്ഢി കുശുമാട്ടങ്ങൾക്ക് അറിയത്തില്ല. പറഞ്ഞു കൊടുത്താലും അറിയാൻ ഒരുത്തനും താല്പര്യമില്ല. പറഞ്ഞു കൊടുത്താലും ഒരുത്തനും താല്പര്യമില്ല. അശ്വതി തങ്കച്ചൻ, എനിക്ക് യേശുവ എന്ന പേര് മനസ്സിലാക്കി തന്നതിന് നന്ദി. ദൈവത്തിന് നന്ദി, കർത്താവിന് നന്ദി പറ. കർത്താവെ, അവസാന കാലഘട്ടത്തിൽ ദൈവത്തിന് യഥാർത്ഥ നാമം വിളിച്ചപേക്ഷിക്കുക. എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരളുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവന്മാർ കണ്ടവൻ്റെയൊക്കെ നാമത്തെ വിളിച്ച് പറഞ്ഞ കർത്താവോടെ ഉത്തരം തരളും. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, മിസ്റ്റർ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. വാവ്, ഗുഡ്, ബട്ട് ഐ ഡോണ്ട് നോ യു. എനിക്ക് നിന്നെ അറിയില്ല. എന്തുകൊണ്ടാണ് അറിയാത്തത്? എടാ, ഇപ്പൊ എൻ്റെ പേര് റീന എന്നാ. ഞാൻ റോട്ടിൽ കൂടി നടന്നു പോകുന്നു. ഒരുത്തന്നെ അവിടെ നിന്നിട്ട് അല്ലെങ്കിൽ റാണി 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 എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നു. ഞാൻ തിരക്കേറിയ കണ്ടവനെയൊക്കെ റോട്ടിൽ കിടന്ന് വിളിക്കുമ്പോഴെല്ലാം തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ എൻ്റെ അഭിമാനവും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വായി നോക്കി നടക്കുന്ന സ്വഭാവം ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ഓർത്തം കിടന്ന് റാണി 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 എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരുത്തി കിടന്ന് എന്നെ റാണി റാണി എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കൂ വായി നോക്കിയ പോലെ. ആരാടാ വിളിക്കുന്നത്, ആരെയാ വിളിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുവോ? എൻ്റെ കാര്യം നോക്കി ഞാൻ പോകും. എന്തുകൊണ്ടാ? എൻ്റെ പേര് റാണി അല്ലാത്തത് കൊണ്ടാ. വിളിച്ചവൻ എൻ്റെ പേരറിയാതെ എന്നെ ചുമ്മാ കിടന്ന് റാണി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിളിക്കുന്ന പേരിനെല്ലാം തിരിഞ്ഞു നോക്കാൻ എന്തുവാ? എനിക്ക് ജോലിയും കൂല്ലാതിരിക്കുക? റോട്ടിൽ കൂടി ഞാൻ വായി നോക്കി നടക്കുവാണോ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിലെങ്കിലും എന്നെ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുവാ. റോട്ടിൽ കൂടി ഞാൻ ജോലിയും കൂല്ലാതെ നടക്കുവാണോ? റാണി എന്നുള്ള പേരിൽ എന്നെ വിളിച്ചോണ്ട് എല്ലാവരും വിളിച്ചോണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാനായിട്ട്? എൻ്റെ പേര് റീന എന്നാണ്. റീന എന്ന് വിളിക്കേണ്ടിടത്ത് റീന എന്ന് വിളിച്ചാലേ ഞാൻ തിരിഞ്ഞു നോക്കത്തുള്ളൂ. റീന, എന്തുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. എൻ്റെ നാമം വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കേണ്ട. ഏതവനോ ഒരുത്തന് എന്തൊക്കെയോ പറഞ്ഞു തന്ന നാമത്തെ നീ വിളിച്ചപേക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ കർത്താവ് നിന്നെ ഉത്തരമരണ ആവശ്യമുണ്ടോ? കർത്താവ് നിനക്ക് ഉത്തരം അറിയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് ഉത്തരം അരുളാത്തത്. പിന്നെ നീ യേശു എന്ന് വിളിച്ചപ്പോഴത്തേക്കും നീ ഇങ്ങി വാടാ യേശുവേ, തൊടടാ യേശുവേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ കെട്ടിവെച്ചെന്നൊരു കുട്ടിബോധമില്ലേ, അതങ്ങ് തൊട്ടു. സഹോദരി, യേശുവിന്റെ നാമത്തിൽ എത്രയോ അത്ഭുതങ്ങൾ അതെ നടക്കുമല്ലോ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരോട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. അന്നോളിൽ അവരെന്നോട് വന്ന് പറയും. ഞാൻ പറയും, ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ട് കർത്താവ് കള്ളം പറഞ്ഞാൽ? കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് അറിയാതിരിക്കുമോ? അപ്പൊ കർത്താവ് കള്ളം പറഞ്ഞേ അവരോട്? ഒന്നാലോചിച്ച് നോക്കി. കർത്താവ് കള്ളം പറഞ്ഞാണോ അവരോട്? ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, വീര്യപ്രവൃത്തികളും ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞു, ഞാനൊരു നാളും നിങ്ങളെ അറിയുന്നില്ല. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തു എന്ന് ഇവർ അങ്ങോട്ട് പറയുക. അപ്പോഴാ കർത്താവ് പറഞ്ഞു, ഞാൻ അറിയുന്നില്ല. കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്തെങ്കിൽ കർത്താവ് അറിയണ്ടേ? അപ്പൊ കർത്താവ് കള്ളം പറഞ്ഞാണോ? കർത്താവ് കള്ളം പറയത്തില്ല. കർത്താവ് കള്ളം പറഞ്ഞിട്ടുമില്ല. കർത്താവ് സത്യം പറയുന്നത്. കാരണം ഇവന്മാര് വിളിച്ചത് കർത്താവിന്റെ നാമത്തെ അല്ലല്ലോ. കർത്താവിന്റെ നാമത്തെ വിളിക്കാതെ ഏതോ ഒരുത്തൻ യേശുവിന്റെ പേരിൽ വിളിച്ചപ്പോൾ ഒരു കുട്ടിഭൂതം വന്ന് ആ പേരിൽ കാര്യം ചെയ്തിട്ട് പോയി. അതുകൊണ്ടാ യേശു എന്നുള്ള പേരിൽ കൃപാസനത്തും എന്തെങ്കിലുമൊക്കെ നടക്കും. അതേ യേശുവിന്റെ പേരും പറഞ്ഞു കഴിഞ്ഞ് പിന്നെ പെന്തക്കോച്ച് പാച്ചർമാർ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നടക്കും. അതേ യേശുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് പോട്ടയ്ക്ക് ധ്യാനകേന്ദ്രത്തിൽ മാതാവിന്റെ മുമ്പിൽ കിടന്ന് ബഹളം വെച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കും. അവനൊക്കെ യേശു എന്ന് വിളിക്കുന്ന ആരോ വന്ന് ചെയ്തിട്ട് പോയത്. ഒരു കുട്ടിഭൂതം വന്ന് അതിനകത്ത് ചെയ്തിട്ട് പോയപ്പോഴത്തേക്കും ഇവന്മാരതേ എടുത്തു വെച്ചിട്ടത് യേശു ദൈവമാണ് ചെയ്തത്, അത് നിങ്ങളുടെ ദൈവമായിരിക്കും. യേശു എന്ന് പറയുന്നത് നിങ്ങൾ ഇട്ടിരിക്കുന്ന കുട്ടിഭൂതത്തിനെ വിളിച്ചിരിക്കുന്ന പേരാണ് യേശു. മനസ്സിലായോ? നിങ്ങളൊരു കുട്ടിഭൂതത്തിന് യേശു എന്നൊരു പേര് കൊടുത്തിട്ട് നിങ്ങൾ ആ കുട്ടിഭൂതത്തെ യേശു യേശു എന്ന് വിളിച്ചത് കൊണ്ട് ദൈവത്തെ ആകണമെന്നുണ്ടോ? നീയൊക്കെ ദൈവമെന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ പേരെങ്കിലും അറിയണടാ പൊട്ടന്മാരെ. ഇനിയെങ്കിലും ഈ സുഡാപ്പി ഈ മദ്രസ പൊട്ടന്മാർക്ക് ഈ തള്ളാഹുവിന്റെ പേര് പോലും അറിയത്തില്ല. അവന്റെ തള്ളാഹു എന്ന് പറയുന്ന ദൈവം ആരാണെന്ന് അവനറിയത്തില്ല. അവന് തള്ളാഹുവും ദൈവം എന്ന് പറയുന്നത് ഇവൻ വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ഏക ദൈവമാണ്, തോറയിൽ വന്നിട്ട് മോശയോട് സംസാരിച്ച ദൈവം എന്നൊക്കെയാണ് വിശ്വസിച്ച് വെച്ചോണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ. തള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെ മദ്രസ പൊട്ടന്മാർക്ക് അറിയത്തില്ല അവൻ ആരാണെന്ന് പറഞ്ഞിട്ട്.
അത് 362 ദൈവങ്ങളിൽ ഒന്നായ ലാത്തയുടെയും മനാത്തയുടെയും മുസയുടെയും അപ്പനാണ്, തന്തയാണ് ഈ തള്ളാഹു. തന്തയെന്ന് പറയാൻ പറ്റില്ല, തള്ളയാണ്. അത് പിന്നീട് ഞാൻ പറയാം, തള്ളയാണോ അല്ലയോ എന്നുള്ളത്. തന്തയൊന്നുമല്ല, തള്ളയാണ്. ലാത്തയുടെയും മനാത്തയുടെയും മുസയുടെയും അമ്മയാണ്. അത് പെണ്ണാണ് സത്യത്തിൽ തള്ളാഹു. പോട്ടെ, ഒരു ആണായിട്ട് കൈക്കൊണ്ട് നടക്കുന്നെങ്കിൽ ഇരിക്കട്ടെ, ആണായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഈ തന്തയാണ് ഈ തള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ അത് ആർക്കറിയത്തില്ല? ഈ മദ്രസ പൊട്ടന്മാർക്കറിയത്തില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരെയാണെന്നറിയാമോ വിളിക്കുന്നത്? ആരെയാ വിളിക്കുന്നത്? ഞങ്ങൾ അബ്രഹാമിന്റെ ദൈവത്തെയാണ്, അബ്രഹാമിനോട് സംസാരിച്ച ദൈവത്തെയാണ്. തള്ളാഹുവാണ് അബ്രഹാമിനോടൊന്ന് സംസാരിച്ചത്. പിന്നെ ഞങ്ങളൊന്ന് മൂസ. ഏത് മൂസ? ആർക്കറിയാം? ഏതോ ഒരു മൂസ എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനി പൊട്ടന്മാരും സഹോദരി യേശുവിനെ കുറിച്ച് സഹോദരിക്ക് യേശു ക്രിസ്തു ഇതാണോ പഠിപ്പിച്ചത്? ഏത് യേശു ക്രിസ്തു? എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു യേശു ക്രിസ്തു. എന്നെ ഒരു യേശു ക്രിസ്തുവും പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയില്ല. നിങ്ങൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഏതോ ഒരുത്തന്നെ വിളിക്കുന്നു. അതിന് ഞാൻ ഉത്തരവാദിയാകാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതും ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുന്നതും യേശുവ എന്ത് പഠിപ്പിച്ചോ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ യേശുവാന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ? യേശുവാ, വാവ്. Kolrina Yeshua Belohe Sadikim. Kolrina Yeshua Behole Sadikim. Emin Hashem Osehail Rina Yeshua. Wow, എൻ്റെ അപ്പോ ചക്കര പൊന്നെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുളിര് കോരുവാ. എൻ്റെ അപ്പൻ്റെ ആ നാമം കേൾക്കുമ്പോൾ തന്നെ കുളിര് കോരുക. നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ദൈവത്തിൻ്റെ നാമം അറിയാതെ, ദൈവമാരെന്നറിയാതെ കുറേ എണ്ണങ്ങൾ ജീവിക്കുക ഇങ്ങനെ ഇപ്പോഴും, ഈ അന്ത്യകാലം അടുത്തെത്തിട്ട് പോലും. അപ്പോൾ കുറേ എണ്ണത്തിൻ്റെ കണ്ണുകൾ ദൈവം തുറക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം തൻ്റെ മക്കൾക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ത്യകാലഘട്ടത്തിൽ ദൈവം ഇത് അറിയിച്ചു കൊടുക്കും. എപ്പോഴാണ് ദൈവം അറിയിച്ചു കൊടുക്കുന്നതെന്ന് അറിയാമോ? ഈ ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം ദൈവം അറിയിച്ചു കൊടുക്കുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം 6-ാം വാക്യം. ഇനി കാലമുണ്ടാകയില്ല, അവസാന ദൂതൻ കാഹളമൂതുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം തൻ്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ദൈവം ആകാശത്തെയും ഭൂമിയെയും ചൊല്ലി സത്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ. തൻ്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ അവസാന ദൂതന്റെ കാഹളം ഊതുന്ന നാദത്തിന്റെ കാലത്തിന്റെ സമയത്ത് ഇനി കാലം ഉണ്ടാകത്തില്ല. അപ്പൊ അവസാന കാലഘട്ടത്തിലാണ് നിങ്ങളിതറിഞ്ഞത് ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം. എടാ, ഈ പൊട്ടന്മാർ യേശു എന്ന് വിളിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള മർമ്മം നിങ്ങൾക്കിത് മനസ്സിലാക്കി തന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അത് ദൈവത്തിന്റെ സമയത്ത് തുറന്ന് റിവീൽ ചെയ്ത് തരും. ആർക്കൊക്കെ അത് തുറന്ന് കിട്ടണമോ അവർക്കേ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ഇത് കിട്ടത്തില്ല, എല്ലാവർക്കും ഇത് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്കത് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഓ ഭാഗ്യം ചെയ്തവരേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറിയെ വാഴ്ത്തപ്പെട്ടവളെന്ന് പറയത്തില്ലേ, ഭാഗ്യം ചെയ്തവളെന്ന് പറയത്തില്ലേ? ഇതുപോലെ ഈ അന്ത്യകാലഘട്ടത്തിൽ കോടാനുകോടി മനുഷ്യരുണ്ടായിരുന്നിട്ടും അവരുടെ ഇടയിലും സത്യം അറിയുവാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വിശേഷപ്പെട്ടവരാന്ന് ആലോചിക്കേ. നമ്മൾ എത്ര പ്രൗഡുള്ളവരാണെന്ന് ആലോചിക്കേ. നമ്മൾ ഈ ലോകത്ത് വലിയ വലിയ ജ്ഞാനികൾ, സയന്റിസ്റ്റുകളോ, എന്തൊക്കെ ശാസ്ത്രത്തിന്റെ വലിയ ഉന്നത ഉച്ചകോടിയിലൊക്കെ നിന്നുകൊണ്ട് അച്ഛന്മാരുടെ അടുത്തിരിക്കുന്ന ഡോക്ടറേറ്റും പാസ്റ്റർമാരുടെ അടുത്തിരിക്കുന്ന PhD ഒക്കെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ അപ്പോച്ചോ അയ്യോ ഇംഗ്ലീഷിനകത്ത് മെഴുകിച്ചാകുകയാണ് പാസ്റ്റർമാരും അച്ഛന്മാരൊക്കെ കൂടി ചേർന്ന്. അവർക്ക് വായിൽ ഇനി ഇംഗ്ലീഷേ വരത്തുള്ളൂ, മലയാളം ഒന്നും വരത്തില്ല. ജനിച്ചും വളർന്നതൊക്കെ മലയാളത്തിലാണ്. നമുക്ക് ഇംഗ്ലീഷ് ഒന്നും നേരാവണ്ണം വരത്തില്ല, അപ്പം നമുക്ക് മലയാളമേ വരത്തുള്ളൂ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. എന്നാലോചിക്കേ, വലിയ വലിയ ജ്ഞാനികളാ, പക്ഷെ നമ്മൾ വെറും ഭോഷന്മാരാ ഇവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ ഭോഷന്മാരായ നമുക്കിത് വെളിപ്പെടുത്തി തന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിന് ദൈവത്തിന് നന്ദി പറയണം. നിങ്ങൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ദൈവം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. നമ്മൾ ശിശുക്കളാണ് ഇവരുടെയൊക്കെ മുമ്പിൽ. ഇവരുടെ പറയുന്ന അടിച്ചു പൊളിക്കൽ ഇംഗ്ലീഷൊന്നും നമുക്കറിയത്തില്ല. ഇവരെടുത്തിട്ടുള്ള ഡോക്ടറേറ്റും ഇതൊന്നും PhD ഒന്നും നമ്മളെടുത്തിട്ടില്ല.
പക്ഷെ ദൈവവചനത്തിൻ്റെ ജ്ഞാനത്തെ ഗ്രഹിപ്പാൻ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു. ആ വരം ലഭിച്ചത് കൊണ്ടാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ സത്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. മനസ്സിലായോ? ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റി. ദൈവം ഏകദൈവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ദൈവത്തെക്കുറിച്ചുള്ള സകല മർമ്മങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലേ പ്രിയ സഹോദരങ്ങളെ? കർത്താവിൻ്റെ നാമം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി. കർത്താവ് ഏകദൈവമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ദൈവം തന്നെയാണ് മനുഷ്യനായി ഭൂമിയിൽ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി. ആ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ എത്ര കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള എത്ര നിരവധിയായ മർമ്മങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി ഈ അന്ത്യകാലഘട്ടത്തിൽ. ഇതിൽ കവിഞ്ഞൊരു ഭാഗ്യം നിങ്ങൾക്ക് വേണം. സ്നാനം ഏത് നാമത്തിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും കാലം നിങ്ങളെ പറ്റിച്ചു വെച്ചിരുന്നു പൊട്ടന്മാര്. ചക്ക മാങ്ങാ തേങ്ങ എന്ന് പറയുന്ന കണക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. ആ നാമം എവിടെ പോയി? അത് പിതാവ്. ഇതിപ്പം പഴം കൗണ്ടർ മണിയെടുത്ത് ചെന്തിൻ്റെ അടുത്ത് പറയും 2 പഴം മേടിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെന്തിൽ പോയിട്ട് 1 പഴം തിന്നു, എന്നിട്ട് 1 പഴം കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് പറയും, അപ്പോൾ പറയേ എത്ര പഴം കിട്ടി? ആ 2 പഴം കിട്ടി. അപ്പോൾ ഒന്നിന്നായിരിക്കും, ഇന്നെന്താ അതാമണ്ണേ ഇത് എന്ന് പറഞ്ഞതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അപ്പോൾ പിതാവിന് നാമമില്ലേ? നിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരെന്ന് പറയുമോ ആരെങ്കിലും? നിന്റെ പേര് എന്താണെന്ന് ഞാനിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? നിന്റെ പേര് എന്നാണോ മറുപടി പറയുന്നത്? നിന്റെ പേരെന്താണെന്ന് വെച്ചാൽ നിന്റെ പേര് എന്നാണോ പറയുന്നത്? ഇല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക. എത്രമാത്രം ഈ മനുഷ്യരെ കബളിപ്പിച്ചിട്ടിരിക്കുന്നു. എഴുത്തനും ചോദിക്കാനും പറയാനും ഇല്ല. മന്ദബുദ്ധികളെ പറ്റിക്കുന്നവനും എളുപ്പമോ? പറ്റിക്കപ്പെടാൻ ജനം കിടക്കുമ്പോൾ പറ്റിക്കാനും ആൾക്കാർ എണീക്കൂ എന്ന് പറഞ്ഞാൽ നടക്ക്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനം വയ്ക്കുന്നു. പിതാവിന് നാമമില്ലേ? നാമം എന്തിയേ? പുത്രൻ എന്തിയേ? നാമം. പരിശുദ്ധാത്മാവിന്റെ നാമം എന്തിയേ? പൊട്ടന്മാരെ നാമം എന്തിയേ? പിതാവെന്ന് പറയുന്ന നാമമാണോ? പരിശുദ്ധാത്മാവ് നാമമാണോ? പുത്രൻ എന്ന് പറയുന്ന നാമമാണോ? നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ നാമമാണോ? നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ വസ്തു എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി എഴുതുവോ? എൻ്റെ അച്ഛൻ്റെ പേരിൽ വസ്തു എഴുതുന്നേ എന്ന് എഴുതി വയ്ക്കുവോ? നിങ്ങളുടെ അച്ഛൻ്റെ പേര് മനസ്സിലാക്കിയിട്ട് ആ പേരിൽ എഴുതണമെന്നല്ലേ എന്നെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പേരിൽ വസ്തു എഴുതണമെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ്റെ പേരെന്താണോ ആ പേരിലാണ് വസ്തു. അപ്പം ഇതാണ് കർത്താവ് പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിൻ. അപ്പം ആ നാമം മനസ്സിലാക്കിയിട്ട് വേണം സ്നാനം കഴിപ്പിക്കാൻ. അല്ലാതെ ഈ സ്കൂളിലെ കുഞ്ഞു മാവകൾ, അയ്യോ പാച്ചർമാരെ, വൃത്തികെട്ടവന്മാരെ, നീയൊക്കെ ശിശുക്കളെക്കാളും കഷ്ടമായിട്ട് ഈ കൊച്ചു പിള്ളേരെ എന്നിട്ട് പാൽ ചുപ്പികളെ പോലെ പറ്റിച്ചു വിട്ടല്ലിരിക്കുന്നല്ലോ ഇമാര്. അട്ടിക്കൊടുക്കണ്ടേ? ഇമാർക്ക് അട്ടിക്കൊടുക്കണ്ടേ? அம்மா வீட்டுக்கு போறியா, அப்பா வீட்டுக்கு போறியா, அம்மா வீட்டுக்கு போறியா, அப்பா வீட்டுக்கு போறியா എന്ന് പറഞ്ഞ കണക്ക് അയ്യോ അച്ഛ പോകല്ലേ, അയ്യോ അച്ഛ പോകല്ലേ. പിന്നെ ശ്രീനിവാസൻ വന്ന് മക്കളോട് പറയും, മക്കളെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിണങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ പറയണം അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്നത് മക്കള് വികാരഭരിതരായിട്ട് പറയണം, അച്ഛന് വിലക്കണം, പോകരുതെന്ന് പറഞ്ഞ് വിലക്കണം എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ശ്രീനിവാസൻ ഇത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട്. പിടികിട്ടിയോ? ശ്രീനിവാസൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങൾ പറയണം അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ശ്രീനിവാസൻ ഉദ്ദേശിച്ചത് എന്താണ്? അച്ഛനെ പോകാൻ അനുവദിക്കരുത്, പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഒന്ന് കരയോ ബഹളം വെക്കുകയോ എന്തെങ്കിലുമൊക്കെ അർത്ഥം മനസ്സിലാക്കിയാണ് ആ കാര്യം പറഞ്ഞു കൊടുത്തത്. അത് അർത്ഥം കുഞ്ഞുങ്ങൾ അർത്ഥം മനസ്സിലാക്കിയത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയ്യോ അച്ഛാ പോകല്ലേ നിങ്ങൾ പറയണേ എന്ന് പറഞ്ഞത്. അപ്പം പിള്ളേരെന്ത് ചെയ്തു? ആ ശരി ഞങ്ങൾ പറയാവേ എന്ന് പറഞ്ഞു. അപ്പം ആര് പറഞ്ഞു? ശ്രീനിവാസൻ ഇറങ്ങിപ്പോയപ്പോൾ പിള്ളേരോട് വന്നിട്ട് അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. അതുപോലെ പാസ്റ്റർമാരോട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ. കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർക്ക് മനസ്സിലായി, ശിഷ്യന്മാർ മനസ്സിലാക്കി, ശിഷ്യന്മാരത് ചെയ്യുകയും ചെയ്തു. പക്ഷെ ബൈബിള് വായിച്ച പാസ്റ്റർമാർക്ക് മനസ്സിലായില്ല.
പാസ്റ്റർമാർ ശ്രീനിവാസന്റെ മക്കളെ പോലെ ഇരിക്കുവാ ഇപ്പം. ശ്രീനിവാസന്റെ മക്കളെ പോലെ പാസ്റ്റർമാരിരിക്കുക. ബൈബിൾ വായിച്ച പാസ്റ്റർമാർ നോക്കിയപ്പോഴത്തേക്ക് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിൻ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിൻ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിൻ എന്ന് പറഞ്ഞു പോയി മുക്കിക്കൊണ്ടിരിക്കും. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ. നമ്മുടെ ശിഷ്യന്മാർക്ക് മനസ്സിലായി, കർത്താവ് പറഞ്ഞു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിൻ. അപ്പൊ ആ ഒരു നാമമുണ്ട്. ആ നാമം എന്താണെന്ന് ആർക്ക് മനസ്സിലായി? ശിഷ്യന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, അവിടുന്ന് അവനെന്ത് ചെയ്തു? 3000 പേരെ യഹോശുവ മശിഹായുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. യഹോശുവ മശിയാഹിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പൊ ആ പേര് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ? യഹോശുവ മശിയാഹ്. എന്തുകൊണ്ട് യഹോശുവ മശിയാഹ് എന്ന് പറഞ്ഞത്? യാഹ്വേ രക്ഷകൻ, യൂത് ഹേ വൗഹേ എന്ന് പറയുന്ന ദൈവം യശുവ എന്ന നാമത്തിൽ വന്നപ്പോഴത്തേക്കും യഹോശുവ എന്ന് വന്നു. മനസ്സിലായോ? അങ്ങനെ ശിഷ്യന്മാരെല്ലാം അങ്ങനെയാ ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറഞ്ഞപ്പോഴും പത്രോസ് അവനെ എന്ത് ചെയ്തു? യഹോശുവ മശിഹയുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറഞ്ഞു. അവിടെ കൃത്യമായിട്ട് പേര് പറഞ്ഞ സ്നാനം കഴിപ്പിച്ച. പാസ്റ്റർമാർക്ക് ഇപ്പോഴും അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, പിതാവിന്റെ നാമത്തിനും പുത്രന്റെ നാമത്തിനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം കഴിപ്പിക്കുന്നു, പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ. അവിടെ നാമം എന്ത്? അവിടെ ഇതിരിക്കുന്ന നാമം വന്നിട്ടില്ല ഇവർക്കിപ്പോഴും അയ്യോ അച്ഛാ പോകല്ലേ. കുരുടനെ വഴി നടത്തി 2 എണ്ണം കൂടി പോയി എന്ത് ചെയ്യും? വലിയ കാട്ട കുഴിയിൽ പോയി കിടക്കും. എന്റെ 5 വയസ്സ് കൊച്ചു ഭക്തി കൂടി മാലയിട്ട് നടക്കുന്നു, ദൈവകോപം ഉണ്ടാകുമോ ചേച്ചി പ്ലീസ്? എന്റെ 5 വയസ്സ് കൊച്ചു ഭക്തി കൂടി മാലയിട്ട് നടക്കുന്നു, ദൈവകോപം ഉണ്ടാകുമോ ചേച്ചി പ്ലീസ്? ഷിജിൻ ബ്രദറെ, ഇതിനെന്ത് റിപ്ലൈ ഞാൻ ഇരിക്കുന്നത്? ആ ഭക്തി കൂടി എന്നുള്ള പദം മാറ്റിയിട്ട് ഞാൻ വായോ ചാർന്നില്ല. ഇവന്മാരെ എന്താ ഞാൻ പറയേണ്ടത്? ഷിജിൻ ബ്രദർ ട്രോൾ ചെയ്താണ് ഈ പാസ്റ്റർമാരെ അങ്ങനെ പറഞ്ഞിട്ട്. 5 വയസ്സുള്ള കൊച്ച് മാലയിട്ട് കഴിഞ്ഞ നടക്കത്തിൽ പോകും. ശിശുക്കളെ കർത്തൃമേശ, അയ്യോ ശിശുക്കൾക്ക് കൊടുക്കരുത്, പാപമാണ്. കർത്തൃമേശ ശിശുക്കൾക്ക് കൊടുക്കരുത്. കണ്ട അണ്ടനും മടകോടനും കർത്താവിന് വിറ്റ് കാശാക്കുന്നവനും തന്നെ എല്ലാ തെമ്മാടികൾക്കും വന്നിട്ട് ഞാൻ പ്രാഗൽഭ്യം മുഴുവനാണ് കർത്താവേ ശാസ്ത്രം എന്ന് പറഞ്ഞെടുക്കാൻ പറ്റും. കൊച്ചുങ്ങൾ മാത്രം കഴിക്കരുത് കർത്തൃമേശ, പാപം. ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ശിശുക്കൾക്ക് കർത്തൃമേശ കൊടുക്കരുത്, പാപമാണ്. കാരണം നരകത്തിൽ ആദ്യം പോകാനിരിക്കുന്ന ശിശുക്കളല്ലേ. എടാ പോടാ മന്ന ഊത്തികളെ. എടാ നിന്നെയൊക്കെ എന്തിനടാ ഞാൻ പറയണം? കർത്താവേ, എൻ്റെ അപ്പേ പ്ലീസ് അപ്പേ, എനിക്കിതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എനിക്കേ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അപ്പോൾ കർത്താവിന് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ചും വ്യാജം പഠിപ്പിച്ചും ജനങ്ങളെ വിഡ്ഢിക്കുശുമാണ്ടങ്ങളാക്കിയൊക്കെ വെച്ചിരിക്കുന്നവന്മാരുടെ അവസ്ഥ എന്നാലോചിക്കേ. അവനെ തിരുകല്ല് കെട്ടി കടലിൽ താക്കണമെന്നാണ് വചനം പറയുന്നത്, കർത്താവ് പോലും പറയുന്നത്. എനിക്കേ ഇത് കേൾക്കുന്ന സമയത്ത് ഇവന്മാരെ ചാത്താൻ തോന്നുന്നു, മടല് വെട്ടി. ഒന്ന് ആലോചിക്കേ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്കേ പച്ചമടല് വെട്ടി ചാത്താൻ തോന്നും, കർത്താവിന് എങ്ങനെ ഇരിക്കും ഈ ജനങ്ങളെ മുഴുവനെയും ഇങ്ങനെ പഠിപ്പിച്ച് പറ്റിച്ചും വഞ്ചിച്ചും വെച്ചിരിക്കുന്നത്? ദൈവമേ, എങ്ങനെയപ്പാ സഹിക്കും ഇതൊക്കെ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പോവുകയാണേ. ഇനി ഞാൻ പറയും ലൈവിൽ നിന്ന് ഈ പാച്ചന്മാർക്കിട്ട് ഞാൻ 2 താങ്ങും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിന് മൂടായിട്ടൊരു ലൈവിൽ വരുന്നുണ്ട്. ഞാൻ നിന്ന് കസർത്തുമ്പോൾ 2 കൊടുക്കാൻ പറ്റത്തുള്ളൂ മാർക്കിട്ട്. അതിന് മൂട് ആയിട്ടൊരു ലൈവിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ വന്ന് പറയാം. ഓക്കെ, ലൈത്ര